നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ഇവിടെ ഉള്ളത് സൽമാൻ സാറാണ്. ബോസ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു ഫേമിൻ്റെ സാരഥിയാണ് സൽമാൻ സാറ്. സൽമാൻ സാറ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സഹായങ്ങളാണ് സൽമാൻ സാർ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് വ്യവസായികൾ ഇപ്പോൾ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് അവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഇതിൻ്റെ റൂൾസോ പ്രൊസീജിയേഴ്സോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർക്ക് അറിയില്ല. അപ്പം അങ്ങനെയുള്ളവർക്കൊരു സഹായമാണ് ഇന്നത്തെ ഒരു പോഡ്കാസ്റ്റ് അല്ലേ? അപ്പോൾ സൽമാൻ സാർ നമസ്കാരം. നമസ്കാരം. അപ്പോൾ എങ്ങനെയാണ് സാറ് ചൈനയിലേക്ക് എത്തിപ്പെട്ടത് എന്ന് നമുക്ക് ചോദിക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തുടങ്ങുന്നതിന് മുമ്പ് ക്യാഷ്വലായിട്ട് കുറച്ച് കാര്യങ്ങൾ സൽമാൻ സാറിൻ്റെ എങ്ങനെയായിരുന്നു ചൈനയിലേക്കുള്ള യാത്ര? ഞാൻ ചൈനയിൽ 23 വർഷം മുമ്പ് ചൈന കാണാൻ പോയതാണ്. ഓക്കെ. അപ്പോൾ ചൈന കണ്ടു കഴിഞ്ഞപ്പം അന്ന് എനിക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ അറിയില്ല. ചൈനക്കാർക്ക് തീരെ ഇംഗ്ലീഷ് അറിയില്ല. ഇപ്പം അറിയാം കുറച്ച്, പക്ഷെ അന്ന് തീരെ അറിയില്ല. അപ്പോൾ നമ്മൾ തമ്മിലൊരു സിങ്കായി. അപ്പോൾ നമ്മൾ തമ്മിൽ അപ്പം ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചപ്പം സംസാരിക്കാൻ അറിയാത്തവരും ആശയവിനിമയം നടത്തുന്നുണ്ട്. അപ്പം അതൊരു പ്രശ്നമല്ലായിരുന്നു. അന്നിങ്ങനെ ഈ ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊന്നും ഇല്ല, ഇങ്ങനത്തെ ഫോണുകളില്ല, ഒന്നുമില്ല. എന്നിട്ടും എന്നെ ചൈന വളരെ ആകർഷിച്ചു. അപ്പം ഞാൻ ഷെൻജനിൽ ഇലക്ട്രോണിക് സിറ്റി എന്ന് പറഞ്ഞ ഷെൻജനിലാണ് ഞാൻ ചൈനയിൽ പോയതും താമസിച്ചതും. അപ്പം ഞാൻ ചൈന വെറുതെ ഒന്ന് കാണാൻ പോയപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ചൈന. അന്ന് വിസ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ദിവസത്തെ ഓണറേബിൾ വിസ ഉണ്ടായിരുന്നു ഇന്ത്യക്കാർക്ക്. അപ്പോൾ അത് പ്രകാരം ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓണറേബിൾ അന്ന് കിട്ടിയിരുന്നു. അപ്പോൾ അന്ന് 5 ദിവസത്തെ വിസ കിട്ടും. അത് അങ്ങനെ നിൽക്കും. പിന്നെ വീണ്ടും ഹോങ്കോങ്ങിലേക്ക് തിരിച്ചു വരും. ഹോങ്കോങ്ങിൽ ഓണറേബിളാണ്. അപ്പോൾ തിരിച്ചു വരും, വീണ്ടും ചൈനയിലേക്ക് അങ്ങോട്ട് കയറും. 5 ദിവസം വീണ്ടും കിട്ടും. അങ്ങനെ ഒരു കുറച്ച് ദിവസം നിന്നു. അപ്പോൾ പിന്നെ എനിക്ക് തോന്നി ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്നു. പക്ഷേ നാട്ടിൽ വന്നിട്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. ചൈനയിലേക്ക് തന്നെ ചൈനന്റെ മാസ്മരികത അതിനുള്ള സാധ്യതകൾ ഇപ്പം ബിസിനസ്സിന് എപ്പോഴും ഞാൻ ചിന്തിക്കുന്നത്, നമ്മൾ ഇപ്പം ഇവിടെ ജനിച്ചു വളർന്ന എല്ലാ ആളുകളും അങ്ങനെ ചിന്തിക്കും. ഇപ്പം ഒരു സ്ഥലത്ത് ജനിച്ചു വളർന്ന അവിടെ അവരെ അച്ഛൻ്റെതോ അല്ല മറ്റുള്ള കാര്യങ്ങളിലോ ആയിട്ട് അല്ല സുഹൃത്തുക്കളായിട്ട് അവിടെ ഒരു കച്ചവടം തുടങ്ങും. അവർക്ക് ഈ സാധ്യത വളക്കൂറുള്ള മണ്ണുകളിൽ എവിടെ പോയിട്ടും കൃഷി ചെയ്യുന്ന പോലെ തന്നെ ബിസിനസ്സിന് സാധ്യതയുള്ള സ്ഥലങ്ങളിൽ പോയി ബിസിനസ് ചെയ്യാൻ ആളുകൾക്കൊരു ഭയമാണ്. അവിടെ ഞാൻ കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ ഈ പ്രവാസികളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് അവർക്ക് അവിടെ നിന്ന് ജോലി ചെയ്ത് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വന്ന് ഇവിടെ ഒരു വീട് വെക്കുക, ഇവിടെ ഒരു ബിസിനസ് തുടങ്ങുക, അങ്ങനെ ഒരു ആഗ്രഹമാണല്ലോ പ്രവാസികൾക്ക് പൊതുവേ ഉള്ളത്. അപ്പം സാറിന് അങ്ങനെ ഒരു ആഗ്രഹമായിരുന്നു ഉണ്ടായിരുന്നത്? അല്ല, അങ്ങനെ പ്രവാസികൾക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ജോലിക്ക് പോയത് കൊണ്ട്, അവർക്ക് ഒന്നും ഇല്ലാത്തതിന് ജോലിക്ക് പോയത് കൊണ്ട് അവർ എന്തെങ്കിലും സമ്പാദിച്ച് വീട് വെക്കണം എന്ന് വിചാരിച്ചിട്ട് പിന്നെ അവർ ജോലിക്ക് തന്നെ പോകും. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പ്രവാസിക്ക് ഒരു 10 പൈസൻ്റെ വിലയില്ല. മനസ്സിലായില്ലേ? അപ്പം ഞാൻ ഈ ചൈനയിലേക്ക് പോകുമ്പോൾ ഞാൻ ബിസിനസ്സുകാരനാണ്. ഞാൻ കുറേ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ ചൈന കാണാൻ പോയതാണ്. അങ്ങനെ ചൈന കാണാൻ പോയപ്പോൾ എനിക്ക് പറ്റിയ സ്ഥലമാണെന്നും ഇത് ബിസിനസ്സിന് ഒരുപാട് സാധ്യത, 23 വർഷം വളരെ സാധ്യതയാണ്, ഇന്നും സാധ്യത ഉണ്ട്. അതൊരു വലിയൊരു കടൽ ഇതാണ്. അവിടെ നമുക്ക് എത്ര വേണം ആർക്ക് വേണമെങ്കിലും എടുക്കാം. ഇപ്പം ഞാൻ എല്ലാവരോടും പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ ചൈന ഒരു പ്രാവശ്യം സന്ദർശിക്കാനാണ്. ഓക്കെ. അപ്പം ചൈന സന്ദർശിച്ചാൽ അവർക്ക് അതിൻ്റെ ഒരു സാധ്യതകൾ മനസ്സിലാവും. അപ്പം അതിന് എക്സിബിഷൻ തന്നെ പോയി കഴിഞ്ഞാൽ എക്സിബിഷനിൽ സംഗതികൾ കാണാനേ പറ്റുള്ളൂ. അവിടെ ഒരു സാധനം വാങ്ങാൻ പറ്റില്ല. അതിലും നല്ലത് മാർക്കറ്റുകൾ പോയി കാണുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. അതായത് പർട്ടിക്കുലർലി ഇലക്ട്രോണിക്കിന്റെ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെൻജനിലാണ്. ഇപ്പൊ ഷെൻജനിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഒരുപാട് സാധ്യതകൾ നമുക്ക് കാണാനും മനസ്സിലാക്കാനും അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും. ഇപ്പൊ എക്സിബിഷനിൽ പോയി നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ അതുമല്ല, എല്ലാ കമ്പനികളും എക്സിബിഷനിൽ വരില്ല. വലിയ വലിയ കമ്പനികളും കുറച്ചൊക്കെ വരുള്ളൂ. അപ്പോൾ അവിടെ അതിനും ഒരു ഇതുണ്ട്. പിന്നെ അവർ എക്സിബിഷനിലുള്ള ഇപ്പൊ കാന്റൈൻ ഫെയറിൽ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, അവർ നോക്കുന്നത് ഇന്ത്യക്കാരുടെ ബിസിനസ്സേ അല്ല, അവർ യൂറോപ്യൻ ബിസിനസ്സാണ് നോക്കുന്നത്. അപ്പോൾ അവിടെ പ്രൈസ് അധികമാണ്. അപ്പോൾ ആളുകൾക്ക് അത് അവിടുന്ന് വാങ്ങാൻ പറ്റില്ല. പിന്നെ അവർക്ക് മിനിമം ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളിൽ ഒരു പുതിയ ആളുകൾക്ക് അവിടുന്ന് ബിസിനസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ആളുകളെ 2 ദിവസം കഴിഞ്ഞ് നിർത്തിയിട്ട് പിന്നെ മാർക്കറ്റിലേക്ക് പോവുക ചെയ്യുന്നത്. അപ്പോൾ ബന്ധം അത് ഉണ്ടാക്കിയിട്ട് ഇപ്പം ഞാൻ അവിടെ പോയി കണ്ടപ്പം എനിക്ക് തോന്നി ഇവിടെ ഭയങ്കരമായിട്ട് സാധ്യത ഉണ്ട്. അങ്ങനെയാണ് ഞാൻ അവിടെ നിന്നത്. അപ്പം ട്രേഡിങ്ങിന് ഒരു സാധ്യത ഉണ്ട്. അപ്പോൾ അവിടെ അനുവദിക്കുന്ന ഒരു ബിസിനസ് അതാണ്. ട്രേഡിങ്ങും റെസ്റ്റോറൻ്റാണ് ചൈന വിദേശികൾക്ക് അനുവദിക്കുന്നത് ഇപ്പോഴും അപ്പോഴും. അല്ലാതെ
വല്ല ഡ്രൈവർ ചെയ്തിട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മളൊരു ടെക്നിക്കൽ കഴിവുള്ള ആളാണെങ്കിൽ ആ കമ്പനി ആവശ്യപ്പെട്ടാൽ ഗവൺമെന്റിലേക്ക് ആ കമ്പനി ആവശ്യപ്പെടണം ഇയാളെ ആവശ്യമുണ്ട്. അപ്പോൾ ആ സാധ്യത അവിടെ ഉണ്ടാകണം. അവർക്ക് മാത്രമാണ് ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാതെ ഈ മറ്റുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ജോലി അന്വേഷിച്ച് നമുക്ക് ജോലിക്ക് എവിടെയും കയറാൻ പറ്റില്ല. അങ്ങനെ വിസ കിട്ടൂല. ഇങ്ങനെ കിട്ടും. പിന്നെ വിസ കിട്ടുന്നത് അവിടെ കല്യാണം കഴിച്ചാലാണ് വിസ കിട്ടുക. അപ്പൊ അങ്ങനെ ചെയ്യാം. അപ്പൊ അത് വിദേശികളൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ ടീച്ചേഴ്സിന്, യോഗ ടീച്ചേഴ്സിന്, ഇന്ത്യൻ യോഗ ടീച്ചേഴ്സിന് ഭയങ്കര സാധ്യത ഉള്ള സ്ഥലമാണ്. പിന്നെ ഇന്ത്യക്കാരെ ടീച്ചേഴ്സായിട്ട് അവർ അധികം ഇഷ്ടപ്പെടുന്നില്ല. കാരണം നമ്മളെ എസെന്റ് അവർക്ക് വലിയ ഇഷ്ടമല്ല. അതേ സമയത്ത് വിദേശികളാണ് അവർ അതിൽ കൂടുതൽ ഇമ്പോർട്ട് ചെയ്ത്. വിദേശികൾ ഇംഗ്ലീഷാണല്ലോ സംസാരിക്കുന്നത്. അവർക്ക് എഡ്യൂക്കേഷൻ ഒന്നും വേണ്ട, ഇംഗ്ലീഷ് സംസാരിച്ചാൽ മതി. അപ്പൊ ആ രീതിയിൽ അതിന് അവർക്ക് ഒരുപാട് സാധ്യത. പക്ഷെ ഇന്ത്യക്കാർ ഒരു നല്ല ആളുകൾ ഒരുപാട് ബിസിനസ് ചെയ്യുന്നുണ്ട് ചൈനയിൽ ഇപ്പം. പിന്നെ അങ്ങനെയാണ് ചൈനയിലുള്ള കാര്യങ്ങൾ. ഓക്കെ. സാറിൻ്റെ ചൈനയിലേക്കുള്ള യാത്രയിൽ നമ്മൾ ഒരു ബിസിനസ് ഒരു പുതിയ സ്ഥലത്തേക്ക് പോകുന്നു. അപ്പം ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയ്ക്ക് സാറിന് അവിടെ ഫേസ് ചെയ്യേണ്ട വന്ന ചാലഞ്ചസ്? അതായത് ഞാൻ ലോകത്ത് യൂറോപ്യൻ കൺട്രീസ്, ഏഷ്യൻ കൺട്രീസ്, എല്ലാ രാജ്യങ്ങളും സന്ദർശിച്ച് പോയ ആളാണ്. അപ്പം ഇവർ വിദേശി എന്നുള്ള രീതിയിൽ ഏറ്റവും റെസ്പെക്റ്റും നമുക്കൊരു നല്ല വില കിട്ടുന്ന രാജ്യമാണ് ചൈന. അവർക്ക് നമ്മൾ ബിസിനസ്സുകാരാണ്. അവർ വളരെ, പിന്നെ അതുമല്ല അവരങ്ങനെ പഠിപ്പിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. നമ്മളെ ഒരു വളരെ റെസ്പെക്റ്റാണ്. ഒരു രാജ്യത്ത് നമ്മൾ ജോലിക്കാരായിട്ടാണോ മറ്റൊക്കെ കാണുന്നത്, അല്ലെങ്കിൽ ഓരോക്കാട്ടും കുറഞ്ഞ ആളുകളായിട്ടാണ് കാണുന്നത്. ചൈനയിൽ അങ്ങനെ ഇല്ല. ചൈനയിൽ പിന്നെ അവരെ ദൈവം എന്ന് പറഞ്ഞാൽ പണമാണ്, ബിസിനസ്സാണ് അവരുടെ. അതിൽ കൂടുതൽ അവർക്ക് വേറെ വിശ്വാസങ്ങളൊന്നുമില്ല. ഭാഗ്യത്തിനല്ല എന്തെങ്കിലുമൊക്കെ നടക്കുന്നതല്ല, അല്ലാതെ അവരെ വിശ്വാസം പണമാണ്. പണമില്ലെങ്കിൽ ഒന്നിനും പറ്റില്ല എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പൊ അതങ്ങനെയാണ് അവരെ. ഓക്കെ. അപ്പം പിന്നെ നമുക്ക് ഇനി കുറച്ച് ലീഗലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാം. ചൈനയിൽ നിന്ന് നമുക്ക് പ്രോഡക്റ്റ് കൊണ്ടുവരുമ്പോഴത്തേനും അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലീഗലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പിന്നെ ഇടയ്ക്ക് നമ്മൾ മൂവ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് ബോറിംഗ് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യം ലീഗലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാം. ഒരു ഇമ്പോർട്ട് എക്സ്പോർട്ട് ബിസിനസ്സിൽ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് IEC കോഡ്, ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്കത് ഡയറക്ടർ ജനറൽ ഓഫ് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്സിൽ നമുക്ക് പോയിട്ട് നമുക്കൊരു 10 അക്ക കോഡ് നമുക്ക് ആവശ്യമുണ്ട് ഇമ്പോർട്ട് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻ കേസ് ഒരു സംരംഭകന് ഈ ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ്സ് എങ്ങനെ കരസ്ഥമാക്കാം, അല്ലെങ്കിൽ ഇൻ കേസ് അങ്ങനെ ഒരു ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ് ഇല്ലാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് എങ്ങനെ ഇവിടെ വേറെ സോഴ്സസ് വഴി നമുക്ക് അവർക്ക് സാധനങ്ങൾ എത്തിക്കാനുള്ള സാധ്യതകളുണ്ടോ? ഒന്നാമത് ഈ ഇമ്പോർട്ട് എക്സ്പോർട്ട് ലൈസൻസ് പറഞ്ഞാൽ വളരെ ലളിതമാണ്. ഒരു ഇന്ത്യക്കാരനാണെന്നുള്ള ഇത് അറിയിക്കുക എന്നുള്ളതുള്ളൂ. അതായത് നിങ്ങളുടെ ID കാർഡ്, പിന്നെ നിങ്ങൾ ഒരു സ്ഥാപനം നടത്തുന്നതിന്റെ അഗ്രിമെന്റ്, പിന്നെ അതിന്റെ ടാക്സ് അടിച്ച കടലാസ്, ഇത് 3 ഉണ്ടെങ്കിൽ ഒരു ലോയർ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് ഇമ്പോർട്ട് ലൈസൻസ് IE കോഡ് കിട്ടും. വളരെ സിമ്പിളാണ്. ആകെ അതിന് ചെറിയ പൈസ ചെലവുള്ളൂ. ഒരു 5000-6000 രൂപയാണ് മാക്സിമം അവർ ചാർജ് ചെയ്യുന്നത്. അവർ സർവീസ് ചാർജ് അടക്കം അതാണ്. അത് 2 ദിവസം കൊണ്ട് കിട്ടും. അതിന് റിന്യൂവൽ ഒന്നുമില്ല. ജീവിതകാലം മുഴുവനും ഒരു നമ്പർ, അതായത് നിങ്ങളിവിടെ ഇന്ത്യക്കാരനാണെന്നുള്ള ഒരു ഇതാണ്. അതൊരു 10 അക്ക നമ്പർ അല്ലേ? അതെ, ആ 10 അക്ക നമ്പർ, അതാണ് IE കോഡ്. അതുണ്ടെങ്കിൽ സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് അതിന്റെ ഒരു വഴി. പിന്നെ പിന്നെന്താണ് അറിയേണ്ടത്? വേറെ എന്തൊക്കെയാണ് ലീഗൽ സൈഡ് പറഞ്ഞു കഴിഞ്ഞാൽ GST കൂടി നിർബന്ധമാണ്. അപ്പൊ പിന്നെ ഈ ആൾക്ക് ഈ GST വേണം. GST ഒക്കെ ഇപ്പോൾ ഓൺലൈനിൽ ചെയ്യുന്നുണ്ടല്ലോ, അതൊരു പ്രശ്നമില്ല. ഇപ്പൊ ചൈനയിൽ എന്താ എന്ന് വെച്ചാൽ, ചൈനയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ക്വാണ്ടിറ്റി, ഒരു കണ്ടെയ്നർ ക്വാണ്ടിറ്റി സാധനം എടുത്താലാണ് നിങ്ങൾക്ക് അവിടുന്ന് പിന്നെ വില, അതായത് 2-3 തരമുണ്ട്. ഇപ്പോൾ ഒരു ഫാക്ടറിയിൽ നിങ്ങൾ എക്സ് പ്രൈസ് എന്ന് പറഞ്ഞിട്ട് സാധനം തരും. അതായത് ഫാക്ടറിയിൽ ഡെലിവറിയാണത്. ഇപ്പോൾ ഫാക്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ 100 കിലോമീറ്റർ 500 കിലോമീറ്റർ ഉള്ളിലായിരിക്കും, പോർട്ടിന്റെ ഉള്ളിൽ നിന്ന്. നമ്മളിപ്പോ പല സ്ഥലങ്ങളിലായിരിക്കും. അപ്പൊ നമ്മള് ഈ പോർട്ടിൽ നിന്ന് ഈ കണ്ടെയ്നർ വണ്ടി ലോഡ് ചെയ്താൽ അവിടെ പോയി എടുത്ത് എല്ലാ എക്സ്പെൻസും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ബെയർ ചെയ്യണം. അതേ സമയത്ത് പ്രൈസ് തരുന്നത് FOB പ്രൈസ് ആണെങ്കിൽ അവര് ഫ്രീ ബോർഡാണ്. അതായത് അവർ ബോർഡിൽ അവരാണ് അതിന്റെ എല്ലാ ചെലവുകളും, അത് ഇൻക്ലൂഡിംഗ് ആണ് ആ പ്രൈസ്. ഫ്രീ ഓഫ് ബോർഡിങ്. അപ്പൊ ആ പ്രൈസ് എല്ലാം കൂടി ഇൻക്ലൂഡിംഗ് ആണ്. അപ്പൊ അതുകൊണ്ട് കസ്റ്റമറിന് അതിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. കാരണം അതിന്റെ മുകളിൽ അവർക്ക് ഈ ഓഷ്യൻ ഫ്രൈറ്റ് മാത്രമേ എക്സ്ട്രാ വരുള്ളൂ നാട്ടിലെത്താനല്ലേ, അപ്പൊ ഡെസ്റ്റിനേഷനിൽ എത്താനല്ലേ. അപ്പൊ അതുകൊണ്ട് മറ്റേതെന്താ വെച്ചാൽ അൺനെസസറി എക്സ്പെൻസ് അതിൻ്റെ ഉള്ളിൽ കയറി വരും. അപ്പൊ ഇവരുടെ കാൽക്കുലേഷൻ കറക്റ്റ് ആവില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എക്സ്പ്രൈസിന്. പക്ഷെ ചില ആളുകൾക്ക് ഫുൾ കണ്ടെയ്നർ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഫാക്ടറി പിന്നെ MOQ തരുന്ന കണ്ടെയ്നർ അല്ലെങ്കിൽ തരും, അവിടെ നിന്ന് എടുക്കണം. അവർ FOB തരൂല. മനസ്സിലല്ലേ?
പിന്നെ നിങ്ങൾക്ക് അവർക്ക് അത് ചൈനയിലെ ബിസിനസ്സിൻ്റെ സ്വഭാവം എന്താ വെച്ച് കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ബേസ് ആണ് പ്രൈസ്. ഇപ്പോൾ നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി കൂടുന്നോ, അപ്പോൾ അത് നിങ്ങളിപ്പോൾ 20 ഫൂട്ട് എടുക്കുന്നത് 40 ഫൂട്ട് ആണെങ്കിൽ അതിന് വീണ്ടും വില കുറച്ച് കിട്ടും. ഓക്കെ, ക്വാണ്ടിറ്റി ബേസ് ആണ് അവിടെ പ്രൈസ്. ക്വാണ്ടിറ്റി കൂടുന്നതനുസരിച്ച്. അപ്പൊ ഇവിടെ തന്നെ വലിയ ബൾക്കിൽ സാധനം കൊണ്ടുവരുന്ന ആളുകൾക്ക് അവിടെ ചെറിയ ബൾക്ക് സാധനം വാങ്ങി കൊണ്ടുവരുന്നവർക്ക് വിൽക്കാൻ കഴിയാത്തതിന്റെ ഒരു കാരണം അവരുടെ പ്രൈസ് ഡിഫറൻസ് ഒന്ന്. രണ്ടാമത് ഈ സംഗതികൾ ഞങ്ങളുടെ ആവശ്യം എന്താ വെച്ചാൽ ഇപ്പൊ റൂട്ട് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നല്ല സാധനം കിട്ടുന്ന ഒരു കമ്പനിയിൽ നിന്ന് സാധനം വാങ്ങാൻ കഴിയണം. അതല്ലെങ്കിൽ ഇയാൾ ഏതെങ്കിലും കമ്പനിയിൽ പോയിട്ട് വാങ്ങിയിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇയാൾക്ക് പിന്നെ അടുത്ത ആൾ അതിനെക്കാട്ടി കുറഞ്ഞ സ്ഥലത്താണ് വാങ്ങിച്ച് ഇയാൾക്ക് ഇവിടെ വിൽക്കാൻ പറ്റില്ല. അതോടെ അയാളെ കച്ചവടം പൂട്ടും. മനസ്സിലല്ലേ? അപ്പം അത് ഒരു പ്രധാനമാണ്. പിന്നെ രണ്ടാമത്തെ എന്താ പ്രശ്നം വെച്ചാൽ പുതിയ ആൾ വന്നാൽ എന്തുകൊണ്ടാണ് ഞങ്ങളെപ്പോലെയുള്ള ആളുകളുടെ ആവശ്യം വരുന്നത് എന്ന് വെച്ചാൽ ഇവർക്ക് ഇപ്പം നമ്മളെ നാട്ടിൽ തന്നെ ഈ നിങ്ങൾക്ക് ഇവിടുന്ന് ഡൽഹിയിലോ അല്ലെങ്കിൽ രാജസ്ഥാനിലോ അല്ലെങ്കിൽ ഇവിടെ പോയിട്ട് സാധനങ്ങൾ വാങ്ങാനും ബുദ്ധിമുട്ട്. കാരണം നിങ്ങൾക്ക് പരിചയമില്ല ഈ കമ്പനി എന്താണ്, അവിടെ അത് പിന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നമ്മൾ ഓർഡർ കൊടുത്താൽ അതിനെ തരുമോ, അതെന്നെ ആ സാധനം തന്നെയാണ് എന്നൊക്കെ പല പ്രശ്നങ്ങളും നിങ്ങളെ മനസ്സിൽ ഇവിടെ തന്നെ പ്രശ്നമാണ്. അപ്പം നിങ്ങൾ ഈ വേറെ രാജ്യത്ത് പോകുമ്പോൾ എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എവിടെയാണ് ഇതിന്റെ ശരിയായിട്ടുള്ള കമ്പനി കിടക്കുന്നത്, പിന്നെ ആ കമ്പനി ലീഗൽ കമ്പനിയാണോ, പിന്നെ അതിന് അല്ലാതെ പിന്നെ കടലാസ് കമ്പനിയാണോ, ഇങ്ങനെ ഒരുപാട് ഫേക്ക് കമ്പനി ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അങ്ങനെയാണോ, അതൊന്നും ഈ കസ്റ്റമറിന് മനസ്സിലാവില്ല. കസ്റ്റമർ ഓൺലൈനിൽ കണ്ടിട്ട് അവരോട് ഇതാവും. പിന്നെ ഇപ്പൊ എൻ്റെ അടുത്ത് തന്നെ ഈ അടുത്ത് ഇപ്പൊ 2-3 മാസം മുമ്പ് എൻ്റെ ഒരു ക്ലയന്റ് വന്നിരുന്നു. അപ്പൊ അയാളുടെ വേറൊരു ഫ്രണ്ട് ഇയാൾ ഇമ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് അയാളോട് ചോദിച്ചു. കാരണം അവർ ഒരു കണ്ണൂരിലൊരു കമ്പനിയാണ്. അവർ ഒരു ഓൺലൈനിൽ ഇതേമാതിരി സ്റ്റീലിൻ്റെ എന്തോ പ്രോഡക്റ്റുകൾ 38-50 ലക്ഷം റുപ്യൊക്കെ വാങ്ങി പൈസ കൊടുത്തിട്ട് ഫുൾ പേയ്മെൻറ്റ് കൊടുത്തിട്ടും സാധനം വരുന്നില്ല. അപ്പോൾ അത് വാങ്ങാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിരുന്നു. അപ്പം ഞാൻ അവരോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അങ്ങനെയായിട്ട് അത് പറഞ്ഞ് ഞാൻ ഇവിടുന്ന് എൻ്റെ സ്റ്റാഫിനെ ആളെ പറഞ്ഞയച്ചു. അവരായിട്ട് ബന്ധപ്പെട്ടു. അതിന് കുറച്ച് പൈസ ബാക്ക് കിട്ടി, ഇനിയും കിട്ടിയിട്ടില്ല. അത്രയും പൈസ എന്താ വെച്ചാൽ ഓൺലൈനിൽ വില കുറഞ്ഞ് കണ്ടിട്ട് ചാടി വീഴുന്ന. അപ്പൊ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലീഗലി മൂവ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് പൈസ പോയത് കിട്ടണമെങ്കിൽ കുറേ പണിയാണ്. അങ്ങനെയല്ല, ആദ്യം ഉണ്ട് ചൈനയില്. അതെന്താ കാരണം എന്ന് വെച്ചാൽ ചൈനയില് വാസ്തവത്തിൽ ആളുകളുടെ ഒരു തെറ്റിദ്ധാരണ എന്താ വെച്ചാൽ ചൈനയിലെ സാധനങ്ങൾ മോശമാണ്. പക്ഷെ അല്ല, അതെന്താ തെറ്റിദ്ധാരണയാണ്. എന്താ കാരണം വെച്ചാൽ ചൈന എന്ന് ചെയ്യുന്നത് ഇപ്പൊ അമേരിക്കയിൽ ട്രംപ് പോലും പ്രശ്നം എന്താ വെച്ചാൽ ചൈനയിലെ സാധനമാണ് അവിടുത്തെ പ്രശ്നം. ഈ ലോകം മുഴുവനും ചൈനയിലെ സാധനം. നിങ്ങൾക്ക് ഏത് ക്വാളിറ്റി ആണോ വേണ്ടത് അത് അവരുണ്ടാക്കി തരും. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ വില കുറച്ച് നിങ്ങൾക്ക് വില കുറച്ച് അതിന്റെ പെയിന്റ് പല കാര്യങ്ങളും മെറ്റീരിയൽ അതൊക്കെ അതിന്റെ ഭാഗങ്ങളാണ്. നിങ്ങൾ കുറഞ്ഞത് ചോദിക്കുമ്പോൾ അത് കുറഞ്ഞത് ഉണ്ടാക്കി തരും. നിങ്ങൾക്ക് നല്ലത് ക്വാളിറ്റി വേണമെങ്കിൽ നല്ലത് ഉണ്ടാക്കി തരും. ഇപ്പൊ കുറെ കമ്പനികൾ നല്ല ക്വാളിറ്റി ഇന്ത്യക്ക് സാധനം സപ്ലൈ ചെയ്യാത്തവരുണ്ട്. കാരണം നല്ല ക്വാളിറ്റി മാത്രം അവർക്ക് അതിന് മാർക്കറ്റ് ഉണ്ട്. പിന്നെ കുറഞ്ഞ ക്വാളിറ്റിന്റെ പിന്നാലെ നടക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള കമ്പനികളുണ്ട്. ഇന്ത്യയിലൊക്കെ നമ്മൾ ഇല്ല, ഞങ്ങൾ ചെയ്യുന്നില്ല എന്ന് പറയും. കാരണം അവിടെ ഇന്ത്യയിലൊക്കെ എപ്പോഴും കുറഞ്ഞ ക്വാളിറ്റി വിറ്റ് പക്ഷെ ഇവിടെ ബ്രാൻഡ് ചെയ്യുന്ന ആളുകൾ കുറച്ച് നന്നാക്കിയിട്ട് എടുക്കും. കാരണം അവർക്ക് ആ ബ്രാൻഡിന്റെ വാല്യൂ നഷ്ടപ്പെടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങനെ ചെയ്യുന്നത്. അപ്പം അതിന് ഞങ്ങളെപ്പോലത്തെ ആളുകൾ ആവശ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സോഴ്സിങ്. അപ്പോൾ ഞങ്ങളൊരു പാർട്ടി വന്നാൽ ഞങ്ങൾ ആദ്യം കസ്റ്റമേഴ്സിനോട് ചൈനയിലേക്ക് വരാനാണ് പറയുക. കാരണം കസ്റ്റമർ നേരിട്ട് ഞങ്ങൾ പല ഫാക്ടറികൾ അവർക്ക് കാണിച്ചു കൊടുക്കും. ഒരു പ്രൊഡക്റ്റിന് തന്നെ ഇപ്പോൾ നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് വേണമെങ്കിൽ ഞങ്ങൾ പല ഫാക്ടറികളും ഒന്നിലധികം ഒരു 5-10 അല്ലെങ്കിൽ മിനിമം 5 ഫാക്ടറിയെങ്കിലും കസ്റ്റമർ വിസിറ്റ് ചെയ്യും. അപ്പോൾ കസ്റ്റമറാണ് തീരുമാനിക്കുന്നത് ഏത് ഫാക്ടറിയിൽ നിന്നാണ് ഇത് എടുക്കാൻ നല്ലത്. കാരണം അയാൾ വിൽക്കുന്ന സാധനമാണല്ലോ. അപ്പോൾ അയാൾ അത് കണ്ടുമ്പോൾ അയാൾക്ക് മനസ്സിലാവും ഏത് ഫാക്ടറിയിൽ നിന്നാണ് എടുക്കാൻ നല്ലത്. അത് സാധാരണഗതിയിൽ ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ എല്ലാവരോടും പറയും ചൈനയിൽ വന്ന് നിങ്ങൾക്ക് പോകാൻ 75,000 രൂപയുടെ സുഖമായിട്ട് വന്ന് പോകാം. എല്ലാ ചെലവും താമസിച്ചും ഭക്ഷണം കഴിച്ചിട്ടൊക്കെ തിരിച്ചു പോരാ. അതേ സമയത്ത് അധികം പൈസ ചെലവാക്കണമെങ്കിൽ പലരും ചെലവാക്കാലോ. അതിപ്പോൾ എന്തിനും ചിലവാക്കുക. അപ്പോൾ അയാൾക്ക് ഫസ്റ്റ് ക്ലാസ് പോകണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സ്വഭാവം മാറിയില്ലേ. അപ്പം നമ്മളൊരു ബിസിനസ്സിന് പോകുമ്പോൾ നമുക്കൊരു 75, കാരണം അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ്, വിസ, മറ്റുള്ള ഫുഡ്, ഹോട്ടലൊക്കെ ചാർജ് അവിടെ കുറവാണ്. പിന്നെ അതെല്ലാം കൂടി ആയിട്ട് ഒരു 75,000 ഉണ്ടെങ്കിൽ അയാൾക്ക് സുഖമായിട്ട് പോയി വരാം. അങ്ങനൊന്നുമില്ല, അവിടെ അങ്ങനൊന്നുമില്ല. പക്ഷെ ഈ കാൻഡിഡേറ്റ് ഫെയർ വർഷത്തിൽ 2 പ്രാവശ്യമാണ്. ഒന്ന് ഏപ്രിൽ 15 സ്റ്റാർട്ട് ചെയ്യും, പിന്നെ ഒന്ന് ഒക്ടോബർ 15. കാൻഡിഡേറ്റ് ഫെയർ കാണുന്നത് ഒരു എക്സ്പീരിയൻസ് ആണ് ഒരു പ്രാവശ്യം. പക്ഷെ അവിടെ നിന്നൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല.
അവിടുന്ന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ വാങ്ങാനും പറ്റില്ല. നിങ്ങൾ വിൽക്കുന്ന സാധനമാണെങ്കിൽ അവിടെ വില കൂടുതലാണ് പറയാം. പിന്നെ ഇതേ ഫാക്ടറിയിൽ നമ്മൾ ചിലപ്പോൾ നേരിട്ട് പോയി കഴിഞ്ഞാൽ നെഗോഷിയേറ്റ് ചെയ്താൽ കുറച്ച് പൈസ കുറച്ച് വരും. അതല്ലാതെ ഈ കാൻഡിഡേറ്റ് ഫെയറിൽ വരുമ്പം പിന്നെ അല്ലാത്ത ഒത്തിരി ഫാക്ടറികളുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ അവിടെ ചെറുകിട ഇഷ്ടംപോലെ ഫാക്ടറികളുണ്ട്, അവർക്ക് ബിസിനസ് വേണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഫാക്ടറി അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഈ കാൻഡിഡേറ്റ് ഫെയറിലെ കമ്പനിക്കാർ നിങ്ങളെ വിസിറ്റ് ചെയ്യാൻ കൊണ്ടുപോകും ഇതിൽ. പക്ഷേ നിങ്ങൾ കാൻഡിഡേറ്റ് ഫെയറിൽ വെച്ച് വില ചോദിച്ചാൽ വില കൂടുതലാണ്. ഇതേ സംഗതി നിങ്ങൾ അതേ ഫാക്ടറി പോയിട്ട് നെഗോഷിയേറ്റ് ചെയ്താൽ കുറച്ച് കിട്ടും. കാരണം അവിടെ അവർ അടുത്ത കോമ്പറ്റീറ്റർ അവിടെ അടുത്തുണ്ട്. അപ്പോൾ അവരുടെ മുന്നിൽ അവർക്ക് മോശമാണ്, ഒരിക്കലും വില കുറച്ചല്ല. മാത്രമല്ല നമ്മുടെ ഇന്ത്യക്കാരെ പോലെയല്ല, വിദേശികൾ വില കുറഞ്ഞാൽ മോശമാണെന്നുള്ള അഭിപ്രായക്കാരാണ്. ക്വാളിറ്റി അങ്ങനെ ഒരു പ്രശ്നം. ഓക്കെ, അവരുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണ്? വില കുറഞ്ഞു കഴിഞ്ഞാൽ അത് മോശമാണ്. അപ്പൊ അവർ ആ മൈൻഡ് സെറ്റിലാണ്. അപ്പൊ അവർ അവിടെ നിന്ന് ചെയ്യൂല. അതാണ് അതിന്റെ കാരണം. ഇപ്പൊ ഒരാൾ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ഒരാൾ ഫ്രണ്ട്സുമായിട്ട് പോയി കഴിഞ്ഞ് അവിടെ പോയി നമുക്ക് ഇതെല്ലാം അന്വേഷിക്കാൻ പറ്റുമോ? എങ്ങനെ അന്വേഷിക്കുക? ഒറ്റയ്ക്ക് പോകും. ഞങ്ങളെപ്പോലത്തെ ഒരു സഹായമാണ് ഏറ്റവും ആവശ്യമാണത്. ആവശ്യം. പിന്നെ നിങ്ങൾ എക്സ്പീരിയൻസ് ആയാൽ നിങ്ങൾക്ക് ആകാം. ഇപ്പം ഞാനും ഒറ്റയ്ക്ക് പോയിട്ട് ആയത് തന്നെയാണല്ലോ. അപ്പോൾ നിങ്ങൾ കുറേ എക്സ്പീരിയൻസ് ആകുമ്പോൾ നിങ്ങൾക്ക് ആകാം. ഡീല് ചെയ്യണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ട്. ഉദാഹരണം പറയാം, ഇപ്പം നിങ്ങൾക്ക് പരമാവധി വിസ കിട്ടുകയാണെങ്കിൽ ഒരു മാസത്തെ വിസ ആണ് ഫസ്റ്റിൽ അലോ ചെയ്യാം. ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് അറിയില്ല, അപ്പോൾ നിങ്ങൾ ഓൺലൈനിൽ കണ്ടു, അവർ നിങ്ങളെ വിളിക്കാൻ വന്നു. അപ്പോൾ അവർ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പഠിക്കാനൊന്നും പറ്റില്ല, അവർ ഫേക്കാണോ ഒന്നും മനസ്സിലാവില്ല. കാരണം ഞാനൊരു ട്രേഡ് ചെയ്യുന്ന ആണെന്ന് ഞാൻ ഒരു കമ്പനിയായിട്ട് ടൈപ്പ് ഉണ്ടാക്കുന്നു, ഞാൻ കസ്റ്റമറെ തരാം, ഞാൻ കൊണ്ടുവരാന്ന് പറയും. അപ്പം ഞാൻ എൻ്റെ ഫാക്ടറി എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയി കാണിക്കുക. അത് ഇയാൾക്കൊന്നും മനസ്സിലാവില്ല. കമ്പനീൻ്റെ വണ്ടി വരും, നിങ്ങൾ ഇയാളെ അവിടുന്ന് പിക്കപ്പ് ചെയ്യും, കൊണ്ടുപോകും, കാണിച്ചു കൊടുക്കും, അതാക്കും, പോകും. അപ്പോൾ വില പറയും, ഓർക്കാൻ പറയും. അപ്പോൾ ഇതാണ് വില എന്ന് പറയും. അങ്ങനെ ഏകദേശം ഒരു വില സംസാരിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പം ഇയാളത് സൂട്ടബിൾ ആണെന്ന് വിചാരിച്ചിട്ടാണ് ഇവരത് കൊണ്ടുപോകുന്നത്. അപ്പം പിന്നെ അവിടെ വേറെ പ്രശ്നങ്ങളില്ല. അപ്പം പരമാവധി കുറയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇത് ചെയ്യും. അപ്പം അത് ട്രേഡായിരിക്കും, നേരിട്ട് ആയിക്കൊള്ളണമെന്നില്ല, നേരിട്ടുള്ളതും ഉണ്ടാകാറുണ്ട്. അത് രണ്ടും സംഭവിക്കാം. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ, കമ്പനീൻ്റെ ആദ്യം ഞങ്ങൾ കസ്റ്റമർ വരികയാണെങ്കിൽ കസ്റ്റമർ ഞങ്ങളുടെ അഡ്വാൻസ് ആയിട്ട് പറയും എന്താ പ്രോഡക്റ്റ് വേണ്ടത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഓൺലൈനിൽ ഞങ്ങളുടെ സ്റ്റാഫ് ഉണ്ട്, അവരൊരു ചൈനീസ് സ്റ്റാഫ് ഉണ്ട്. ഇല്ല, ഞാൻ കൊണ്ടുപോകുന്നില്ല. ചൈനയിൽ വന്നാൽ ഞങ്ങൾ എന്നോട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ചൈനയിൽ നിന്ന് അവർ റിസീവ് ചെയ്യും, എല്ലാ ഹെൽപ്പും ചെയ്ത് കൊടുക്കും. എക്സാമ്പിൾ ഞാനിപ്പം എന്റെ ചാനലിലുള്ള കുറച്ച് ആൾക്കാർ 10 പേര് അനുസരിച്ച് നമ്മൾ ചൈന വരുന്നത് വെച്ചോ, ബിസിനസ്സിനാണെങ്കിൽ ഞാൻ എല്ലാ ഹെൽപ്പും ചെയ്ത് കൊടുക്കും. അല്ലാത്തത് ഞാൻ ഏർപ്പാടാക്കി കൊടുക്കും. കാരണം ഞാൻ ടൂർ പ്രോഗ്രാം നടത്തുന്നില്ല, ചൈന ടൂർ പരിപാടിയൊന്നും നടത്തുന്നില്ല, മനസ്സിലായി? ഞാൻ ചൈനയിലെ ബിസിനസ്സിന്റെ കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കുന്നത്. ബാക്കി ടൂറിന് വരുന്നവരുണ്ട്, അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇനിയിപ്പോൾ അവിടെ നിന്ന് വേണമെങ്കിൽ ഞാൻ ചൈനീസ് പിന്നെ സ്റ്റാഫിനെ ആളുകളെ ഞാൻ അവർക്ക് ഇതായിട്ട് ഇംഗ്ലീഷ് അറിയുന്ന കുട്ടികളെ അവർക്ക് ഏർപ്പാടാക്കി കൊടുക്കും. അപ്പോൾ അവരായിട്ട് നമുക്കതിൽ പൈസ ഒന്നും ആവശ്യമില്ല, നമ്മളൊരു ഹെൽപ്പ്. അതിപ്പോൾ നമുക്ക് അങ്ങനെ ഇപ്പോൾ എല്ലാത്തിനും കാശ് വാങ്ങാൻ പറ്റില്ലല്ലോ. ശരിയാണ്. അല്ല സാർ, അവിടെയുള്ള ബിസിനസ് സ്ഥാപനങ്ങളിൽ ഡീൽ ചെയ്യുമ്പോൾ അതാണ് ഞങ്ങളുടെ ജോലി. അപ്പോൾ ഞങ്ങളിപ്പോൾ ട്രാവൽസിനെ പോലെ തന്നെയാണ്, ഒരു സർവീസ് ഓറിയന്റഡ് ആണ്. ഞങ്ങളത് പിന്നെ ട്രേഡിങ് ചെയ്യുന്നില്ല. ട്രേഡിങ് വേണ്ടെങ്കിൽ അത് വേറെ ടേംസ് ആണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു സാധനം വേണമെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ വരേണ്ട ആവശ്യമില്ലല്ലോ. സാമ്പിൾ നമുക്ക് കാണിച്ചു തന്നു, അല്ലെങ്കിൽ പറഞ്ഞാൽ ആ സാധനത്തിന് ഞങ്ങൾ ഇത്ര വിലക്ക് വരണം, ഇവിടെ ഇറക്കി കൊടുക്കുമ്പോഴാണ് കാശ് കിട്ടുന്നത്. അതെ, മറ്റേത് അതല്ലല്ലോ. അപ്പോൾ ഒരു കസ്റ്റമർ വരുന്നു, അവർ കുറേ കാര്യങ്ങൾ പഠിക്കണം അവർക്ക്, എന്നിട്ട് അവർ അത് അവിടെ തീരുമാനം എടുക്കുന്നു, എന്നിട്ട് ഓർഡർ കൊടുക്കുന്നു. ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ 30% കൊടുക്കാതെ ചൈനയിൽ എവിടെയും ഓർഡർ സ്വീകരിക്കില്ല, എവിടെയും സ്വീകരിക്കില്ല. 30% ഡിപ്പോസിറ്റ് വരാതെ സ്വീകരിക്കില്ല. 30% കൊടുക്കുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും നമ്മൾ വിശദമായി പറയുകയും ചെയ്യുകയും ഒക്കെ വേണം. അതിന് മുമ്പ് ഞങ്ങൾ അവരുടെ ലൈസൻസ് കാര്യങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ പരിശോധിക്കും. ഇപ്പോൾ ഒരു കസ്റ്റമർ നേരിട്ട് വേഗമൊന്നും പരിശോധിക്കാൻ കഴിയില്ല, അതിനുള്ള കമ്മ്യൂണിക്കേഷൻ അതിനെ പറ്റില്ല, അവർക്ക് പറ്റുന്ന കാര്യമല്ല. അപ്പോൾ ഞങ്ങൾ അതിനെപ്പറ്റിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിക്കും, ഇത് ചെയ്യും. അപ്പോൾ അത് പ്രകാരമാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ ലോക്കൽ കമ്പനിയാണെന്നപ്പോൾ അവർ ഞങ്ങളോട് ഒന്നും കളിക്കൂല, കാരണം അവർക്കറിയാം, ഞങ്ങൾക്കൊക്കെ അറിയാം, മനസ്സിലല്ലേ? അപ്പോൾ അതുമല്ല ഞങ്ങൾ ആ ഒരു ഞങ്ങൾക്ക് വേണ്ടിയല്ലല്ലോ, ഞങ്ങൾ വേറൊരാൾക്കും വേണ്ടിയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളൊരു പിന്നെ എന്താ പറയുക, ഒരു പോലീസ് മൈൻഡിലാണ് ഞങ്ങൾ അതിനെ കാണുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് എപ്പോഴും ഞങ്ങൾ നോക്കുക. കാരണം അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം ഞങ്ങളുടെ തലയിലാണല്ലോ വരിക. അതായത് ബിസിനസ് ചെയ്യുമ്പോൾ സേഫ് ആയിട്ട് ചെയ്ത് കൊടുക്കണമല്ലോ. ഞങ്ങളൊരു സർവീസ് പറയുമ്പോൾ നമ്മൾ അയാൾ അതിനെ പറ്റിച്ചു പറഞ്ഞാൽ അത് നമ്മൾ സംഭവിക്കാം. കാരണം ഞങ്ങളിവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആണ് നാട്ടിൽ. അപ്പോൾ നമ്മളിവിടെ ആളൊന്ന് ഇത് കാശ് വെച്ചാൽ നമ്മൾ ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇന്ന് വരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ വളരെ 1-2 പ്രശ്നങ്ങൾ തുടക്കത്തിൽ ഉണ്ടായിരുന്നു, അത് ഭാഗ്യം കൊണ്ട് വലിയ പ്രശ്നമില്ലാതെ സോൾവ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് പിന്നെ ഞാൻ പരിചയമില്ലാത്തൊരു നാട്ടിൽ
ഫ്ലിപ്കാർട്ടിൽ പോയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ആക്ച്വലി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഡയറക്റ്റ് ആണ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകൾ. അതെ, എൻ്റെ ഒരു അനുഭവം പറഞ്ഞുതരാം. അതായത് ഞങ്ങള് പിന്നെ ഒരു കസ്റ്റമർ സൗദിയിൽ നിന്ന് വന്നു. അയാൾക്ക് ബാത്റൂമിന്റെ ഒരു ഫിറ്റിങ്സ് ആണ് വേണ്ടത്. അപ്പൊ പുള്ളി അത് ഒരു ബ്രാസിന്റെ ഫിറ്റിങ്സ് ആണ്. അപ്പൊ അത് പുള്ളി സാമ്പിളും കൊണ്ടുവന്നു. അപ്പോൾ ഞങ്ങൾ പല കമ്പനികളും അന്വേഷിച്ച് അങ്ങനെ ഒരു അവസാനം ഒരു കമ്പനിയിൽ എത്തപ്പോൾ ഇയാൾ എല്ലാ കമ്പനിയും ഒരു 5-6 ഫാക്ടറിയിൽ കയറിയപ്പോൾ വില ശരിയാകുന്നില്ല, വില കൂടുതലാണ്. അങ്ങനെ ഒരു ഫാക്ടറിയിൽ എത്തിയപ്പോൾ അവിടുത്തെ വില ഇയാൾക്ക് ഓക്കെയാണ്. അപ്പം തന്നെ പുള്ളി ഓർഡർ കൊടുത്തു. കസ്റ്റമറുണ്ട്, ഓർഡർ കൊടുത്തു, ഒക്കെ ചെയ്തു. സാധനം ഞാൻ ഉണ്ടാക്കി അഡ്വാൻസ് കൊടുത്തു. സാധനം ഉണ്ടാക്കാൻ പൈസ കൊടുത്ത് നോക്കുമ്പോൾ എന്ത് സംഭവിച്ചു വെച്ചാൽ, ഞാൻ ആ സാധനം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഈ കസ്റ്റമർ കൊണ്ടുവന്ന സാധനം ഞങ്ങൾ സൂക്ഷിക്കും ഒരെണ്ണം. ഈ സാധനത്തിന് ഈ വെയിറ്റ് ഇല്ല, മനസ്സിലായി? സാധനം സെയിം, ഫിനിഷിങ് ഒക്കെ സെയിം, പക്ഷെ ഈ വെയിറ്റ് ഇല്ല. ഇത് ബ്രാസ് അല്ലേ, ഈ ബ്രാസിൽ വെയിറ്റ് പറഞ്ഞതിന്റെ വില മാറില്ല. ഞാൻ കസ്റ്റമറോട് അപ്പോൾ അവരോട് പ്രശ്നം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളോട് നിങ്ങൾ വെയിറ്റ് പറഞ്ഞിട്ടില്ലല്ലോ, നിങ്ങൾ ഇതേമാതിരി ഉണ്ടാക്കി തരാനല്ലേ പറഞ്ഞത്. അപ്പം നോക്കുമ്പോൾ ഈ ഞങ്ങൾ അതൊന്നും അറിയില്ല. അപ്പം ഞങ്ങൾ സെയിം ടിപ്റ്റോ എന്ന് എഴുതി വെച്ചത്. അപ്പം അയാൾ പറഞ്ഞു, ഞാൻ സെയിം ടിപ്റ്റോ ഉണ്ടാക്കിയത്, നിങ്ങൾ വെയിറ്റ് ഒന്നും അതിൽ എന്നോട് പറഞ്ഞിട്ടില്ല, വെയിറ്റ് പറയണോ നിങ്ങൾ ഇവിടെ കാണിച്ചു തരും. ഞാൻ വെയിറ്റ് നോക്കി എഴുതിയിട്ടില്ല. ഞങ്ങൾ ഇതായി അങ്ങനെ ഇയാൾ കൊന്നാമെങ്കിൽ അവസാനം ഞാനത് വല്ല ഡിപ്പാർട്ട്മെന്റിലൊക്കെ വളരെ ഇതൊക്കെ ആക്കി സ്വാധീനമൊക്കെ ആക്കി പറഞ്ഞിട്ടായിട്ട് അതിൻ്റെ അപ്പോൾ കസ്റ്റമർ പിന്നെ അതിന് വില കുറച്ച് തരികയാണെങ്കിൽ കസ്റ്റമർ എടുക്കാന്നുള്ള കസ്റ്റമർ സമ്മതിച്ചു. അതിന് വില കുറച്ച് കിട്ടണം, അല്ല ആ സാധനം വിൽക്കാൻ പറ്റില്ല, അത്ര വെയിറ്റ് ഇല്ലാത്ത സാധനം അത്ര വിലക്ക് വിൽക്കാൻ പറ്റില്ല. അങ്ങനെ അയാളത് നിർബന്ധം, അല്ലെങ്കിൽ അയാളുടെ കമ്പനി അവിടെ അടുപ്പിക്കും എന്നുള്ള രീതിയിൽ ഞങ്ങൾ അതിനെ മൂവ് ചെയ്തു. അവിടുത്തെ ആളുകളെ അവിടെ എനിക്ക് അന്ന് എൻ്റെ ഒരു ഫ്രണ്ട് പരിചയമുള്ള ഒരാളുടെ മകള് അവിടുത്തെ മേയറുടെ മകള് ഇതാണ്. അപ്പൊ അങ്ങനെ അയാൾ എല്ലാം ഇതാക്കി പേടിപ്പിച്ച് ഇതാക്കിയിട്ടാണ്. അതിന്റെ ശേഷം ഞങ്ങൾ വളരെ സൂക്ഷിച്ചിട്ടാണ്. അവിടെ നല്ല ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങള് പിന്നെ ബന്ധം അതിന്റെ ഒരു പ്രശ്നമാണ്. അപ്പൊ ഞങ്ങൾ അതിനെ പറ്റി ഇതാക്കിയിട്ട് അങ്ങനെ അതിന് ശേഷം ഞങ്ങൾ ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും വളരെയധികം നോട്ട് ചെയ്യും. കാരണം വെയിറ്റ് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട്, കാരണം അഡ്വാൻസ് അവർക്ക് 30% കിട്ടുന്നവരെ നമ്മൾ പറയുന്ന എല്ലാവരും അക്സെപ്റ്റ് ചെയ്യും. അതിന്റെ വിലയാണ് അതോട് തീരുമാനിക്കുക. നമ്മൾ അഡ്വാൻസ് കൊടുത്തതിന് ശേഷം നമ്മൾ എന്തെങ്കിലും അതിൽ മാറ്റം വരുത്താൻ പറഞ്ഞാൽ അവർ ചെയ്യൂല. അതിനൊക്കെ പിന്നെ പൈസ ചോദിച്ചുകൊണ്ടിരിക്കും. അത് ചെയ്തു പോയി സോറി എന്ന് പറയും. അപ്പൊ നമ്മളതാണെങ്കിൽ നമുക്കൊക്കെ സഹിക്കാം. നമ്മൾ വേറൊരാൾക്ക് വേണ്ടി നമുക്ക് സർവീസ് വരുമ്പോൾ നമ്മൾ ഇത്ര 23 കൊല്ലം അവിടെ നിന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ സർവീസ് കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ടാണ് നമുക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ, പിന്നെ ഞാൻ ചോദിക്കുന്ന പറയുമ്പോൾ ഒരുപാട് ചെറിയ ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ള യുവാക്കന്മാരുണ്ട്. അപ്പോൾ അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ ഒരു ബൾക്ക് ക്വാണ്ടിറ്റി അവിടുന്ന് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല. പിന്നെ ചില ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആക്ച്വലി ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്യണം, പക്ഷെ അതിന് മുമ്പ് ആ പ്രോഡക്റ്റിന് മാർക്കറ്റിൽ ഡിമാൻഡ് ഉണ്ടോ എന്നുള്ളത് അവർക്കറിയണം. അപ്പോൾ ഒരു ട്രയൽ റൺ അവർക്ക് ചെയ്യാന്നുള്ളത് ഏതൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ട്രയൽ റൺ ചെയ്യാന്നുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ. അപ്പം നമുക്ക് അങ്ങനെ ട്രയൽ റണ്ണിന് വേണ്ടിയിട്ട് പ്രോഡക്റ്റ്സ് കൊണ്ടുവരാൻ സാധിക്കുമോ? അപ്പം പിന്നെ നമുക്ക് ഈ കണ്ടെയ്നർ ഷെയറിംഗ് എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, LCL. അതെങ്ങനെയാണ് പ്രായോഗികമായിട്ട്? ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ഒരു കാര്യത്തിൽ 2 കാര്യമാണ്. ഇപ്പോൾ ചൈനയിലെ ഏറ്റവും വലിയ മാർക്കറ്റ്, ഹോൾസെയിൽ മാർക്കറ്റ് പറഞ്ഞാൽ ഈവു എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞങ്ങളുള്ളത് ഗോഞ്ചോയിലാണ്. ഞങ്ങളുടെ ഓഫീസിൽ ഗോഞ്ചോയിലാണ്. അതാണ് ഈ എക്സിബിഷനൊക്കെ നടക്കുന്നത് ഗോഞ്ചോയിലാണ്. കാൻറ്റൻ എന്ന് പറഞ്ഞാൽ ചൈനയിൽ പിന്നെ ഗോഞ്ചോന്റെ ചൈനീസ് നെയിമാണ് കാൻറ്റൻ എന്ന് പറഞ്ഞത്. അപ്പോൾ കാൻറ്റൻ ഫെയർ എന്ന് അതാണ് പേര് വന്നത്. അപ്പോൾ അതാണ് അവിടുത്തെ പുരാതന ഏറ്റവും വലിയ സിറ്റി. അതൊന്ന് ഷാങ്കായി ആണ്. പിന്നെ അതാണ് ഇപ്പം ഈവു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയ്ജാങ് പ്രൊവിൻസിലാണ് ഏറ്റവും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഹോൾസെയിൽ മാർക്കറ്റ് അതാണ്. അതിൽ നമ്മൾ ഒരു ദിവസം ഒരാള് 1 മിനിറ്റ് ഒരു ഷോപ്പിൽ നിന്ന് കണ്ടു തീരണമെങ്കിൽ 1 മാസം കഴിയും. എന്ത് കണ്ടു തീർക്കാൻ ഒരു ഷോപ്പിൽ ഒരു കാര്യങ്ങൾ ചോദിച്ച് പിന്നെ അടുത്തേക്ക് ഓടി അങ്ങനെ പോയാൽ തന്നെ 1 മാസം കഴിഞ്ഞ് നിങ്ങൾ മുഴുവൻ കാണാം. ഞങ്ങൾ തന്നെ ഇപ്പൊ 100 കണക്കിൽ പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിൽ മുഴുവൻ ഞങ്ങൾ ഉണ്ടാവില്ല. കാരണം ഓരോ ഏരിയയിൽ ഓരോ സാധനം അതിങ്ങനെ ബിൽഡിങ് 3 നിലയിലായിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഒരു 10 കിലോമീറ്ററിന് നീണ്ട് കിടക്കുകയാണ്. അപ്പൊ നമ്മള് നടന്ന് തീർക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് അതൊക്കെ ഏതിലെ ഏരിയയിലെ പോകേണ്ടത് ആ സാധനങ്ങൾ നോക്കിയിട്ട് നമ്മൾ ഓടും. കാരണം നമുക്ക് മുഴുവനും കാണാൻ പറ്റൂല, കാണേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ അവിടെ എന്താ സംഭവിച്ചാൽ അവിടെ നിങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ കിട്ടും ഹോൾസെയിൽ റേറ്റ്. മിനിമം ക്വാണ്ടിറ്റി പറഞ്ഞാൽ 1 ബോക്സ് ചിലപ്പോൾ 5 ബോക്സ് 10 ബോക്സ് കിട്ടും. അത് ഫാക്ടറിനെക്കാട്ടി കുറച്ച് വില കൂടുതലായിരിക്കും. ക്വാളിറ്റി ബേസിൽ
കുറച്ച് അവിടെ ഈ വില ഇങ്ങനെ കസ്റ്റമർ വരുന്നതിനെ കൊണ്ട് വില കുറച്ച് കുറവാണെങ്കിലും പിന്നെ ക്വാളിറ്റി അത്ര വലിയ ക്വാളിറ്റി ഉണ്ടാവില്ല. ഉള്ളതുണ്ട്, എന്നാൽ ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ എടുത്തിട്ടാണ് ഈ ആളുകൾ ഇവിടെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കയറ്റി അയക്കുന്നത്, കണ്ടെയ്നർ അയക്കുന്നതും പാർട്ടായിട്ട് അയക്കുന്നവരുണ്ട്. അപ്പം പാർട്ടായിട്ട് ഇപ്പം അങ്ങനെ വരും. കാരണം നിങ്ങൾ LCL ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ തരുന്ന വേറെ കണ്ടെയ്നർ ഇതിൻ്റെ കൂടെ അപ്പം നിങ്ങളെ ഇതിൽ വരില്ല, അത് വേറൊരു ബില്ലില്ല. കാരണം LCL ആകുമ്പോൾ നിങ്ങളെ ബില്ലിൽ വരും, പക്ഷെ അത് അതിന് കുറച്ച് ചെലവ് കൂടും. കാരണം ഇവിടുത്തെ ഹാൻഡിലിംഗ് ചാർജ് ഒക്കെ ഒന്നായിരിക്കും. അങ്ങനെ ഒരു പ്രത്യേകം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കുറച്ചായിട്ട് വരും. പക്ഷെ പ്രൈസ് ഇപ്പം ഞാൻ പറയാം, നിങ്ങൾ ബൾക്കായിട്ട് വരുത്തിച്ച് ഇവിടെ വെക്കുന്നു, ഞാനത് കുറച്ചായിട്ട് ഇവിടെ വാങ്ങുന്നു, അപ്പോൾ എൻ്റെ പ്രൈസ് വേറെയാണ്, നിങ്ങളെ പ്രൈസ് വേറെയാണ്. അപ്പോൾ ആ ഒരു ഇതുണ്ട്. പക്ഷെ അവനത് മാർക്കറ്റ് പഠിക്കാനും വേണ്ടി ഉപയോഗിച്ചിട്ട് അവൻ ബൾക്കിലേക്ക് മാറാം. ഇയാളെ ഫസ്റ്റ് തന്നെ ബൾക്ക് വാങ്ങിയ ആളെ തോൽപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് നടക്കില്ല. അത്ര കാരണം അതിന് പർട്ടിക്കുലർ ആയിട്ടുള്ള മാർക്കറ്റ് ഉണ്ടാകും. അതായത് നമുക്ക് ഇപ്പം നമുക്ക് ചിലപ്പോൾ വലിയൊരു സൂപ്പർ മാർക്കറ്റിൽ നമ്മുടെ പ്രോഡക്റ്റ് ഷോക്കേസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. പക്ഷെ ചെറിയ ഷോപ്സിലും അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുന്നുണ്ട്, ഇഷ്ടം പോലെ അങ്ങനെ ചെയ്യുന്നുണ്ട്. അതന്നെ. പിന്നെ ഒരാൾക്ക് കുറച്ച് പ്രൊഡക്റ്റ് അവർ കണ്ടുവച്ചിട്ടുണ്ട്, അവരവിടെ സൈനെ പോവാതെ സാറിനെ ഏൽപ്പിക്കണമെങ്കിൽ സാർ ആ പ്രൊഡക്റ്റ് എത്തിച്ചു കൊടുക്കും. അത് ഞങ്ങൾക്ക് ഇവിടെ സാമ്പിൾസോ അതിൻ്റെ ഡീറ്റെയിൽസോ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങളിപ്പോൾ അതാണ് ഇപ്പോൾ ഞാനിപ്പോൾ പലതും ഇപ്പോൾ ഖത്തറിലേക്കൊക്കെ ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുന്നത്. അവർ ഇവിടെ വന്നു ഇപ്പോൾ ഞാനിപ്പോൾ ബിസിനസ് ഖത്തറിൽ പുതിയ പുതിയ കസ്റ്റമേഴ്സ് കുറേ വന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊക്കെ ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ട് ഇപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വരുമ്പോൾ ഞാൻ ഖത്തറിൽ ചൈനയിൽ ഫാക്ടറികളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവർ നമുക്ക് സാമ്പിൾസോ അല്ലെങ്കിൽ അതിൻ്റെ സ്പെസിഫിക്കേഷൻ, വെയിറ്റ് കാര്യങ്ങളൊക്കെ തരും. ഓരോ കാര്യങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ. ഇപ്പോൾ ഞാനിപ്പോൾ അത് ഖത്തറിലേക്ക് കയറ്റുന്നത് മാസ്ക്, ഗ്ലൗസ്, മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് ഇഷ്ടം പോലെ. അപ്പോൾ അതൊക്കെ ഒരു കണ്ടെയ്നർ ക്വാണ്ടിറ്റി എടുക്കാം. അപ്പോൾ അവർ അതിൻ്റെ വെയിറ്റ് തരും, ഇതിൻ്റെ ക്വാളിറ്റി, മറ്റുള്ള കാര്യങ്ങൾ, അതിൽ സാമ്പിൾസ് അയച്ചു തരും. ഇപ്പം നമ്മുടെ BNI തന്നെ മറ്റേ മീറ്റിങ്ങിൽ, നമ്മളെ ജംസിലല്ല വേറെ മീറ്റിംഗ് നടന്നല്ലോ, ഓൾ ഇന്ത്യ മീറ്റിംഗ് നടന്നില്ലേ, അതിൽ ഉള്ള ഒരു പാർട്ടി അവർ ഡൽഹി ബോംബെയിലുള്ളതാണ്. അവർ എന്നായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അവർക്ക് ബാഗ് മാനുഫാക്ചേഴ്സാണ്. അതിന് അതിൻ്റെ മെറ്റീരിയൽസിന് വേണ്ടി പെന്നായിട്ട് ബന്ധപ്പെട്ടു. ഞാൻ അവരെ ഫാക്ടറിയുടെ നേരിട്ട് ബന്ധപ്പെട്ടു. അവർ സാമ്പിൾ അയച്ചു കൊടുത്തു, അതിന് അവർ പ്രൈസ് കൊടുത്തു. അങ്ങനെയൊക്കെ നമ്മൾ കസ്റ്റമറായിട്ട് നമ്മൾ ഹൈഡിങ് ഒന്നുമില്ല. കസ്റ്റമറായിട്ട് നേരിട്ട് പോകുന്നത് ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. കസ്റ്റമർ നിങ്ങളെ വേണമെങ്കിൽ ഞങ്ങൾക്ക് കസ്റ്റമറെ നമ്മൾ ഹെൽപ്പ് ചെയ്യാന്നല്ലാതെ കസ്റ്റമർ ഇപ്പോൾ നേരിട്ട് പോകുന്നവരുണ്ട്. ചിലപ്പോൾ പ്രാവശ്യം ഒരു ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ വിചാരിക്കും നേരിട്ട് തന്നെ ചെയ്യാം. അപ്പം പിന്നെ എന്തെങ്കിലും പറ്റുമ്പോഴാണ് പിന്നെ ഞങ്ങളെടുത്തൊക്കെ തന്നെ വരിക. വരാത്തപ്പം 20 വർഷമായിട്ട് എന്നോട് കണ്ടിന്യൂ ആയിട്ട് ബിസിനസ് ചെയ്യുന്നവരുണ്ട്. ഇതുവരെ മാറാത്ത ആളുകളുണ്ട്. വലിയ ബൾക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചില ആളുകൾ മിടുക്കന്മാർ ചിലപ്പം എന്താ വെച്ചാൽ നമ്മളെ പോകാറുണ്ട്. കാരണം നേരിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇപ്പം അത് നമ്മൾ ചെയ്യാൻ അത് നമ്മൾ മൈൻഡ് ചെയ്യാറില്ല. അത് എല്ലാത്തിലും ഉണ്ടാവും. അപ്പോൾ സാറ് അവിടെ നിന്ന് ഇപ്പം ആക്ച്വലി ഇവിടുന്ന് ഒരു സംരംഭകന് സാറുമായിട്ട് കണക്ട് ചെയ്ത് അവിടെ വന്ന് അവരവിടുന്ന് പർച്ചേസ് ചെയ്യാന്നുള്ളൊരു പ്ലാനിൽ വരികയാണ്. അപ്പം സാറിന്റെ സർവീസ് ചാർജസ് എത്ര % ആയിരിക്കും സാറ് ചാർജ് ചെയ്യുന്നത്? ഞങ്ങളത് പിന്നെ ഫാക്ടറിയിൽ നിന്ന് ഡയറക്റ്റ് എടുക്കുകയാണെങ്കിൽ 3% ഞങ്ങൾ സർവീസ് ചാർജ് ചെയ്യുന്നത്. 3%. അപ്പം അതല്ല മാർക്കറ്റിൽ നിന്ന് എടുക്കാൻ വെച്ചാൽ 5%. കാരണം ഈ സാധനങ്ങളൊക്കെ ഞങ്ങൾ വെയർ ഹൗസിലേക്ക് മാറ്റിയിട്ട് അവിടെ നിന്ന് ലോഡ് കുറച്ച് പണി വേറെയാണ്. അപ്പം മറ്റത് നേരിട്ട് പോവുകയാണല്ലോ. അപ്പം ഞങ്ങൾക്കൊരു വലിയ കസ്റ്റമർ കിട്ടലാണ് ഞങ്ങൾക്ക് ആവശ്യം. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് അതിലിപ്പം ലാഭം ഇല്ലെങ്കിലും ഞങ്ങളത് തുടക്കത്തിൽ ലാഭം ഇല്ലെങ്കിലും, കാരണം തുടക്കത്തിൽ എന്താ വെച്ചാൽ ഇതിനെ സ്റ്റഡി ചെയ്യാൻ ആ ഫാക്ടറിയിൽ പോകണം, തിരിച്ചു വരണം, വീണ്ടും ചെക്ക് ചെയ്യാൻ പോകണം. അപ്പോൾ ഇതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ തന്നെ ഞങ്ങൾക്ക് ഈ എമൗണ്ടിൽ ഒതുങ്ങൂലായിരുന്നു. പക്ഷേ അതൊരു കണ്ടിന്യൂ ബിസിനസ് ആകുമ്പോൾ ഞങ്ങൾക്കൊരു സ്ഥിരം വരുമാനമാണ്. മനസ്സിലല്ലേ? അപ്പൊ അങ്ങനെയാണത്. പിന്നെ ഞങ്ങൾ സ്റ്റാഫിന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ സ്റ്റാഫിന്റെ ഇവരൊന്നും വാങ്ങുന്നില്ലെങ്കിൽ ഒരു എമൗണ്ട് ഞങ്ങൾ സ്റ്റാഫിന്റെ ചെലവിനായിട്ട് ഞങ്ങൾ വാങ്ങും. ഇപ്പൊ നിങ്ങൾ വാങ്ങുന്നില്ല, അപ്പൊ കണ്ട് മനസ്സിലാക്കി പോവുകയാണ്. 3% എന്ന് പറയുന്നത് നമ്മൾ അവിടെ നിന്ന് എടുക്കുന്ന അവിടെ നിന്ന് എടുക്കുന്ന ഒരു നമ്മൾ നേരിട്ട് പോയി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വരാൻ സാധ്യതയുള്ള ഒരു റിസ്കിനെ വെച്ച് നോക്കുമ്പോൾ 3% എന്ന് പറയുന്നത് വളരെ റീസണബിൾ ആയിട്ടുള്ള. ഞങ്ങളടുത്ത് എത്ര വർഷങ്ങളായിട്ട് എല്ലാവരും തന്നെയാണ്, എല്ലാ കമ്പനികളും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അതിൽ കുറഞ്ഞ അവിടെ ഏറ്റവും കുറഞ്ഞ സർവീസ് ചാർജ് അത്. ഇതിൽ എന്താ വെച്ച് കഴിഞ്ഞാല് പരിചയമില്ലാത്ത, ഇപ്പൊ ഞാനൊരു BNI ഉത്തരവാദിത്ത മെമ്പർ ആയതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. രണ്ടാമത് ഞാൻ ഇത്ര വർഷമായിട്ട് അവിടെ നിൽക്കുന്നത് കൊണ്ടും എനിക്ക് വേറെ പല ബിസിനസ് ഉണ്ടായതുകൊണ്ടും ഞാനങ്ങനെ ചെയ്യാറില്ല. പക്ഷെ പല ആളുകളും ഹിഡൻ ചാർജസ് വാങ്ങും.
ആ പിന്നെ ഫാക്ടറിയിൽ നിന്ന് വാങ്ങും മറ്റൊന്ന് വാങ്ങുകയൊക്കെ ചെയ്യും. അതെ, അപ്പം അപ്പൊ ഈ നമ്മള് 3% ഫാക്ടറിയിൽ നിന്നാണ് ഇവർ ആദ്യം നമ്മള് ഈ ഫാക്ടറി ഏത് ഫാക്ടറി എടുക്കണം തന്നെ കസ്റ്റമറെ കൊണ്ടാ തീരുമാനിപ്പിക്കുക. അതെ അതെ. നമ്മളതിലൊന്നും ഇടപെടില്ല. ഈ 3% അഡീഷണൽ ടാക്സസോ കാര്യങ്ങളോ ഒന്നുമില്ല, 3% ആണ് നിങ്ങൾക്ക് തരുന്ന ടോട്ടൽ ബില്ലിന്റെ മുകളിൽ 3%. ഓക്കെ, അതാണ് സർവീസ് ചാർജ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വീണ്ടും സംരംഭകരിലേക്ക് തന്നെ പോകാം. അതായത് ബിസിനസ് ചെയ്യാൻ, ചെറുതായിട്ട് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു വ്യക്തി, ഫോർ എക്സാമ്പിൾ പുതുതായിട്ട് പുള്ളിക്ക് എക്സ്പ്ലോർ ചെയ്യണം മാർക്കറ്റ്. അപ്പം ഒരു മിനിമം ഇൻവെസ്റ്റ്മെന്റ് എത്ര വേണ്ടി വരും അവിടുന്ന് സാധനം കൊണ്ടുവരാനായിട്ട്? അത് ഇപ്പോൾ ഒരു കണ്ടെയ്നർ സാധനം എടുക്കുകയാണെങ്കിൽ 10-20 ലക്ഷം ഉറുപ്പിക ഇല്ലാതെ ഒരു കണ്ടെയ്നറിൽ ഏത് സാധനമായാലും കൊണ്ടുവരാൻ പറ്റില്ല. കുറച്ചായിട്ട് 10 ലക്ഷത്തിനും കൊണ്ടുവരാം. അപ്പം പല സാധനങ്ങൾ ഇപ്പം നമ്മൾ കച്ചവടക്കാരൻ്റെ അടുത്താണ് കഴിവ്, വാങ്ങുന്ന ആളെടുത്ത് വലിയ കഴിവില്ല. ഞങ്ങളതൊന്നും കഴിവല്ല, ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ അടുത്താണ് ആ പ്രോഡക്റ്റിന് മാർക്കറ്റ് ഡിമാൻഡ് ഉണ്ടാക്കുകയും അത് വിൽക്കുന്ന ആളെ. ഇപ്പം അതാണ് ഇമ്പോർട്ടൻസ്. അല്ലാതെ ഇപ്പം നമ്മളിപ്പോൾ കുറേ സാധനം ഉണ്ടായിട്ട് നമുക്ക് വിൽക്കാൻ പറ്റില്ല. ചിലപ്പോൾ അത് വിൽക്കുന്ന ആളുകൾക്ക് അത് ഈസിയാണ്. ഒരു മനസ്സിലല്ലേ, ഇപ്പം മുതുകാടിന് മാജിക് വളരെ ഈസിയാണ്. ഇപ്പം നമ്മൾ കണ്ടുവെക്കുന്നതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. എന്ന് പറഞ്ഞ പോലെ വാങ്ങൽ ഇപ്പം എങ്ങനെയെങ്കിലും നമുക്ക് എവിടെയെങ്കിലും തപ്പി പിടിച്ച് പോകാം, പക്ഷേ വിൽക്കൽ വളരെ ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ അത് അവരുടെ കാര്യം. പിന്നെ മാത്രമല്ല, നമ്മളെ അടുത്ത് ഡീൽ ചെയ്യുന്നവരൊക്കെ ബിസിനസ്സുകാരാണ്. അവർ കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കിയാൽ തന്നെ അവർ വളരെ സൂക്ഷിച്ചിട്ടും ശ്രദ്ധിച്ചിട്ടും ഒക്കെ ബിസിനസ് ചെയ്തിട്ടും കഴിവുള്ള ആളുകളാണ്. അവരായിട്ടൊന്നും കളിക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് കളിച്ചാലും അവർക്ക് നമ്മുടെ ബോഡി ലാംഗ്വേജിൽ തന്നെ മനസ്സിലാവും. ഓക്കെ, മനസ്സിലല്ലേ? ഒരു പ്രാവശ്യമൊക്കെ പറ്റിക്കാൻ പറ്റും, രണ്ടാമത്തെ പ്രാവശ്യം അവരെ പറ്റിക്കാൻ പറ്റില്ല. അവർ വളരെ അല്ലെങ്കിൽ അവൻ ബിസിനസ്സുകാരനല്ലല്ലോ. അവൻ ബിസിനസ്സുകാരനായത് മിടുക്കായത് കൊണ്ടാണ്. അല്ലാത്തവർ ഇവിടെ ബിസിനസ് ജോലി അന്വേഷിച്ച് എടുക്കുന്നല്ലോ. ബിസിനസ്സുകാരനായത് അവൻ ഒരു പ്രാവശ്യമൊക്കെ തുടക്കത്തിൽ അവനെ അറിയാതെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഹൈഡ് ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയേക്കും വളരെ അതായിട്ട്. പക്ഷെ 2 പ്രാവശ്യം പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ മറ്റുള്ള പരിപാടിയൊന്നും ഇതിൽ നടക്കൂല. ഓക്കെ, മനസ്സിലായി? നടക്കുന്നവരുണ്ട്, അത് അവരിങ്ങനെ മാറി മാറി. ഇപ്പൊ ഞാൻ ചൈനയിൽ പോയ കാലം മുതൽ ഉള്ള ആളുകൾ അവിടെ ഉണ്ട്. ഒരു ജോലികളും ചെയ്യാത്ത ആളുകളുണ്ട്. ഞങ്ങൾ സമ്പാദിച്ചതിനെക്കാട്ടും 10 ഇരട്ടി സമ്പാദിച്ച ആളുകളും ഉണ്ട്. പല രീതി, അത് ഓരോ മേഖലകളാണ്. ഇപ്പം നല്ലൊരു കസ്റ്റമറെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വലിയ വലിയ കസ്റ്റമർ 3-4 കിട്ടാൻ വേറെ ഒന്നും വേണ്ട, അതന്നെ മതി. മനസ്സിലല്ലേ? അപ്പോൾ അത് പിന്നെ എടുക്കുന്ന പ്രോഡക്റ്റുകൾ എക്സ്പെൻസ് വില കൂടിയ കുറവുണ്ട്. മനസ്സിലായി? ഇപ്പം ഞാൻ കുറഞ്ഞൊരു പ്രൊഡക്റ്റാണ് കുറേ ആൾക്കാർക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ എനിക്ക് കിട്ടുന്ന വരുമാനം ചെറുതായിരിക്കുമല്ലോ. വലിയ പ്രൊഡക്റ്റിന് അങ്ങനെയല്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ ട്രേഡ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ സാധനങ്ങൾ വേണമെങ്കിൽ ട്രേഡ്, ഇതിപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ ഞങ്ങൾ സോഴ്സ് ചെയ്തെടുക്കുന്ന ഏജൻറ്റ് എന്നുള്ള രീതിയിലാണ് ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് സാധനങ്ങൾ വേണമെങ്കിൽ ഞങ്ങൾ അതിന് 30% കമ്പനിക്ക് കൊടുക്കണം. ബാക്കി പൈസ ഞങ്ങൾ കൊടുത്തിട്ട് സാധനം ഇവിടെ ഡെലിവറി തരുന്ന ആക്ച്വൽ കോസ്റ്റിന് മുകളിൽ ഞങ്ങൾ 10% അധികം വാങ്ങും. അതിന് ഞങ്ങൾ അതിൻ്റെ ഈ 70% ഞങ്ങളാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഞങ്ങൾ 10%. അതുമല്ല, ഇവിടെ ഡെലിവറിയാണ്. അപ്പൊ നിങ്ങൾക്ക് യാതൊരു പേടിയില്ല. നിങ്ങളെ സാധനം കണ്ട് മറ്റേതൊക്കെ അതുവരെ അയാൾക്ക് ടെൻഷൻ ആയിരിക്കും, അത് വരുന്നത് അതായിരിക്കും. മാത്രമല്ല, ഇയാൾ ഇവിടുന്ന് നോക്കിയെടുക്കുക ചെയ്യുക. അപ്പൊ അതിൽ പൊട്ടോ കാര്യം അയാൾ സമ്മതിക്കില്ല. അതിലെന്ത് ഡാമേജ് ഉണ്ടെങ്കിൽ അയാൾ സമ്മതിക്കും. അപ്പൊ അങ്ങനെ എടുക്കുമ്പോൾ ഞങ്ങൾ അതിന് 10% പറഞ്ഞിട്ട് തന്നെയാണ്. അപ്പൊ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അപ്പൊ അത് ട്രേഡാണ്. അതിന് വില പറയുന്നു, ആ സാധനത്തിന് ഇത് പറഞ്ഞു. അങ്ങനെ ചെയ്യുന്നവരുണ്ട്, ഇങ്ങനെ ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഞാനൊരു വില പറഞ്ഞിട്ട് വെക്കുന്നതുകൊണ്ട്, അതല്ല നിങ്ങൾ പറഞ്ഞ സാധനത്തിന് ഞാൻ എടുത്ത് കൊടുക്കുമ്പോൾ ഞാൻ അതിനെ ട്രേഡായിട്ട് 10% വാങ്ങും. മറ്റേത് ഞാനൊരു വില പറഞ്ഞാൽ മതി, ഞാൻ ട്രേഡ് ചെയ്യുമ്പോൾ ഇതാണ് എൻ്റെ വില ഇവിടെ എത്തിച്ചേരുമ്പോൾ. അപ്പം അപ്പോഴും 30% ഞങ്ങൾ ഡെപ്പോസിറ്റ് ഇല്ലാതെ ഒന്നും ചെയ്യില്ല. കാരണം കമ്പനിക്ക് 30% ഇല്ലാതെ ഒന്നും നടക്കില്ല. സോ അതായത് ഇപ്പം കണ്ടെയ്നർ ഷെയറിംഗ് വഴി ഒരു സംരംഭകന് പുതുതായിട്ട് ഇപ്പോൾ ഇവിടെ ഒരു ട്രേഡ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ആദ്യം ആ പ്രൊഡക്റ്റ് ഐഡന്റിഫൈ ചെയ്യുക, അതിൻ്റെ ടെസ്റ്റ്, അതായത് ടെസ്റ്റ് റൺ ചെയ്യുക. മാർക്കറ്റിൽ ഒരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റുകൾ സൽമാൻ സാറിനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് എന്താ പറയുക, ഒരു ഇച്ചിരി പ്രൈസ് കൂടും ടെസ്റ്റ് റണ്ണിന് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റുകൾ ഇവിടെ എത്തുമ്പോൾ. പക്ഷേ അത് നമുക്കൊരു ചെറിയ ക്വാണ്ടിറ്റിയിൽ കൊണ്ടുവന്ന് സാറിന് ഇവിടെ അവർക്ക് കൊടുക്കാൻ പറ്റും. അതൊരു 10-20 പീസസ് അവർക്ക് ആദ്യമേ മാർക്കറ്റിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈവൻ ആ പ്രോഡക്റ്റിന് മാർക്കറ്റിൽ ഡിമാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇവർ വഴി തന്നെ ആ പ്രോഡക്റ്റ് ഇവിടെ എത്തിക്കാൻ സാധിക്കും, അല്ലേ? അതിനുള്ള ഞങ്ങളതിന് സർവീസ് ചാർജ് ഞങ്ങൾക്ക് ആവശ്യമില്ല. ചെറിയ പരിപാടിയാണ്. ഞങ്ങൾ അതിന്റെ ഹെൽപ്പുകൾ ചെയ്ത് കൊടുക്കുക. അതിനുള്ള ചെലവ് അവർ കൊടുത്താൽ മതി. കാരണം ഞങ്ങൾക്ക് തരാൻ ഉണ്ടാവില്ല അവർക്ക്. അതെ, ചിലവ് അതിലും കൂടുതലായിരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഞങ്ങൾ ഒരു പിന്നെ നമ്മളിപ്പം പരസ്പരം സഹായിക്കുക അല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ എനിക്ക് പലരുടെയും സഹായം കൊണ്ടാണ് ഈ ബിസിനസ് ഉണ്ടാകുന്നത്. അതുപോലെ ഞാനും കുറെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിട്ടുവീഴ്ചയാണ്. പിന്നെ അയാൾ വളർന്നാൽ നമുക്കും ബിസിനസ് കിട്ടുമല്ലോ. പിന്നെ വേറെ കാര്യം ഞാൻ ഇവിടെ വന്നപ്പോൾ കണ്ടത്, സൽമാൻ സാറ് ട്രേഡ് ചെയ്യുന്ന കുറേ പ്രോഡക്റ്റുകൾ, അവിടുന്ന് കൊണ്ടുവന്ന് ട്രേഡ് ചെയ്യുന്ന കുറേ പ്രോഡക്റ്റുകൾ ഇവിടെ ഉണ്ട്. അതായത് സോളാർ ക്യാമറാസ്, ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകളൊക്കെ. അതൊക്കെ വേണമെങ്കിൽ ചെറിയ പ്രൈസിന് ഇവിടുന്ന് പർച്ചേസ് ചെയ്തിട്ട് അതിൻ്റെ
ടെസ്റ്റ് റണ്ണുകൾ ഡയറക്റ്റ് മാർക്കറ്റിലേക്ക് ചെയ്യാനും പറ്റും അല്ലേ? അത് ഏത് സാധനം വേണമെങ്കിലും നമ്മള് ഞാനൊരു ബിസിനസ്സുകാരനാണ്, പിന്നെ ഞാൻ ചൈനയോടുള്ള താല്പര്യം കൊണ്ട് അവിടെ പോയിട്ട് അവിടെ നിൽക്കണമെങ്കിൽ എനിക്കെന്ത് ബിസിനസ് വേണമല്ലോ, അങ്ങനെ ഞാൻ നിന്നതാണ്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ഞങ്ങള് പിന്നെ ഇങ്ങനെ ബിസിനസ് ഇപ്പം ആർക്ക് വേണമെങ്കിലും പിന്നെ ഞാൻ ജോയിന്റ് ആയിട്ട് ബിസിനസ് ചെയ്യാൻ തയ്യാറാണ്. അതല്ലെങ്കിൽ ആർക്കെങ്കിലും സാധനങ്ങൾ വേണമെങ്കിൽ ഞങ്ങൾ ഇവിടെ ഇറക്കി കൊടുക്കാൻ തയ്യാറാണ്. എല്ലാ രീതിയിലും ഞങ്ങൾ സഹകരിക്കാൻ തയ്യാറാണ്. അത് എല്ലാത്തിൻ്റെയും എല്ലാവരും ഉദ്ദേശം ഒന്നല്ലേ, ഇവിടെ ഒരു മാന്യമായിട്ടുള്ള പ്രോഫിറ്റ് എന്നുള്ള രീതിയാണ് എല്ലാവരും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തരാനും കൊടുക്കാനും വാങ്ങാൻ തയ്യാറുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല. മനസ്സിലല്ലേ? അപ്പം പിന്നെ അവർ വലുതായിട്ട് അവർ ചെയ്തോട്ടെ എന്ന് നമുക്ക് തർക്കമില്ല. മനസ്സിലായി? അപ്പം അങ്ങനെ പിന്നെ ഞാനിപ്പോൾ പിന്നെ വിയറ്റ്നാമിൽ ഞങ്ങളിങ്ങനെ ഒരു ഓഫീസ് തുടങ്ങാനുള്ള ഒരു പരിപാടി ഉണ്ട്. അപ്പം പിന്നെ വിയറ്റ്നാമിലെ സർവീസിന് വേണ്ടി. അപ്പം ആളുകൾ ഇപ്പം കുറേ ആളുകൾ വിയറ്റ്നാമിൽ നിന്ന് എടുക്കുമ്പോൾ ഇന്ത്യയിലേക്ക് ഡ്യൂട്ടി കുറവാണ്. അപ്പം അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പം നോർമലി വിയറ്റ്നാമിൽ എന്ന് പറയുമ്പോൾ വിയറ്റ്നാമിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ചൈനയിൽ നിന്ന് വിയറ്റ്നാമിലേക്ക് ഏത് രാജ്യത്ത് സാധനം കൊണ്ടുവരണമെങ്കിലും അവിടുത്തെ കൺട്രി ഓഫ് ഒറിജിൻ സർട്ടിഫിക്കറ്റ് വേണം. മനസ്സിലെ? അതാണ് ഇവിടെ നോക്കുക. ആ കൺട്രി ഓഫ് ഒറിജിൻ സർട്ടിഫിക്കറ്റ് അവിടെ ഉണ്ടെങ്കിൽ ചേംബറിൽ നിന്ന് തരുന്നതാണ്. അപ്പൊ അത് വിയറ്റ്നാമിൽ നിന്ന് നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ മെയ്ഡ് ഇൻ വിയറ്റ്നാം അടിച്ചിരിക്കണം, പിന്നെ അവിടുത്തെ കൺട്രി ഓഫ് സർട്ടിഫിക്കറ്റ് കിട്ടണം. എന്നാലും ഇവിടെ ഡ്യൂട്ടി ഇല്ല, ഇപ്പം ഇല്ല. ഇന്ത്യ വിയറ്റ്നാമും തമ്മിലുള്ള ഒരു കണ്ടീഷൻസിന് മുകളിൽ ഇപ്പം ഡ്യൂട്ടി ഇല്ല. അപ്പോൾ അതുകൊണ്ട് കുറേ സാധനങ്ങൾ വിയറ്റ്നാമിൽ നിന്ന് വരുന്നുണ്ട്. പക്ഷെ അവരെല്ലാം പ്രൊഡക്റ്റ് ചെയ്യുന്നില്ല. ലോകത്തിന്റെ ഇതിന് ഖനി എന്ന് പറഞ്ഞാൽ ചൈന ആണ്. അവരെ അതാണ് ടോപ്പ് ഉള്ളത്. പക്ഷെ മറ്റുള്ള ചെറുകിട രാജ്യങ്ങളെ ഡെവലപ്പ് ചെയ്യാനും വേണ്ടി ഇന്ത്യ വിയറ്റ്നാമിൽ നിന്ന് ഒരുപാട് പ്രോഡക്റ്റുകൾ, അതായത് ഒരുപാട് ക്ലോത്തിങ്ങിന്റെ ഒക്കെ ഔട്ട്സോഴ്സിങ് വിയറ്റ്നാമിലേക്കാണ് പോകുന്നത്, യൂറോപ്പിലേക്കൊക്കെ ഉള്ള ക്ലോത്ത്. അത് എന്താ ചെയ്യുന്നത് വെച്ചാൽ അവര് പിന്നെ സോഴ്സ് ചെയ്യുന്നത് പിന്നെ ഫ്രീ സോണിലാണ് കമ്പനി ഇടുക. അപ്പൊ അത് ഫ്രീ സോണിലെ കമ്പനീന്റെ സ്വഭാവം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ വേറെ രാജ്യത്ത് നിന്ന് ഇപ്പൊ ചൈനയിൽ നിന്ന് തന്നെ സാധനം ഇമ്പോർട്ട് ചെയ്യാം, അല്ല തായ്വാന്ന് സാധനം അവർക്ക് ഇമ്പോർട്ട് ചെയ്യാം, ഇവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്യാം, ഇവിടെ നിന്ന് കയറ്റി അയക്കാം. ഇവിടുന്ന് കയറ്റി അയക്കാൻ അടുത്ത രാജ്യം എന്ന് പറഞ്ഞാൽ ബാങ്കോക്കാണ്. അപ്പം ഇവിടുന്ന് ബൈ റോഡിൽ എത്തിക്കഴിഞ്ഞാൽ അത് എക്സ്പോർട്ടായി. അപ്പൊ മണി ഡ്രോബാക്ക് കിട്ടുകയും ചെയ്ത് അവർക്ക് അതിന് വേറെ പ്രശ്നങ്ങളില്ല. അപ്പൊ അങ്ങനെ ചെയ്യുന്നുണ്ട്. മനസ്സിലായി? അപ്പൊ ഓരോ സംഗതികളും ഓരോ രാജ്യങ്ങള് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ വിയറ്റ്നാമില് ഇപ്പം സാർ ഓഫീസ് അവിടെ വിയറ്റ്നാമിൽ ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞു. അപ്പൊ വിയറ്റ്നാമില് എന്തൊക്കെയാണ് വിയറ്റ്നാമിന്റെ തുണിത്തരങ്ങളാണ് കൂടുതൽ കണ്ടിരിക്കുന്നത് നമ്മള്? എല്ലാ സാധനങ്ങളും എല്ലാ രാജ്യങ്ങളും ഉണ്ടാക്കുന്നുണ്ടാവും. പക്ഷെ അത് എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് പിന്നെ വിയറ്റ്നാമിൽ നിന്ന് വേണ്ട സാധനങ്ങൾ ഇപ്പം ഞാൻ ഇതിന് മുമ്പ് വിയറ്റ്നാമിൽ നിന്ന് പിന്നെ സൗദിയിലേക്ക് പിന്നെ ഈ ഇതുണ്ടല്ലോ സ്റ്റാർച്ച്, നമ്മളെ കപ്പന്റെ പൊടിയില്ല, ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന സ്ഥലം അവിടെയാണ്. അതിന്റെ പർപ്പസ് എന്താണ്? അത് ബിസ്ക്കറ്റിനുണ്ട് കയറ്റാൻ വരാൻ വേണ്ടി. അപ്പൊ ഞാൻ 100 കണ്ടെയ്നർ വിയറ്റ്നാമിൽ നിന്ന് കയറ്റിയിട്ട് ജ്യൂസുകളൊക്കെ ഇപ്പം ബോബാറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പുതിയ സാധനങ്ങൾ വന്നിട്ടുണ്ട്. അത് വിയറ്റ്നാമിൽ നിന്ന് ആണ് അത് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ പിന്നെ പല സാധനങ്ങളും വിയറ്റ്നാമിൽ ഇപ്പം കുറെ ഫാക്ടറികൾ വിയറ്റ്നാമിൽ വന്നു. ചൈനയിലെ ആളുകൾ തന്നെ കുറെ ഫാക്ടറികൾ ചെയ്തു. പിന്നെ പല വിയറ്റ്നാമുകാരും ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അതൊരു ഇതുണ്ട്. ഇപ്പം ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂട്ടി ഇല്ല. അപ്പൊ അതുകൊണ്ട് കുറച്ചും കൂടി ആളുകൾക്ക് സൗകര്യമായിരിക്കും. പക്ഷെ എല്ലാ സാധനവും വിയറ്റ്നാമിൽ കിട്ടാനില്ല. അതാണ്. പക്ഷെ വിയറ്റ്നാമിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ കുറച്ച് ഇതിലൊക്കെ എന്താ പറയാ ടാക്സസിലൊക്കെ കുറച്ച് ഇളവുണ്ട് വിയറ്റ്നാമിൽ കുഴപ്പമില്ല. അപ്പൊ ഞങ്ങൾ അതിനെ കൊണ്ട് ഒരു ഓഫീസ് അവിടെ ഇടാന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. പിന്നെ ചൈനയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പം ചൈനയിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന ഒരു സംരംഭം. ഞാൻ 23 വർഷമായിട്ട് ചൈനന്റെ എല്ലാ ഡെവലപ്മെന്റും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. മനസ്സിലായില്ലേ? ഞാൻ പോകുമ്പോൾ കോഞ്ചോര് മെട്രോ ലൈൻ ഓരോ എണ്ണം ഉള്ളായിരുന്നു. ഇപ്പം 50 തന്നെ കൂടുതലായി. അപ്പം അങ്ങനെ അവരെല്ലാ ഡെവലപ്മെന്റും നമ്മൾ കണ്ടുകൊണ്ട് ഇരിക്കുന്നത്. ആളുകൾ നല്ലതാണ്, അവരെല്ലാം ഹാർഡ് വർക്കേഴ്സാണ്. പിന്നെ നമ്മളെ പോലെയല്ല. പിന്നെ അവര് ഒരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ എല്ലാവരും ജോലി ചെയ്യും. ആണായാലും പെണ്ണായാലും കുട്ടികളായാലും എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഗ്രാജുവേഷൻ വരെ വീട്ടുകാർ അവരെ വക കൊടുക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ ആ കുട്ടി ജോലി ചെയ്ത് അവള് പഠിക്കണമെങ്കിൽ പഠിക്കുക, അല്ലെങ്കിൽ കല്യാണം കഴിക്കുക അവള് ചെയ്യേണ്ടതാണ്. അല്ലാതെ വീട്ടുകാർക്ക് അതിലൊന്നും ഉത്തരവാദിത്തമില്ല. മനസ്സിലായില്ലേ? ഇവിടെ നമ്മളാണ് ആ ഭാരം മുഴുവനും ഏറ്റെടുക്കുന്നത്. പിന്നെ ഞാൻ അല്ലെങ്കിൽ ഭാര്യനോ പറഞ്ഞ് വീട്ടിലിരുന്നാൽ മതി, ഞാൻ നിന്നെ പോറ്റെന്ന് പറയും. അവിടെ അതില്ല. അവര് അപ്പൊ വീട്ടിലേക്ക് ഒരു 100 രൂപ കിട്ടണമെങ്കിൽ 25 രൂപ അല്ലെ ഇയാള് ഇപ്പൊ 4 ആളാണെങ്കിൽ 25 രൂപ ഇയാളെ ഷെയർ വേണ്ടുള്ളൂ. മറ്റേ നമ്മളിപ്പോ വീട്ടിൽ വേണം 100 രൂപയും നമ്മൾ ഷെയർ. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഓടുകയാണ്. ആ ഒരു പ്രശ്നമാണ് ഇവിടെ ഉണ്ടാകുന്നത്. അപ്പൊ അവര് നിങ്ങൾ ചൈനയിൽ നോക്കാൻ എല്ലാവരും ഹാപ്പിയിലാണ്. ഇവിടെ ഉള്ള ആളെ നോക്കുമ്പോൾ മുഖത്ത് ഹാപ്പി അല്ല. കാരണം അവന്റെ പ്രാരാബ്ദം അവനെ പ്രഷർ ചെയ്തുകൊണ്ടിരിക്കും. സമൂഹം അവനെ പ്രഷർ
അപ്പൊ അങ്ങനെ ഒരു അതുകൊണ്ട് അങ്ങനെയാണ്. അപ്പൊ ഇവിടെ ആളുകൾ ഇപ്പൊ കേരളത്തിൽ തന്നെ നോക്കൂ, ഇവിടെ ജോലി ചെയ്യാൻ മടിയായിട്ട് ആളുകൾ ഇപ്പൊ ആസാമിൽ നിന്നും അല്ല മറ്റോ നിന്നൊക്കെ ബംഗാളിൽ നിന്നൊക്കെ വന്നിട്ടല്ലോ ഇവിടെ ജോലി ചെയ്യുന്നത്. അപ്പം ഇവിടെ ഇതാണ് അതിന്റെ പ്രശ്നം. പിന്നെ ഒരു ആൾക്കാർക്ക് ക്യൂരിയോസിറ്റി ഉള്ളൊരു ആൾക്കാർക്ക് ക്യൂരിയോസിറ്റി കൂടുതലുള്ളൊരു ചോദ്യമായിരിക്കാം. അപ്പം ഇപ്പം ചിലപ്പോൾ ഒരു ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞിട്ട് ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്യാൻ നിൽക്കുന്ന ഒരാളായിരിക്കും, അല്ലെങ്കിൽ ചൈനയിൽ നിന്ന് കൂടുതൽ പ്രോഡക്റ്റ്സ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ചെയ്യാനായിട്ട് ആഗ്രഹമുള്ള ആളായിരിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഇപ്പോൾ ഈ നമ്മുടെ നാട്ടിൽ സാറ് ഇമ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്റ്റ്സിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള പ്രോഡക്റ്റ്സ് എന്താണ്, ഏറ്റവും കൂടുതൽ മൂവ്മെൻ്റ് ഉള്ള പ്രോഡക്റ്റ്സ് എന്താണ്? അപ്പോൾ അത് കേൾക്കുന്ന പ്രേക്ഷകർക്ക് ചിലപ്പം പെട്ടെന്നൊരു ഐഡിയ. അത് ഏത് സാധനങ്ങളും വിൽക്കുന്ന ആളുടെ കഴിവാണ്. അത് അങ്ങനെയാണ് അതിന്റെ കാര്യം. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഞാൻ മാർക്കറ്റ് ഡിമാൻഡ് അല്ല, ഇപ്പൊ നിങ്ങൾ തന്നെ ഇലക്ട്രോണിക് സാധനത്തിന്റെ ബിസിനസ്, അപ്പൊ നിങ്ങൾ ഇനി എന്ത് പറഞ്ഞാലും അതിനോട് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിക്കാം. റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കുക. അപ്പോൾ ഓരോ ആളുകളും ഓരോ കാര്യങ്ങളാണ് അന്വേഷിക്കുക. അതല്ലാതെ വേറൊരു കാര്യത്തിലേക്ക് പോകണമെങ്കിൽ വേറൊരാളെ പാർട്ട്ണർ ആകണോ, അങ്ങനെ ഉണ്ടെങ്കിലേ പോകുള്ളൂ. അത് അല്ലെങ്കിൽ പിന്നെ വളരെ കുറച്ച് ആളുകളാണ് പുതിയ മേഖലകൾ തിരഞ്ഞെടുക്കുന്നത്. വാസ്തവത്തിൽ ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ മേഖലകൾ, കാരണം ചൈന വളരെയധികം ഇന്ത്യനെ അപേക്ഷിച്ചിട്ട് പല കാര്യങ്ങളിലും വളരെയധികം മുന്നോട്ട് പോയി. അപ്പം ആ ചൈനയിൽ ഈ സംഗതികൾ ഒരുപാട് കാര്യങ്ങൾ പിന്നെ ഉണ്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി. അപ്പം നമ്മളിപ്പോഴും പിന്നെ ഇതിലെ ബിസിനസ്സിൽ റിസ്ക് എടുക്കാനും സ്മാർട്ടായിട്ടുള്ള ബിസിനസ്സുകാരൊക്കെ ചൈനയിൽ വർഷങ്ങൾക്ക് മുമ്പ് എത്തി. ഇപ്പോഴും നമ്മളെ നാട്ടിലെ ആളുകൾ ഇപ്പോഴും ചൈനയിൽ എത്തിയിട്ടില്ല. അവർ മാക്സിമം ബാങ്കോക്ക് പോയി അടിച്ചു പൊളിച്ച് പോരുന്നുള്ളൂ. അങ്ങോട്ട് അടുത്ത് പോയാൽ ചൈനയിലെത്തും. പക്ഷെ ആ പൈസ കൂടി ചിലപ്പോൾ ചൈനയിൽ പോയി കഴിഞ്ഞാൽ ബിസിനസ് എന്തും ചെയ്യാൻ പറ്റും. ഇവിടുത്തെ ഗൾഫിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ശരിക്കും ജോലി അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ബിസിനസ് പലതും ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ജോയിന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ മാത്രമേ നല്ലതുള്ളൂ, മറ്റൊരു മോശമാണോ നമ്മൾ വിചാരിക്കുന്നിടത്താണ് പ്രശ്നം. എല്ലാവരും നല്ലതാണ്, നമ്മൾ നല്ലതാണെങ്കിൽ ഞാൻ നിങ്ങളോട് നല്ലതാണ്, നിങ്ങൾ എന്നോട് നല്ലതാണ്. ആ പോളിസി എല്ലാ ആളുകൾക്കുള്ളത്. എല്ലാവരും വിചാരിക്കും അവൻ മാത്രമേ നല്ലതുള്ളൂ, ബാക്കിയൊക്കെ എന്നെ പറ്റിക്കാൻ നടക്കുകയാണെന്ന് വിചാരം. അപ്പൊ അതുകൊണ്ട് എന്ത് പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യാത്ര ചെയ്ത് ശീലം കൊണ്ട് നമ്മൾ പലരുടെയും സഹായം കൊണ്ടാണ്, ഇപ്പൊ ചൈനയിൽ തന്നെ അവരുടെയൊക്കെ സഹായം കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം ഈ നമ്മളെല്ലാം അങ്ങോട്ടും കൊടുത്തും വാങ്ങിയൊക്കെ തന്നെ ജീവിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ ഒന്നും പറ്റൂല. ചൈനയിലെ ആളുകൾ അവർക്ക് വേറെ ഫോക്കസ് ഒന്നുമില്ല. അപ്പൊ അവരിങ്ങനെ പോകുള്ളൂ. ഇപ്പൊ ഞാൻ നിങ്ങൾ ഇവിടെ 3 പേര് ഇരിക്കുന്നുണ്ടെങ്കിൽ അവര് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഇയാൾ എന്ത് ചെയ്യുന്നു നോക്കേയില്ല. ഇയാള് ഈ മുന്നിലേക്ക് മാത്രമേ നോക്കുള്ളൂ. അവർ ജോലി ചെയ്യുകയാണെങ്കിൽ ശരി, ഇനിയിപ്പോൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ശരി, എന്ത് നിങ്ങളിവിടെ കാട്ടിക്കുട്ടിയാലും അവർ നോക്കേയില്ല. അതാണ് അവർ പ്രത്യേകത ഉള്ളത്. അവർ വേറൊരാളുടെ കാര്യത്തിൽ ഇടപെടുന്ന പ്രശ്നമേ ഇല്ല. മനസ്സിലായി? പിന്നെ ഹെൽപ്ഫുൾ ആൾക്കാരാണ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഒഴിഞ്ഞു മാറും. അത് അവർ ചിലപ്പോൾ നിങ്ങളൊരു സഹായം ചോദിക്കുമ്പോൾ അവർക്ക് നിങ്ങളുടെ ഭാഷ സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരു വേഗം മാറിക്കാണും. കാരണം ഇതാണ് അവരുടെ പ്രശ്നം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അറിയുന്ന ആളുകൾ ഇപ്പോൾ അവരെ ജോലിയൊക്കെ ഒഴിവാക്കി നിങ്ങളൊന്ന് സഹായിക്കും. അപ്പോൾ അവർ വേറെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അവരുടെ ജോലിയൊക്കെ നിർത്തി വെച്ചിട്ട് നിങ്ങളെ ആവശ്യം കൊണ്ടാക്കി തന്ന നല്ല മനസ്സുള്ള ആൾക്കാരാണ്. അങ്ങനെ ഹെൽപ്ഫുൾ ആളുകളാണ്. പിന്നെ ഭയങ്കരമായിട്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ ഹൈജീനിക് ആണ്. അവിടെ ഒന്നും ഗവൺമെന്റ് വളരെ സ്ട്രിക്റ്റ് ആണ് ആ കാര്യത്തിൽ. പിന്നെ അതുകൊണ്ട് നാട് കണ്ടുമാനം വളർന്നുപോയി. അപ്പൊ എൻ്റെ ഒരു അനുമാനത്തിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിലേക്ക് വരുന്നത് ചിലപ്പം ഈ മൊബൈലിന്റെ അക്സസറീസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതൊന്നല്ല. മൊബൈൽ അക്സസറീസ് ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനം ആയതുകൊണ്ട് മൊബൈൽ അക്സസറീസ് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ദിവസം ഫോൺ മാറുന്നതിനനുസരിച്ച് അക്സസറീസ് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അത് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇഷ്ടം പോലെ. അതിന്റെ ഏറ്റവും വലിയ മാർക്കറ്റ്, ചൈനയിലെ ഏറ്റവും വലിയ മാർക്കറ്റ് ഗോങ്ചോലാണ്. അവിടുന്നാണ് ലോകത്തിലേക്ക് മുഴുവനും സാധനങ്ങൾ കുറച്ചിട്ടും കിട്ടും. ഇപ്പൊ നിങ്ങൾക്ക് 100 പീസാണെങ്കിൽ കിട്ടും, എന്ത് വേണമെങ്കിലും കിട്ടും കുറച്ച്. അത് പിന്നെ ചൈന പിന്നെ ലോകത്തിൽ മുഴുവനും അവിടുന്നാ പോകുന്നത്. എല്ലാവരും ബൾക്ക് ഫാക്ടറിയിൽ നിന്നൊന്നും വാങ്ങിക്കൊണ്ടുപോയില്ല, കാരണം അത് മാറിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പൊ ബ്രാൻഡ് ചെയ്യുന്ന ആളുകൾ വാങ്ങും. പക്ഷെ സാധാരണ ഇതിലുള്ള കച്ചവടക്കാർ അവിടെ ആളുകളെ നിർത്തിയിട്ട് ഡെയിലി മാർക്കറ്റിൽ പോയിട്ട് ഇവർക്ക് വേണ്ട സാധനങ്ങൾ ലിസ്റ്റ് കൊടുത്തിട്ട് അത് അയച്ചിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇത് ചോദിക്കാൻ ഏർക്കാർക്കുമാണ് അത് പോകുന്നത്. ഇപ്പം ചിലപ്പം ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ പോഡ്കാസ്റ്റ് സ്പോട്ടിഫൈയിലൊക്കെ കേൾക്കുന്ന ആൾക്കാർക്ക് അപ്പോൾ ഒരു പെട്ടെന്നൊരു ആശയം നമ്മുടെ ഭാഗത്തുനിന്ന് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് സ്ട്രൈക്ക് ആവും, ഇങ്ങനെ ഒരു ആശയം നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാമല്ലോ എന്നുള്ളത്. അപ്പം കുറച്ച് പ്രോഡക്റ്റ്സ് സാറൊന്ന് സജസ്റ്റ് ചെയ്യും അവർക്ക് അവിടുന്ന് സാറുമായി ബന്ധപ്പെട്ട് ഇവിടെ കൊണ്ടുവന്ന് എന്ത് സാധനങ്ങളും അവർക്ക് വേണ്ട ഏത് സാധനങ്ങളും ഞങ്ങൾ പിന്നെ ഇത് ചെയ്തു കൊടുക്കും. ഇപ്പോൾ ഓരോ രാജ്യങ്ങളിലേക്കും പോകുന്ന സാധനങ്ങൾ, ഇപ്പം ഞാൻ സൗദി അറേബ്യയിലേക്ക് സാധനങ്ങൾ ചെയ്യുന്നുണ്ട്, കാർ അക്സസറീസ് ചെയ്യുന്നുണ്ട്, ബിൽഡിംഗ് മെറ്റീരിയൽസ് ചെയ്യുന്നുണ്ട്, ടൂൾസ് ചെയ്യുന്നുണ്ട്.
സാനിറ്ററി വെയർ ചെയ്യുന്നുണ്ട്, ബാത്റൂം ഫിറ്റിംഗ്സ് ചെയ്യുന്നത്. ഇത് ആണ് മെയിനായിട്ട് അവിടെ ഇപ്പോൾ ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ ഒരു ബിസിനസ് വലിയ രീതിയിൽ നടക്കുന്നത്. പക്ഷേ ഇന്ത്യയിലേക്കോ മറ്റുള്ള ഇപ്പോൾ ഖത്തറിലേക്കൊക്കെ ഞാൻ വെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് മറ്റുള്ള അതൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഓരോ രാജ്യങ്ങളിലും ഓരോ സാധനങ്ങൾ അവിടെ ഡിമാൻഡ് അനുസരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ മാത്രമല്ല, ഞങ്ങളെപ്പോലത്തെ ഒരുപാട് ഏജൻസികൾ ഉണ്ട് ഇപ്പോൾ ചൈനയിൽ. അപ്പം നമ്മൾ ബന്ധപ്പെടുന്ന ആളുകൾക്ക് വേണ്ട എല്ലാ ഇതും ഞങ്ങൾ ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും എവിടെയാണ്, ഏത് ഏരിയയിലാണ്. അതൊരു ഇമ്പോർട്ടൻസ് ആണ്. ഇപ്പം കസ്റ്റമറിനുണ്ട് ഏത് ഏരിയയിലാണ് ഇത് കിട്ടുക, എത്രയും നന്നായിട്ട് കിട്ടുക. കസ്റ്റമർ ഇപ്പോൾ നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർക്ക് ഏത് റേഞ്ചിലുള്ള സാധനമാണ് വേണ്ടത്. അത് ഇപ്പോൾ ചിലവർക്ക് വേണ്ടത് വളരെ വില കുറഞ്ഞതായിരിക്കും, അവർക്ക് ഇപ്പം വല്ല കോൺട്രാക്റ്റിൽ ഇതിൽ കൊടുക്കാനുള്ള സാധനമായിരിക്കും. അപ്പോൾ അത് അത്ര ക്വാളിറ്റി അവർക്ക് വലിയ ഇമ്പോർട്ടൻസ് ആയിരിക്കില്ല. ചിലവർക്ക് അതല്ല, അവരുടെ ബ്രാൻഡിൽ വിൽക്കാനുള്ളതായിരിക്കും. അപ്പോൾ അവർക്ക് ക്വാളിറ്റി ഇമ്പോർട്ടൻസ് ആയിരിക്കും. ഓരോ ആളുകളുടെ ആവശ്യങ്ങൾ വളരെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അത് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അവരെ അതിൻ്റെ സ്പെസിഫിക്കേഷനും ഡീറ്റെയിൽസും കാര്യങ്ങളും ചോദിച്ചു കൊണ്ടുപോകും. ഇപ്പോൾ എനിക്കൊരു ആള് പിന്നെ നമ്മുടെ BNAയിൽ ഇന്നലെ മീറ്റിങ്ങിന് കണ്ടിട്ട് ഒരാൾ എനിക്ക് ഒരു ഇത് തന്നിട്ടുണ്ട്. അവർക്ക് 10-30 കണ്ടെയ്നർ സാധനമാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ തന്നു. അപ്പോൾ അത് അവർക്കത് പ്രൈസ് റീസണബിൾ ആണ്, അവർക്ക് ബോധ്യമായിട്ട് പിന്നെ അതിൻ്റെ സാമ്പിൾസ് അപ്രൂവൽ ആയതാണ് അവർ വാങ്ങുക. വലിയ ബിസിനസ് ആകുമ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് പെട്ടെന്ന് നടക്കില്ല, ഒരു സമയം എടുക്കും, ഒരു 3 മാസം സമയം എടുക്കും ഇതിൻ്റെ പ്രോസസ്സിങ് നടത്താൻ. അപ്പം അങ്ങനെ ആളുകളോട് ഞങ്ങൾക്ക് അറിയാം എന്തൊക്കെ വേണം എന്നുള്ളത്. എന്നാലും ഞങ്ങളെ ടീമിന് ഞങ്ങളത് കൊടുക്കുമ്പോൾ അവർക്കത് ഈസിയാണ്. നമ്മൾ അല്ലെങ്കിൽ അവർക്കത് ഇപ്പോൾ എന്തെങ്കിലും ഒരു സാധനം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഫോർ എക്സാമ്പിൾ തന്നെ ഒരു ഗ്ലൗസ് പറയുകയാണ്. ഈ ഗ്ലൗസ് തന്നെ പല വെയിറ്റുകളുണ്ട്, പല മെറ്റീരിയലുണ്ട്, പല കാര്യങ്ങളുണ്ട്. അപ്പം ഒരു ഗ്ലൗസ് എന്ന് പറഞ്ഞിട്ട് ഈ ഗ്ലൗസിൻ്റെ എന്തായാലും നിങ്ങൾക്ക് പറയും അയ്യോ ഇതിന് വില കൂടുതലാണെന്ന്. ഞാൻ വില കുറച്ച് പറഞ്ഞു, നിങ്ങൾ വിചാരിക്കും ആ സാധനം തല്ലിപ്പൊളിയാണ്. കാരണം നിങ്ങളെ മൈൻഡ് അത്ര വില ഇല്ലല്ലോ, ഇത് എന്തോ തല്ലിപ്പൊളിയാണ് ആയിരിക്കും. നമ്മളത് വളരെ വലിയ കമ്പനിയിൽ നിന്ന് റൂട്ടിൽ നിന്ന് പോയി വാങ്ങിക്കൊടുക്കായിരിക്കും. അപ്പം പുള്ളിക്ക് സംശയിക്കും, അപ്പം പുള്ളി പോലെ എനിക്ക് സാമ്പിൾ കാണണം, മറ്റു കാണുന്ന പറയും. അങ്ങനെ പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇതിന്റെ ചൈനയിൽ എന്ത് ബിസിനസ് ചെയ്യുകയാണെങ്കിലും ക്വാണ്ടിറ്റി ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ല വിലക്ക് ചെയ്യാൻ പറ്റും. അതാണ് അതിന്റെ. പിന്നെ ഇവിടെ വിൽക്കുന്ന ഏത് ബ്രാൻഡിന്റെ ഉള്ളിലും ചൈനന്റെ സാധനങ്ങളുണ്ട്. മെയ്ഡ് ഇൻ ചൈന എന്ന് പറഞ്ഞ് വിൽക്കുന്ന പ്രോഡക്റ്റിലും പലതും ചൈനയിൽ നിന്ന് മെറ്റീരിയൽസ് വരുത്തിച്ചിട്ട് ഇവിടുന്ന് അസംബിൾ ചെയ്തിട്ടാണ് മെയ്ഡ് ഇൻ ചൈന. അധികം കുറെ സാധനം മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് വിൽക്കുന്ന കുറെ പ്രോഡക്റ്റിൽ എല്ലാ പല പ്രൊഡക്റ്റിലും ചൈനയിൽ നിന്ന് സാധനങ്ങൾ മെറ്റീരിയൽസ് കൊണ്ടുവന്നിട്ടാണ്. പിന്നെ പല ഇലക്ട്രിക് പ്രോഡക്റ്റ് ബിസ് സർട്ടിഫിക്കറ്റ് വേണം. അപ്പൊ അതൊക്കെ ഞങ്ങൾ ഏർപ്പാടാക്കി കൊടുക്കുക. അല്ലെങ്കിൽ അത് ചെയ്യുന്ന അതെ, അപ്പൊ അത് തരുന്ന കമ്പനികളുണ്ട്, ഉള്ള കമ്പനികളുണ്ട്. അതല്ലെങ്കിൽ ഞങ്ങൾ അത് പിന്നെ അതിനുള്ള സർട്ടിഫിക്കറ്റ് ഇപ്പൊ സൗദി അറേബ്യയിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അവിടെ സർട്ടിഫിക്കറ്റ് പല കാര്യത്തിനും വേണം. മൊബൈൽ ആക്സസറീസ് ആണെങ്കിൽ ROHSന്റെ സർട്ടിഫിക്കറ്റ് വേണം. അപ്പൊ അതൊക്കെ ഞങ്ങൾ ഏർപ്പാടാക്കി കൊടുക്കും. അപ്പൊ അത് ക്വാണ്ടിറ്റി എടുക്കുമ്പോഴേ ആ സർട്ടിഫിക്കറ്റ് വാങ്ങുമ്പോൾ അതിനൊരു എമൗണ്ട് വരും. അപ്പൊ ഇയാൾക്ക് ക്വാണ്ടിറ്റി ഇല്ലെങ്കിൽ അത് നഷ്ടമാണ്. മനസ്സിലല്ലേ? അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ആളുകൾ കയ്യിൽ കൊണ്ടുപോകുന്നതും ഒക്കെ ഉണ്ട്, ഇഷ്ടം പോലെ. വരുമ്പോൾ കുറച്ചൊക്കെ കൊണ്ടുവരും. അപ്പോൾ അങ്ങനെ വിൽക്കുന്ന ആളുകളുണ്ട്. പോയിട്ടൊന്ന് വരുമ്പോൾ കുറച്ചൊക്കെ കൊണ്ടുവരും. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ പിന്നെ ഇപ്പോൾ ചൈനയിൽ നിന്ന് ഇപ്പോൾ ഹോങ്കോങ്ങിൽ വന്നിട്ട് ചൈനയിലേക്ക് ബസ്സിന് ട്രെയിനൊക്കെ പോകാം. അപ്പോൾ ഹോങ്കോങ്ങിൽ നിന്ന് നിങ്ങളൊരു ഐഫോൺ വാങ്ങി ഇവിടെ കൊണ്ടുപോയി വിൽക്കുകയാണെങ്കിൽ 25,000-30,000 ഡിഫറൻസ് ഉണ്ട് ഇവിടെ ഒരു ഫോണിന്. അപ്പോൾ ആളുകൾ അങ്ങനെ ഒരു ഫോൺ മാത്രം അവിടുന്ന് കൊണ്ടുവരാൻ സമ്മതിക്കും, ഉപയോഗിക്കാന്ന് പറഞ്ഞിട്ട് ആളുകൾ 1-2 ഫോണൊക്കെ കൊണ്ടുവരും. അത് അങ്ങനെ കൊണ്ടുവരുന്നവരുണ്ട് ഇഷ്ടം പോലെ. ഇപ്പം 10-20,000 രൂപ പുതിയത് ഇറങ്ങുകയാണെങ്കിൽ 50,000 വ്യത്യാസം. ഇപ്പം ഇത് കഴിയുമ്പോൾ പിന്നെ ഇപ്പം പുതിയ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഭയങ്കര ഡിമാൻഡാണ്. അപ്പോൾ അതിന് ഭയങ്കര ഡിമാൻഡ്, അതിവിടെ കിട്ടുമ്പോൾ അതിന് ഭയങ്കര പൈസയാണ്. അപ്പം അതുവരെ കസ്റ്റമേഴ്സിന് പിടിക്കും. ഒന്നൊക്കെ കൊണ്ടുവരാൻ സമ്മതിക്കും, പൊട്ടി പൊളിച്ചിട്ട്. അതല്ലാതെ ഇപ്പോൾ പിടിക്കും ഫസ്റ്റിലാകുമ്പോൾ. അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്ന ആളുകളുണ്ട്. ഞങ്ങളിതൊന്നും ചെയ്യുന്നില്ല, ചെയ്ത് കൊടുക്കാറുമില്ല. കാരണം എന്താ വെച്ചാൽ ഞങ്ങളത് പിന്നെ ഇല്ലീഗലായിട്ടുള്ള പരിപാടി കാരണം ഞങ്ങൾ എസ്റ്റാബ്ലിഷ് ആയി നിൽക്കുന്ന അമ്മയെ കൊണ്ട് ഞങ്ങൾക്ക് പിന്നെ അവിടെ നിൽക്കാൻ പറ്റില്ല. ഞങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ബ്ലാക്ക് ലിസ്റ്റിൽ വരുത്തുകയാണ്. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയല്ലേ? കാരണം ചൈനയിൽ ഒരു പ്രൊഡക്റ്റ് മേടിക്കുമ്പോഴും നമ്മളവിടെ പോകുമ്പോഴും ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും പലർക്കും അറിയത്തില്ലായിരുന്നു. എല്ലാരും വിചാരിക്കുന്നത്, ഞാൻ തന്നെ വീഡിയോ പറഞ്ഞാണെന്ന് അറിയാമോ, ഈ ഒരു ചെറിയ എമൗണ്ടിന് നമുക്ക് സാധനം മേടിച്ച് ഈ എമൗണ്ടിന് വിൽക്കാൻ പറ്റും. ഞാൻ ചൈനയിൽ ഇത്ര രൂപയ്ക്ക് മേടിച്ചു. പക്ഷെ അതിൽ ആ ഒരു കടമ്പ എന്നുള്ള അതല്ല ചിലപ്പോൾ ഞങ്ങൾ സാധാരണ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു 100 രൂപന്റെ സാധനത്തിന് വില ചോദിക്കുകയാണ് അവിടെ. അപ്പം ഇതിനെത്ര 100 രൂപ എന്ന് പറയാണ്. അപ്പം എന്താ കാരണം വെച്ചാൽ ഞാൻ പോകുന്ന സമയത്ത് ഒരു അവിടുത്തെ ഒരു യുവാനിന് ഇന്ത്യൻ്റെ 5 രൂപ ഉള്ളായിരുന്നു. ഇപ്പൊ ഒരു 23 വർഷം 12 രൂപ ആണ്. നമ്മളെ 12 രൂപ ഉണ്ടെങ്കിൽ അവിടുത്തെ ചെയ്യാൻ കിട്ടുള്ളൂ. അപ്പൊ നമ്മളെ വാല്യൂ കുറഞ്ഞു പോയി. അപ്പൊ ഞങ്ങൾ പൈസ അധികം കൊടുക്കണം.
മനസ്സിലല്ലേ? അന്ന് അതില്ലായിരുന്നു. അതാണ് ഒരു വ്യത്യാസം. രണ്ടാമത്തെ വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ സാധനങ്ങൾ ഇപ്പോൾ ആളുകൾ ചൈനത്തത് ഉപയോഗിക്കാൻ തുടങ്ങി ഇവിടെ. ആദ്യം അത് ഇല്ലായിരുന്നു. ചൈന എന്ന് പറഞ്ഞാൽ തല്ലിപ്പൊളിയാണെന്നുള്ള ഒരു ധാരണയുണ്ടായിരുന്നു. അത് തന്നെ ഒരു കാരണമുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. ചൈനയിൽ അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾ ആവശ്യപ്പെടുന്ന പ്രൊഡക്റ്റ് അവരുണ്ടാക്കി തരികയാണ്. നിങ്ങൾക്ക് ഏത് ലെവലിലാണോ ഉണ്ടാക്കേണ്ടത് അത് തരും. നിങ്ങൾ ഏറ്റവും നല്ലത് വേണം, ഏറ്റവും കൂടിയത് വേണം. നിങ്ങൾ USA പോയാലും ചൈനൻ്റെ ആണ്, യൂറോപ്പിൽ പോയാലും ചൈനൻ്റെ ആണ് ഉള്ളത്, ഏത് പോയാലും ചൈനൻ്റെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ക്വാളിറ്റിയിലാകുമ്പോൾ അവർ ആ വില പറയും, അത്രേ ഉള്ളൂ. ആപ്പിൾ ഉണ്ടാക്കുന്ന ചൈനന്നല്ലേ? കാരണം ഇവിടുത്തെ എല്ലാ പ്രമുഖ ബ്രാൻഡും ഉണ്ടാക്കുന്നത് ചൈനയിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ പിന്നെ ഇയാൾ ടെസ്ല കാർ ഇറക്കിയത് ചൈനയിൽ നിന്ന് ഇറക്കിയിട്ടാണ് ഇവിടെ കൊണ്ടുവരുന്നത്, മനസ്സിലല്ലേ? അപ്പം അപ്പം അതൊരു ചൈനയിൽ ഉണ്ടാക്കിയതുകൊണ്ട് മോശമാകുന്നില്ല. നിങ്ങളുടെ ചൈനയില് ഏത് ക്വാളിറ്റിയിൽ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് കാര്യം. നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ചൈനയില് ആ ഒരു പ്രോഡക്റ്റിന് ആ ഒരു പ്രൈസിങ് ഉണ്ടാവും. അപ്പം അതായത് ഒരു ഇപ്പം നമ്മൾ കൂടുതലും എന്താ പറയാ ബിസിനസ്സുകാരെ ഉദ്ദേശിച്ചുകൊണ്ട് അതെ നിങ്ങളുടെ ടാർഗറ്റ് മാർക്കറ്റ് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണോ നിങ്ങൾ പറഞ്ഞ് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങൾ ഏത് തരം കസ്റ്റമേഴ്സിനാണ് നോക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം. കാരണം കസ്റ്റമേഴ്സ് ഒരു 3-4 തരമുണ്ട്. അപ്പൊ അവരെ ഏത് റേഞ്ചാണ് നിങ്ങൾ നോക്കുന്നത് അനുസരിച്ചിട്ടാണ് ഇവർ ആളുകളെ കൊണ്ടുവരുന്നത്. അപ്പം ഹൈ ക്ലാസ് കസ്റ്റമേഴ്സ് ആ ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ വാങ്ങുള്ളൂ, മനസ്സിലായില്ലേ? അപ്പം ലോ ക്ലാസ് ആകുമ്പോൾ ലോ ക്ലാസ് അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, അത് ഒരു ഇതുണ്ടല്ലോ. ഇപ്പൊ കാറൊക്കെ വാങ്ങിയത് വില കുറഞ്ഞ കാർ എന്നുള്ള രീതിയുണ്ടല്ലോ. അപ്പൊ അത് അത്ര ബഡ്ജറ്റുള്ള ആളുകൾക്കുള്ള ആ ഒരു കസ്റ്റമേഴ്സ് നോക്കുമ്പോൾ അവർ ആ തരത്തിലുള്ള സാധനങ്ങളാണ് കൊണ്ടുവരിക. അവരെ കസ്റ്റമൈസ് ആ എഫേർഡ് അത്ര എടുക്കാനുള്ള കഴിവുണ്ടാവുള്ളൂ അവർ. അപ്പോൾ ആ വിലയുള്ള സാധനങ്ങൾ അവരെടുത്ത് പോവുള്ളൂ, മനസ്സിലായില്ലേ? ഇപ്പം ലെതർ തന്നെ ഇപ്പോൾ ഒരു ചെയർ പറയുകയാണെങ്കിൽ ഈ ചെയറിൽ റെക്സിന് ഉള്ളതുണ്ട്, ലെതർ ഉള്ളതുണ്ട്, റെക്സിന് തന്നെ പല വെറൈൻ്റെതുണ്ട്, പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് വലിയ ഇതിലൊക്കെ പോകുമ്പോൾ ഇതിന് ലക്ഷക്കണക്കിന് ഉറുപ്പ്യൻ്റെ ചെയറും ഉണ്ട്. ഇത് അതേ സമയത്ത് ഇതിന് ചൈനയിൽ പറയുകയാണെങ്കിൽ ഈ ഇങ്ങനത്തെ ഒരു ചെയറിന് 150 രൂപ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു 1500-2000 രൂപക്ക് 1500 രൂപക്ക് 2000 രൂപക്ക് ചെയർ കിട്ടും, അങ്ങനെ കിട്ടും. അപ്പം അതിൻ്റെ റെക്സിനൊക്കെ കാണാനുണ്ടാവും, പക്ഷെ ആ ക്വാളിറ്റി ഉണ്ടാവില്ല. മറ്റത് ക്വാളിറ്റി ഇങ്ങനെ കൂടുന്തോറും എന്താ വെച്ച് കഴിഞ്ഞാൽ വില കൂടും. ആ മെറ്റീരിയൽസ് ഡിഫറൻസ് ആണ്. അപ്പം നിങ്ങൾ പറഞ്ഞവരുണ്ടാക്കി തരും, നിങ്ങൾക്ക് ഏത് തരമാണെങ്കിലും അവരുണ്ടാക്കി. പിന്നെ ചൈനന്ന് നമുക്ക് ചൈനന്ന് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റബിൾ ആണ്. എന്നാലും ചെയ്യാൻ അറിയുന്നവൻ്റെ അടുത്ത് കയറ്റിയാൽ പ്രോഫിറ്റബിൾ ആണ്. അപ്പോൾ അതിൽ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും ബിസിനസ് ചെയ്യാന്നുള്ളതാണ്. നമ്മൾ ജോലി അടിച്ച് പോയി എന്നിട്ട് അവിടെ കുറച്ച് എന്തെങ്കിലും പോയ വെക്കുക എന്തെങ്കിലും കൊണ്ടുവന്ന് എന്തെങ്കിലും വിൽക്കാൻ നോക്കുമ്പോൾ സീരിയസ് ആയിട്ട് തന്നെ കാണണം. ബിസിനസ്സിനെ ബിസിനസ്സായി കാണാൻ, മറ്റുള്ള കാണണം, അത് അങ്ങനെ കാണണം. അതല്ല രണ്ടും രണ്ടായിട്ട് മിക്സ് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ശരിക്കുള്ള കാര്യമാണ്. കാരണം മിക്ക ആൾക്കാർ ഇവിടുന്ന് ചൈനയ്ക്ക് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പോയി എൻജോയ് ചെയ്ത് വരാം, ആ കൂട്ടത്തിൽ കുറച്ച് എന്തെങ്കിലും കച്ചവടം നടക്കുമോ, സൈഡിൽ കൂടെ കച്ചവടം നടക്കുമോ എന്നുള്ള ചിന്തയും കൊണ്ട് പോകുന്ന ആൾക്കാർ അങ്ങനെ ഉള്ളതുണ്ട്. വാസ്തവത്തിൽ പിന്നെ ചെറിയ ആൾക്കാരെ വീട്ടിൽ നിന്ന് സമ്മതിക്കാനും വേണ്ടി കച്ചവടം ചെയ്യണ്ട, പൈസ ലാഭമൊന്നും വേണ്ട, വീട്ടിൽ നിന്ന് പോകാൻ ഒരു കച്ചവടത്തിന് പോകണമല്ലോ. അപ്പോൾ അവർക്ക് ജോലി അടിക്കാൻ പോകണം, അപ്പൊ അതിന് എന്തെങ്കിലും ഒരു സാധനം വേണം, പരിപാടി വേണം. അപ്പൊ അതിനൊരു കച്ചവടം അവരാണ് മാർക്കറ്റില് പ്രശ്നം ഉണ്ടാക്കുക. കാരണം അപ്പം വീട്ടിൽ നിന്ന് രണ്ടാമത് പോകാമല്ലോ, ആ വീട്ടിലെ പെർമിഷന് വേണ്ടി പോകുന്ന ആളുകളുണ്ട്. അങ്ങനെ ബിസിനസ് ചെയ്യുന്നത് ഡംപ് ചെയ്യാനുള്ള ഒരു പ്ലാനോട് കൂടി അവർക്ക് വിറ്റ് പൈസ വേണ്ട, അത് മതി, ലാഭമൊന്നും വേണ്ട, എടുത്തോ തന്ന പൈസ, അങ്ങനെ പോണവരുണ്ട്. അങ്ങനെ അതൊക്കെ അധികമില്ല, കുറച്ച് ആളുകൾ അങ്ങനെ ഉണ്ട്. ഞാൻ അറിയുന്നവരൊക്കെ അങ്ങനെ കുറച്ച് ആളുകൾ അങ്ങനെ ഉണ്ട്. പിന്നെ സീരിയസ് ആയിട്ട് ബിസിനസിനെ കാണുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഇനിയിപ്പോൾ കേരളത്തിലോട്ട് സൽമാൻ സാറിന് ഒരുപാട് ഓർഡറുകൾ വരാൻ പോകുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ റോബോട്ടിക്സിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചപ്പോൾ ഈ റോബോട്ടിക്സിൻ്റെ ഒരുപാട് കമ്പനികൾ ഇവിടെ കേരളത്തിൽ ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ തന്നെ 3ാമത്തെ ഏറ്റവും വലിയ റോബോട്ടിക് ഹബിലൊന്നാണ് കേരളം. അപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ എൻക്വയറീസോ ഓർഡറുകളോ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ? നിങ്ങൾ തന്നെ പറഞ്ഞിട്ട് ഒരു ടീം തൃശ്ശൂരിലെ എന്നോട് സംസാരിച്ചിരുന്നു. അതാണ് ഒന്ന് വന്നത്. പിന്നെ അതിലേക്ക് ഞാൻ അതിനെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ അവിടെ ഇതിനൊക്കെ ചൈനീസ് സ്റ്റാഫിനെ വെച്ചുകൊണ്ടാണ് ഇതിനൊക്കെ കൈകാര്യം ചെയ്യുന്നത്. എല്ലാ കാര്യം ഇപ്പം ഞാനൊരു സകലകാലോ വല്ലവനൊന്നല്ലല്ലോ, എല്ലാ കാര്യം അറിയാനും വേണ്ടി നമ്മൾ ചെയ്ത പരിചയമുള്ള കാര്യങ്ങൾ അറിയാം. അപ്പം പുതിയ പുതിയ കാര്യങ്ങൾ ആളുകളുടെ ഡിമാൻഡ് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞതും ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടും. പിന്നെ ഞാൻ അവിടെ എന്താണ് എനിക്കുള്ളൊരു അഡ്വാൻറ്റേജസ് എന്താ വെച്ചാൽ ഞാൻ പരമാവധി അവിടുത്തെ എല്ലാ
എക്സിബിഷൻ ഈ ക്യാൻറ്റീൻ ഫെയർ അല്ല, അവിടെ തന്നെ ഇന്റേണൽ ഒരുപാട് എക്സിബിഷൻ ഉണ്ട്. പല പ്രൊവിൻസിലും എക്സിബിഷൻ, നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ പല എല്ലാ എക്സിബിഷനും ഞാൻ പോയി അറ്റൻഡ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഒരു ഹോം ഡെക്കർ ചെയ്യുന്ന ഒരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ ഇന്ന സാധനം ട്രെൻഡിങ് ആണെന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ആ ഒരു പ്രോഡക്റ്റ് നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ടുണ്ടാവില്ല. അത് ട്രെൻഡിങ് നമ്മുടെ നാട്ടിൽ ട്രെൻഡിങ് ആവുന്നതിന് മുമ്പ് തന്നെ നമുക്കത് അവർക്ക് അവിടെ ഈ സാധനം ഇവിടെ പ്രസന്റ് ചെയ്യാം. അതെ, ഇപ്പൊ നമുക്ക് BNI തന്നെ സിജി മാഡം കുറെ വർഷങ്ങൾ മുമ്പ് പോകാൻ വിചാരിച്ചാണ്. അപ്പൊ ഒരാളെ റൈറ്റ് പേഴ്സണെ കിട്ടാത്തതിനെ കൊണ്ട് നമ്മളെ പരിചയപ്പെട്ടപ്പോൾ അങ്ങനെ വന്നു. അപ്പൊ അവര് അവിടുന്ന് സാധനങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആളുകൾ ഒരു ഫസ്റ്റ് വന്നിട്ട് സാധനം എടുത്തോളന്നില്ല. ഒരു പ്രാവശ്യം വന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ അവന്റെ മനസ്സ് അത് തന്നെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. അവന് കാര്യങ്ങളുണ്ടല്ലോ അവിടെ. അപ്പൊ രണ്ടാമത്തെ പ്രാവശ്യം അവനോ അവന്റെ പാർട്ട്നേഴ്സിനോ ആരെങ്കിലും കൂട്ടിയിട്ട് ആ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ശരിക്കും അതിനൊരു നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്താൽ ബിസിനസ് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. പിന്നെ അല്ലാതെ വേറെ ആൾ എന്തെങ്കിലും വിൽക്കുന്നത് കണ്ടിട്ട് നമ്മൾ വാങ്ങി വിൽക്കാൻ നിൽക്കുന്നതല്ല ആവശ്യം. ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും കിട്ടുമ്പോൾ അത് ഞാൻ കൊണ്ടുവന്ന് വിറ്റ് എന്നിട്ട് അതിനെ ഇല്ലാതാക്കലല്ല ആവശ്യം. നമ്മള് നമ്മുടെ രീതിയിൽ ബിസിനസ് മാർക്കറ്റിനെ അനലൈസ് ചെയ്യുക, മാർക്കറ്റിൽ ഡിമാൻഡുള്ള പ്രോഡക്റ്റുകൾ കണ്ടെത്തുക, ആ പ്രോഡക്റ്റുകൾ കുറിച്ച് കൂടുതൽ പഠിക്കുക, ടെസ്റ്റ് റൺ ചെയ്യുക, എന്നിട്ട് ആ പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ കൊണ്ടുവന്നിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ. എല്ലാ സാധനങ്ങളും ഉണ്ട്, ഒരു സാധനം അവിടെ കിട്ടാത്തില്ല. പിന്നെ വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഭയങ്കര വലിയതായിട്ടുള്ള സംവിധാനമാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ പോലെ അല്ല ഉള്ളത്. അപ്പം അത് നമ്മുടെ നമ്മുടെ നാട് തന്നെയാണല്ലോ, നമ്മളിപ്പോൾ എന്തായാലും ഇവിടെ തന്നെയാണല്ലോ. അപ്പോൾ അത് വേറെ കാര്യം. പക്ഷെ നമ്മൾ ബിസിനസ്സിന് സാധ്യത ഉള്ളത് പരമാവധി ഉപയോഗപ്പെടുത്തുക. ഒരു പ്രായമാണ്, ഒരു സമയമാണ് എല്ലാവർക്കും ഉള്ളത്. എല്ലാ സമയത്തും ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ കളി മറന്നുപോയിട്ടല്ല വീട്ടിൽ ചിരിക്കുന്നത്. അതിന് ഒരു പ്രായമുണ്ട് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിന് നമുക്കൊരു പ്രായമുണ്ട്. ആ സമയത്ത് നമ്മൾ കളിച്ച് എടുത്തു പോകണം. അതല്ലെങ്കിൽ പിന്നെ നമുക്ക് ഖേദിച്ചിട്ട് കാര്യമില്ല. മനസ്സിലായില്ലേ? അപ്പം അതാണ് ഞാൻ എല്ലാവരും പറയും, ബിസിനസ് ചെയ്യുക അതൊരു ആർട്ടാണ്. നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കും ചെയ്യാൻ പറ്റും. അതെ, അതിൽ കുറേ മിസ്റ്റേക്കുകൾ വരുത്തിയാണ് അത് പഠിക്കാൻ പറ്റുള്ളൂ. അത് ഒരാൾ ഇന്ന് ഇറങ്ങി നാളെ വലിയൊരു ബിസിനസ്സുകാരനാകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ വരും. അല്ല, ചൈനയിൽ നിന്ന് ബിസിനസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവര് മനസ്സിലാക്കുന്ന പല ആളുകളുടെ വിചാരം ഇമ്പോർട്ട് ലൈസൻസ് എനിക്കില്ല, എനിക്ക് ഇമ്പോർട്ട് ലൈസൻസ് ഇല്ല. എന്നോട് പലരും പറയുന്നുണ്ട്. ഞാൻ പറയും 2 ദിവസം കൊണ്ട് ഞാൻ എടുത്തരാം. ഞാൻ അപ്പൊ തന്നെ അവർ കോൺടാക്ട് നമ്പർ കൊടുക്കും, അവരെ കൊണ്ട് എടുപ്പിച്ചു കൊടുക്കും. അവർ പിന്നെ ഇമ്പോർട്ട് ലൈസൻസ് എടുത്ത് 2 ദിവസം കൊണ്ട് കിട്ടും. നമ്മുടെ അനിൽ സാറിന് ഒക്കെ ചെയ്യാൻ പറ്റും. ഞാൻ അറിയുന്ന ഇത് ചെയ്തു കൊടുക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഞാൻ അവരെ നമ്പർ കൊടുക്കും, അവരെ വിളിച്ച് 2 ദിവസം കൊണ്ട് തന്നെ ഇമ്പോർട്ട് ലൈസൻസ് കിട്ടും. ഇത് ഒരു വിഷയമൊന്നും കേസല്ല. പിന്നെ അതിന് നല്ല നല്ല ഏജൻസികൾ ഇവിടെ ഉണ്ട് ഇമ്പോർട്ട് ചെയ്ത് ഇത് ചെയ്ത് കൊടുക്കാനുള്ള. കൊച്ചിയിൽ അല്ലെങ്കിൽ ചെന്നൈയിലൊക്കെ വരുത്തുന്നുണ്ട്, പിന്നെ ചെയ്തു കൊടുക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ സാധനം അവർ പറയുന്ന പോർട്ടിൽ വരെ നമ്മളെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ സംസാരിച്ചു, അതായത് ഒരു 10 ലക്ഷം രൂപ ഉണ്ടെങ്കിലും നമുക്ക് വേണ്ട പ്രോഡക്റ്റ് ഐഡന്റിഫൈ ചെയ്തിട്ട് നമുക്കൊരു പാർട്ട് കണ്ടെയ്നറിൽ നമുക്ക് സാധനം ഇവിടെ എത്തിക്കാം. അപ്പം നമ്മളൊരു ചെറിയ ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ നോർമലി അവിടെ നിന്ന് ഒരു വലിയ ക്വാണ്ടിറ്റി എടുക്കുന്നതിനേക്കാളും എത്ര പ്രൈസ് ഡിഫറൻസ് വ്യത്യാസം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ലേഡീസ് ബാഗിൻ്റെ ഒരു കച്ചവടങ്ങൾ തുടങ്ങണം. അത് ഭയങ്കരമായിട്ടുള്ള ലാഭകര ബിസിനസ്സാണ്. കാരണം അവിടെ വളരെ ഈ 10 ലക്ഷം ഇവിടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് വരുള്ളൂ. നിങ്ങളൊരു 5-6 ലക്ഷം റുപ്യേൻ്റെ സാധനം എടുത്താൽ കണ്ടാൽ നിങ്ങൾക്ക് ഒരുപാട് എടുക്കാൻ തോന്നും. പക്ഷെ അവിടെ നിന്ന് കുറച്ച് കിട്ടും അത് മാർക്കറ്റിൽ നിന്ന്, ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്ന്. അപ്പോൾ ഇവിടെ ഇല്ലാത്ത ഫാഷനുകൾ. അപ്പോൾ അത് പിന്നെ അതിനൊരു ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ അത് സെലക്ട് ചെയ്യുമ്പോൾ ലേഡീസ് തന്നെ പോകണം. നമ്മൾ പോയി കണ്ടു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മളെ ചോയ്സ് അല്ല പെണ്ണുങ്ങൾക്ക് പിടിക്കാൻ. അപ്പൊ അവര് ചോയ്സ് ചെയ്യണം, സെലക്ട് ചെയ്യണം. അങ്ങനത്തെ ഒരു സാധനം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നന്നായിട്ട് വിൽക്കാൻ പറ്റും. നിങ്ങൾ ഇപ്പം ഹോൾസെയിലായിട്ട് വിൽക്കാം, റീറ്റെയിലായിട്ട് വിൽക്കാം, ഒക്കെ ചെയ്യാം. വിൽക്കാൻ പല രീതിയിലും വിൽക്കാം. അപ്പോൾ അത് ആ ചൂസ് ചെയ്യുന്നിടത്താണ്. ഇപ്പോൾ ഒരാൾ കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് സ്വന്തമാക്കണം എന്നുള്ള ഒരു തോന്നിച്ചുണ്ടല്ലോ. അത് പിന്നെ ഞാൻ പലരും അങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരുപാട് നല്ല സാധ്യതകളുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ പെണ്ണുങ്ങൾ ഉപയോഗിക്കുന്ന പിന്നെ ഇതുണ്ടല്ലോ, ഓർണമെന്റ്സ്, ഗോൾഡ് കവറിങ് സാധനം, അത് ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ടുണ്ട്, സിൽവർ, അതായത് പല സ്റ്റെയിൻലെസ് സ്റ്റീലിൽ പ്ലേറ്റ് ചെയ്തിട്ടുണ്ട്, പല രീതിയിലുള്ള ക്വാളിറ്റി ഉണ്ട്. അതും വളരെ ചീപ്പാണ് ഇവിടെ മാർക്കറ്റ് ചെയ്യാൻ. വളരെ അത് ആക്ച്വലി നമ്മളിത് പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ഫാക്ടറിയിൽ നിന്നായിരിക്കും മാർക്കറ്റ് ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്നായിരിക്കും പർച്ചേസ്. അപ്പോൾ നമുക്ക് ഒരു 100 തരം സൈസ് എടുക്കാം. അതിനാകെ നമുക്ക് ഒരു ഇങ്ങനത്തെ സാധനമൊക്കെ എടുക്കാൻ വെച്ചാൽ പരമാവധി 5-6 ലക്ഷം റുപ്യ ഉണ്ടെങ്കിൽ ഒരുപാട് സാധനങ്ങൾ കിട്ടും. ഓക്കെ.
നിങ്ങൾക്ക് അതൊരു 6 ലക്ഷം റുപ്യയുടെ സാധനം നിങ്ങൾക്ക് ഒരു ഡ്യൂട്ടി എല്ലാം കൂടി കഴിഞ്ഞ് അതാ ഞാൻ പറഞ്ഞത്, അത് നേരത്തെ പറയാൻ വിചാരിച്ചതാണ്. അതായത് ഞങ്ങളത് കസ്റ്റമർ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ലാൻഡിങ് കോസ്റ്റ് എത്ര എത്തുന്നു ചോദിക്കും. അപ്പോൾ ഞങ്ങൾ ഒരു 40% അതിന് നമ്മൾ കൂട്ടിക്കോ. അപ്പോൾ ഉദാഹരണം 100 രൂപയുടെ സാധനം വാങ്ങിച്ചാൽ 140 രൂപയാവും ഇവിടുത്തെ GSTയും ടാക്സ് ഡ്യൂട്ടിയും എല്ലാം കൂടി ക്ലിയറൻസും എല്ലാം കൂടി. അപ്പോൾ നിങ്ങൾ ഗോഡൗണിലെത്താൻ അപ്പോൾ അയാൾ അത് കാൽക്കുലേറ്റ്. അപ്പോൾ ഞാൻ പറയുന്നത് കുറച്ചും കൂടി കൂട്ടിക്കോളും. ഇനിയിപ്പോൾ നഷ്ടം എന്തെങ്കിലും വന്നിട്ട് 160 ആവശ്യമില്ല, അത് 150 തന്നെ ആവുള്ളൂ. പക്ഷെ ഒരു 150 വേണമെങ്കിൽ അയാൾക്ക് കൂട്ടാൻ വേണമെങ്കിൽ അത്ര അതിൽ കൂടുതൽ ഒരിക്കലും വരില്ല. ഒരു 50% പറഞ്ഞാൽ തന്നെ വലിയ സാധനമല്ലേ. അപ്പൊ അങ്ങനെയാണ് ആളുകൾ വാങ്ങുന്നത്. ഇവിടുത്തെ റീറ്റെയിൽ പ്രൈസുമായിട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ ഹോൾസെയിൽ പ്രൈസ് ആയിട്ട് റീറ്റെയിൽ ആയിട്ട് ഇവിടുത്തെ ഹോൾസെയിൽ പ്രൈസുമായിട്ട് അതല്ല അയാൾക്ക് കോസ്റ്റ് വിൽക്കുന്നല്ല, അയാളുടെ ലാൻഡിങ് കോസ്റ്റ് പറഞ്ഞത്. നമ്മളല്ല ഒരു ഉദ്ദേശത്തിന് നമ്മൾ ചൈനയിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ഇവിടുത്തെ ഹോൾസെയിൽ പ്രൈസുമായിട്ട് നമ്മൾ ഇതെല്ലാം കഴിയും, ഈ ക്ലിയറൻസ് ചാർജ് എല്ലാം കഴിയുമ്പോൾ എത്ര ഡിഫറൻസിയേഷൻ വരും വിൽക്കാനോ? അത് ഡിപ്പെൻസ് പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് അനുസരിച്ചിട്ട് വ്യത്യാസം വരും. ഇപ്പം ചിലപ്പം 20% എന്തായാലും അല്ലാതെ ഒരാൾ കച്ചവടം ചെയ്യില്ലല്ലോ. 20% ഇല്ലാതെ, കാരണം ബൾക്കായിട്ട് പോകുമ്പോൾ ഒരു 25 ലക്ഷം മാർക്കറ്റിലൊക്കെ വരുമ്പോൾ അയാൾക്ക് 20% കിട്ടുമ്പോൾ 4-5 ലക്ഷം ഉറുപ്പിക ടാഗ് ഉണ്ടാകും കൺസേൺ ആകും. അപ്പോഴേ അയാൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവുള്ളൂ. മനസ്സിലല്ലേ? അപ്പം പിന്നെ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പം ഞങ്ങൾക്ക് നല്ല കസ്റ്റമേഴ്സിനെ കിട്ടുമ്പം അത് കണ്ടിന്യൂ ചെയ്ത് ബിസിനസ്. അയാൾ ഒരു സാധനം പോകുമ്പോൾ രണ്ടാമത്തെ സാധനം വന്നുകൊണ്ടിരിക്കണമല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് ഒരു കണ്ടിന്യൂ ബിസിനസ്സാണ്. ഞങ്ങൾക്ക് ചെറുകിട കച്ചവടക്കാർ പറഞ്ഞാൽ ഞങ്ങളെ അവരെ ഹെൽപ്പ് ചെയ്യാന്നുള്ളൂ. മറ്റത് നമുക്കൊരു നല്ല ബിസിനസ്സാണ്, കണ്ടിന്യൂ ബിസിനസ്സാണ്. അതാണ്. അപ്പോൾ 40% ആണ് കൂട്ടാൻ പറയുക. അപ്പോൾ 140 കൂട്ടി അപ്പോൾ അയാൾ കാൽക്കുലേറ്റ് വന്നതാണ്. അപ്പോൾ ഓക്കെ, അതിൽ ഇന്ന് വരെ കുഴപ്പം വന്നിട്ടില്ല, അതിൽ കുറവേ വരുള്ളൂ. പിന്നെ ചൈനയിൽ ഡിമാൻഡുള്ള വേറൊരു പ്രോഡക്റ്റാണ് ഈ ബാംബു യൂസ് ചെയ്തുകൊണ്ടുള്ള ടീഷർട്സ്, അങ്ങനെയുള്ള പ്രോഡക്റ്റുകളൊക്കെ അല്ലേ? അവിടെ നിന്ന് ഇങ്ങോട്ട് വാങ്ങിക്കൊണ്ടിരുന്നത് അവർ അവിടെ ഉണ്ടാക്കുന്നുണ്ടല്ലോ. അല്ല, അവിടുന്ന് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് ബാംബു യൂസ് ചെയ്തുകൊണ്ടുള്ള ടീഷർട്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഡയപ്പേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നല്ലതാണ്. പല പുതിയ പുതിയ മോഡലുകൾ ഡയപ്പേഴ്സ് ഉണ്ട്. അതല്ല, ലേഡീസിന് ചെയ്യാൻ പറ്റുന്നത് ഒരു വിഭാഗമുണ്ട്, ഫോർ മെന്നിന് ചെയ്യാൻ പറ്റുന്നത് വേറെ ഉണ്ട്. മനസ്സിലല്ലേ? ഇപ്പൊ ചില ആളുകൾ എന്നോട് അറിയുന്ന കോപ്പി സാധനങ്ങൾ വാങ്ങിത്തരാം. ഞാൻ എനിക്ക് പറ്റൂല, അവിടെ വാങ്ങിത്തരാം, ഇങ്ങോട്ടേക്ക് എത്തിച്ചേരാൻ പറ്റില്ല, അത് ഞങ്ങൾക്ക് അയക്കാനും പറ്റൂല. അപ്പൊ അത് നിങ്ങൾ എന്തെങ്കിലും സോഴ്സിൽ ചെയ്യണമെങ്കിൽ ചെയ്തോളൂ, ഞങ്ങൾ വേണമെങ്കിൽ അവിടെ നിന്ന് വാങ്ങിത്തരാം, പക്ഷെ എത്തിച്ചേരാൻ ഞങ്ങൾക്ക് പറ്റില്ല. മറ്റത് ഞങ്ങൾ പോർട്ട് വരെ എത്തിച്ചു കൊടുക്കും. നിങ്ങൾ പറയുന്ന പോർട്ട് വരെ എത്തിച്ചു കൊടുക്കും. അപ്പൊ ഇതാണ് ഇവിടെ ക്ലിയറൻസ് ഒക്കെ വരുമ്പോഴത്തേനും ഒരു 40% കൂടെ അഡീഷണൽ. എന്നാലും നമ്മുടെ ഇവിടെ നമുക്ക് എന്താ പറയാ, ഒരു നല്ലൊരു ഹോൾസെയിൽ പ്രൈസിൽ വിൽക്കാൻ പറ്റുന്ന ഒരു എമൗണ്ടിൽ നമുക്ക് ഇവിടെ സാധനം എത്തിക്കാൻ പറ്റും. ഒരു പല സാധനങ്ങൾ, പിന്നെ എല്ലാ സാധനങ്ങളും അങ്ങനെ തന്നെയാണ്. അപ്പം പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഡിമാൻഡുള്ള സാധനം കണ്ടുപിടിക്കലാണ് എളുപ്പം. മറ്റേത് നമ്മൾ ബുദ്ധിമുട്ട്. ആ ഡിമാൻഡുള്ള സാധനങ്ങൾ കണ്ടുപിടിക്കാൻ നമുക്ക് വേറൊരു മാർഗ്ഗമുണ്ട്. Amazon.com പോവുക, അതിനകത്ത് ഹോട്ട് സെല്ലിംഗ് പ്രോഡക്ട്സ് എന്താണെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യുക. ഈ ഹോട്ട് സെല്ലിംഗ് പ്രോഡക്ട്സ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ആമസോണിൽ നിന്ന് സെല്ലാവുന്ന പ്രോഡക്റ്റ് എന്താണെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യുക. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. സീസണൽ ബിസിനസ് അത് നമുക്കൊരു പർട്ടിക്കുലർ ഒരു വീഡിയോ ആയിട്ട് തന്നെ അത് വേണം ചെയ്യാം. എങ്ങനെയാണ് നമുക്കൊരു മാർക്കറ്റിൽ ഒരു ഈ പ്രോഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാം. കാരണം ഇതിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ ഡേറ്റാസ് നമുക്ക് ഫെച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഡിമാൻഡുള്ള പ്രോഡക്റ്റിനെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാന്നുള്ളത് നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതെ നമുക്കൊരു അതായത് ആമസോണിൽ ഏറ്റവും കൂടുതൽ ഹോട്ട് സെല്ലിംഗ് പ്രോഡക്റ്റ് എന്തൊക്കെയാണെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ആമസോൺ മാത്രമല്ല, മറ്റ് ഓൺലൈൻ സൈറ്റിൽ എങ്ങനെയാണ് അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പം ആ പ്രോഡക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ബോസ് ഇന്റർനാഷണൽ പോലെ സൽമാൻ സാറിൻ്റെ കമ്പനിയിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് പ്രൈസൊക്കെ എടുത്ത് ഈ പ്രൈസ് എല്ലാം കമ്പയർ ചെയ്ത് ഇവിടെ വരുമ്പോൾ എത്ര കോസ്റ്റ് വരും എന്നുള്ളത് അനലൈസ് ചെയ്തിട്ട് അങ്ങനെ പ്രോഡക്റ്റ് കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ ചെയ്യുന്നവരുണ്ട് ഇഷ്ടം പോലെ. അങ്ങനെ ചെയ്യുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പം ആദ്യം അങ്ങനെ നേരിട്ട് വന്നിരുന്നു. ഇപ്പം ഗവൺമെൻറ് അത് പിന്നെ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് പിന്നെ ഇപ്പം കുറച്ച് ക്വാണ്ടിറ്റി വാങ്ങി ഇവിടെ വെച്ചിട്ടാണ് വിൽക്കുന്നത്. അപ്പോൾ അത് ഇങ്ങനെ ഇപ്പോൾ നിങ്ങൾ തുടക്കത്തിൽ ഇപ്പം എന്തെങ്കിലുമൊക്കെ ഇവിടുന്ന് വാങ്ങി ആദ്യം ഇവിടുന്ന് തന്നെ മാർക്കറ്റ്, ഇപ്പോൾ ഉദാഹരണം ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങുന്ന ആൾക്ക് കുറച്ച് സാധനങ്ങൾ ഇപ്പം ഡൽഹിയിൽ നിന്നോ അല്ലെങ്കിൽ ബോംബെയിൽ നിന്നോ വാങ്ങി ഈ ഓൺലൈനിൽ വിറ്റ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ക്വാണ്ടിറ്റി വരുമ്പോൾ ചൈനയിലേക്ക് അങ്ങനെ വരാം. അത് തന്നെ അങ്ങനെ ചെയ്യാം. മനസ്സിലായില്ലേ? പിന്നെ മൾട്ടിപ്പിൾ ആണ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ബൾക്ക് സാധനത്തിന് നമ്മളെത്തും ഡൽഹിയിലും വില വ്യത്യാസത്തിന് ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡൽഹിയിൽ ഒരാൾ ഒരു കണ്ടെയ്നർ സാധനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയാം, ഒരു 100 കർട്ടനാണ് ഉള്ളത് വിചാരിക്കാം. ഓക്കെ, അയാൾക്ക് ഇന്ത്യയിൽ എത്ര സ്റ്റേറ്റ് ഉണ്ട്?
ഒരു കേരളത്തിൽ തന്നെ എത്ര ഡിസ്ട്രിക്ട് ഉണ്ട്? ഇപ്പൊ 14 ഇവിടെ ഡിസ്ട്രിക്ട് ഉണ്ട്. 10 ഡിസ്ട്രിക്റ്റിൽ ഇവിടെ നല്ല പൊട്ടൻഷ്യാലിറ്റി ഉള്ള ഡിസ്ട്രിക്ട് അല്ലേ? 10 ഡിസ്ട്രിക്റ്റിൽ എറണാകുളത്ത് തന്നെ ഒരു സാധനം വെക്കുന്ന എത്ര കസ്റ്റമേഴ്സ് ഉണ്ട്? അങ്ങനെ അയാൾക്ക് കേരളത്തിലേക്ക് തന്നെ ഒരു 10 20 25 കസ്റ്റമേഴ്സ് ഇവിടെ കേരളത്തിൽ മിനിമം ഉണ്ടാവും. അങ്ങനെ ഇന്ത്യ മുഴുവൻ അയാൾക്കുണ്ടാവും. അയാൾക്ക് ഒരു പെട്ടിനെ കൊടുക്കാൻ തയ്യില്ല. അതേസമയം നമ്മളിവിടെ വെച്ചാല് വരുത്തിച്ചാല് ഇവിടെ വെച്ചിരിക്കണം. ഇവിടെ ആരാ ഒന്ന് വാങ്ങണത്? അതാണ് ഒരു വ്യത്യാസം. അതായത് ഇപ്പം നിങ്ങളിപ്പം ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് സാധനം വാങ്ങാൻ ഡൽഹിയിലേക്ക് പോകും, പക്ഷെ ഡൽഹിക്കാർ ഇവിടെ ഒന്നും വാങ്ങില്ല. ചൈനയിൽ നിന്ന് ബിസിനസ് ചെയ്ത് ഇമ്പോർട്ട് ചെയ്ത് ഇവിടെ ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ മൾട്ടിപ്പിൾ ചാനൽസ് യൂസ് ചെയ്ത് ബിസിനസ് ചെയ്യുക. ഒന്ന് ഹോൾസെയിലേഴ്സിനെ കണ്ടെത്തി അവർക്കൊരു സ്പെഷ്യൽ റേറ്റിൽ ബിസിനസ് ചെയ്യാൻ നോക്കുക. 2 റീറ്റെയിലേഴ്സിലേക്ക് ഡയറക്റ്റ് എൻട്രി ചെയ്യാൻ നോക്കുക. 3 ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ, ആമസോൺ പോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളെ യൂട്ടിലൈസ് ചെയ്യുക. കുറച്ചും കൂടെ എക്സ്പെർട്ടൈസ് ഉള്ള ആളുകൾ സ്വന്തമായിട്ടൊരു ഇ-കൊമേഴ്സ് സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലും നമുക്ക് സെയിൽസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്പിൾ ചാനൽസ് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാം. ഇതൊരു എന്താ ഒരാൾ തന്നെ ഈ ഒരു ബിസിനസ് ജോലിക്ക് പോകുന്നേക്കാളും നല്ലത്, ഏറ്റവും നല്ലത് ബിസിനസ്സാണ്. അതിന് യാതൊരു സംശയം. അതെ, ഒരാൾ തുടങ്ങണമെന്നില്ല. ഒരു 5 6 ആൾക്കാർ കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ട്, ഇപ്പം എന്താ പറയുക, കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 5 6 സുഹൃത്തുക്കൾ കൂടി സ്റ്റാർട്ട് ചെയ്യാമല്ലോ അല്ലേ? ഇങ്ങനെയുള്ള ബിസിനസ്. ഇപ്പൊ അവിടെ കുറെ കുട്ടികള് ഇന്ത്യയിൽ നിന്ന് പഠിക്കാൻ പോകുന്നുണ്ട് മെഡിക്കൽ. അപ്പം ഞാൻ അറിയുന്ന കുറെ ആളുകൾ തന്നെ ഈ ബിസിനസ്സിലേക്ക് മാറിയുണ്ട് പഠിച്ചു കഴിഞ്ഞിട്ട്. മറ്റേ ഡോക്ടേഴ്സൊക്കെ മെയിനായിട്ട് ചൈനയിൽ പോകുന്നതിലേക്ക് മാറിയവരുണ്ട്. എല്ലാവരും അല്ല, കുറച്ച് ആളുകൾ. പിന്നെ പഠിക്കുമ്പോൾ തന്നെ ബിസിനസ് ചെയ്യുന്നവരുണ്ട്. ഇന്ത്യയിലും മൊത്തം മാറ്റങ്ങൾ പഠിക്കുമ്പോഴും അങ്ങനെ ബിസിനസ് ചെയ്യുന്നവരുണ്ട്. ആ സാധനങ്ങൾ അവർക്ക് ട്രേഡ് ചെയ്ത് കൊടുത്തിട്ടും വാങ്ങി കൊടുത്തിട്ടും ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അതൊക്കെ ഉണ്ട്. അപ്പം എല്ലാം ഉണ്ട്. ഇപ്പം പിന്നെ പക്ഷേ ഈ ജോലി ഇല്ലാതെ അല്ലെങ്കിൽ കുറച്ച് കാശായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ച് നടക്കുന്ന ആളുകൾക്ക് ഏറ്റവും നല്ലത് സ്വന്തം ബിസിനസ് ചെയ്യാൻ വേണ്ടി പേ ചെയ്യാം. അതിന് നമ്മളെ കൊണ്ട് കഴിയുന്ന എല്ലാ ഹെൽപ്പുകളും നമ്മൾ ചൈനയിൽ നിന്ന് വേണ്ടതാണെങ്കിൽ ഞങ്ങൾ ചെയ്തു കൊടുക്കാം. അപ്പം ചെറിയൊരു പ്രായത്തിൽ തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തൊരു വ്യക്തിയാണ് സൽമാൻ സാർ. എനിക്ക് സൽമാൻ സാറിനെ ഒരു 1.5 വർഷമായിട്ടുള്ള പരിചയമാണ് അല്ലേ നമ്മൾ തമ്മിൽ. അപ്പം BNI വഴിയാണ് ഞങ്ങൾ പരിചയപ്പെട്ടു. അപ്പം എന്താ പറയുക, ഞങ്ങളുടെ BNIയിൽ ഒരു എന്താ പറയുക, ലോകം ഇത്രയും കണ്ടൊരു വ്യക്തി എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പറയുക സൽമാൻ സാർ. കാരണം യാത്ര ചെയ്യാനും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പോകാനും. നവംബറിൽ ഞാൻ പിന്നെ നിങ്ങളതിലല്ല പറയാം, നവംബറിൽ ഞാൻ ഒരു ബിസിനസ് ആവശ്യമായിട്ട് ഇറ്റലിയിൽ പോകുന്നുണ്ട്. ഒരു പ്രൊഡക്റ്റ് സോഴ്സ് ചെയ്യുന്നുണ്ട്. അത് ഞങ്ങളെ ഓൺ ബ്രാൻഡിന് വേണ്ടി. പിന്നെ സൽമാൻ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോഴിക്കോട് അത്തർവാല അല്ലേ? അത് ഞങ്ങൾ പെർഫ്യൂംസിന്റെ ഫാമിലിയാണ്. ഞങ്ങൾ കോഴിക്കോട് വളരെ അറിയപ്പെടുന്ന, പഴയ ആളുകളോട് ചോദിച്ചാൽ ഞങ്ങളെല്ലാവരും അറിയപ്പെടുന്ന ഇതാണ്. ഞങ്ങൾക്ക് കോഴിക്കോട് കേരളത്തിൽ തന്നെ ഞങ്ങളുടെ ഫാമിലിയിൽ ഒരു 10-25 ഷോറൂമുകളുണ്ട് പെർഫ്യൂംസിൻ്റെ. ഞങ്ങൾ ഈ ഊതിൻ്റെ ബിസിനസ് ഞങ്ങളാണ് കേരളത്തിൽ ഒരു മണപ്പൊളിയായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പുതിയ ആളുകൾ കുറച്ചുണ്ട്. അതൊക്കെ ഞങ്ങളിൽ നിന്ന് ജോലിയിൽ നിന്ന് പോയ ആളുകളൊക്കെ അല്ലാതെ 75% ഞങ്ങളെ കയ്യിൽ തന്നെയാണ് അതിൻ്റെ ബിസിനസ്. സൽമാൻ സാറിനെ വിളിച്ചിരുത്തി ഒരു എന്താ പറയുക, പെർഫ്യൂമിനെ കുറിച്ച് ഒരു വീഡിയോ കൂടെ ചെയ്യാനുള്ള റിസോഴ്സുകളുണ്ട്. പെർഫ്യൂംസിൻ്റെ ഞാനാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഈ ഊതിൻ്റെ ബിസിനസ് തുടങ്ങിയാണ്, ഷോറൂം തുടങ്ങിയാണ് കേരളത്തിൽ. അതെ അതെ. അപ്പൊ പെർഫ്യൂമായിട്ട് എന്തെങ്കിലും റിക്വയർമെന്റ്സ് ഉള്ള ആൾക്കാർക്കും സൽമാൻ സാറിനെ കോൺടാക്ട് ചെയ്യാം. സൽമാൻ സാറിനെ എനിക്ക് ചൈനയിൽ, ഫ്രാൻസിൽ ഒരു ചെയ്യാനും വേണ്ടി ചൈനയിൽ ഒരു ടീം എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഇപ്പൊ ഞാൻ ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞു ഞാൻ എന്നാ വരുന്നത്. അപ്പോൾ അവരവിടെ ഉണ്ട്, അവരായിട്ട് മീറ്റ് ചെയ്യാം. അവർക്ക് ഫ്രാൻസിൽ 4 ഷോറൂം ഇടണം. അപ്പൊ അതിന് നിങ്ങൾ വരാൻ കാത്തിരിക്കാന്ന് പറഞ്ഞിട്ട് ഒന്നും തള്ളല്ലോ കേട്ടോ. അല്ല, സൽമാൻ സാറിന് ആക്ച്വലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൽമാൻ സാറ് 1.5 വർഷം പരിചയം കൊണ്ട് മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ബിസിനസ് എങ്ങനെ ഹാൻഡിൽ ചെയ്ത് പോകണമെന്നുള്ള വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. നമുക്ക് ചിലപ്പം ഒരു ബിസിനസ് ചെയ്യുന്ന അടുത്ത ബിസിനസ് ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ അതൊരു ലാഗ് ഉണ്ടാവും. പക്ഷേ ഒരു മൾട്ടിപ്പിൾ ബിസിനസ് ഒരുമിച്ച് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു കഴിവ്. അതിന്റെ ഫിലോസഫി ഞാൻ ചിന്തിക്കുന്നത് വെച്ചാൽ നമ്മുടെ ആകെ ശത്രു നമ്മുടെ ഭയമാണ്. അതെ, മനസ്സിലായി. ഈ മനുഷ്യന്റെ ഭയമാണ് നഷ്ടപ്പെടും എന്നുള്ള പേടി. നഷ്ടപ്പെടും എന്നല്ല, ഭയം എന്ന് പറഞ്ഞ സാധനത്തിന് ലോകം അത് മതപരമായിട്ടും എല്ലാ രീതിയിലും ഭയത്തിനെ വിറ്റിട്ടാണ് ലോകം നിലനിൽക്കുന്നത്. അത് തന്നെ മനസ്സിലായി. ഇപ്പം അമേരിക്ക ലോകത്തിനെ പേടിപ്പിക്കുന്നതും ഇതാക്കുന്നതും ഒക്കെ ഭയപ്പെടുത്തിയിട്ടാണ്. ഇപ്പം ഓരോ പറയാം റഷ്യനെ ഞാൻ അങ്ങനെ ആക്കും, 50 ദിവസം എന്നൊക്കെ പറഞ്ഞാൽ ഭയപ്പെടുത്താണ്.
അപ്പം ഭയം ആണ് മനുഷ്യൻ്റെ എല്ലാത്തിൻ്റെയും. പിന്നെ ആളുകൾക്ക് നമ്മുടെ ബിസിനസ്സുകാർ അല്ലെ പുതിയ ആളുകൾക്ക് എന്താ പ്രശ്നം, അവർ ഒരു പ്രോജക്റ്റോ കാര്യങ്ങളോ ചിന്തിച്ചിട്ടുണ്ടാവും. അങ്ങനെ അവർ പലവരുമായിട്ട് കൺസൾട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഒരു 95% അവർ ആ കാര്യമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടാവും. പക്ഷേ വേറൊരാളുടെ സംസാരിക്കുമ്പോഴേക്കും 5% അതിൻ്റെ ഡ്രോബാക്ക് എന്തെങ്കിലും തകരാറ് കണ്ടുപിടിച്ചിട്ടുണ്ടാകുക. അപ്പോൾ ആ 5 പിടിച്ചുകൊണ്ട് ഈ 95 ഒഴിവാക്കും. ഈ 95 എന്ത് ചെയ്യാം, നമ്മൾ മുഴുവനുള്ളതാണ്. ഈ 5 അതിനെ തള്ളാനുള്ളത് വളരെ ഈസിയാണ്. പക്ഷെ ഈ 5 അയ്യോ ഞാൻ ഇപ്പം മനസ്സിലായത് നന്നായിട്ടോ, എന്നാൽ ഞാൻ വേണ്ട, അതോടെ അത് ഡ്രോപ്പ് ചെയ്യണം. വാസ്തവത്തിൽ 95 നമ്മൾ സക്സസ് ആയി നിൽക്കുകയാണ്. പക്ഷെ 5ന്റെ മുകളിൽ അതെന്താണ് ഭയമാണ്. മനസ്സിലായി. ഈ പിന്നെ രണ്ടാമത് എന്താ വെച്ചാൽ നമ്മളെ എൻകറേജ്മെന്റ് ചെയ്യില്ല. നീ അപ്പൊ മറ്റവൻ എന്താ വെച്ചാൽ സഹിക്കാൻ കഴിയാത്തവനാണ്, നീ സൂക്ഷിച്ച് കണ്ടിട്ടൊക്കെ ചെയ്തട്ടോ, അവനൊന്ന് പറഞ്ഞൊന്ന് പേടിപ്പിക്കും. ഒക്കെ അങ്ങനെ ഒരു സപ്പോർട്ടിങ് ആളുകൾക്കില്ല. ഈ ഞണ്ടിന്റെ പരിപാടിയാണ്, പിടിച്ച് വൈകോട്ട് വലിപ്പിക്കുക. അങ്ങനെ തമ്മിൽ ആരെയും നന്നാകുന്നത് വലിയ ഇഷ്ടമല്ല. അങ്ങനെ ഒരു അതുകൊണ്ടാണ് പരസ്പരം സഹായിച്ചിട്ടും ഇതായിട്ടൊക്കെയാണ് എല്ലാവരും വളരുക. ഇപ്പം നമുക്ക് നാളെ ഇപ്പോൾ ആരുടെ സഹായം ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്യുന്ന ആളല്ലേ. ഇപ്പം ആരാ ഇപ്പം ഇന്നലെ ഒരാൾ ഫ്ലൈറ്റിൽ കുഴഞ്ഞ്, ഒരു പയ്യൻ 27 വയസ്സായാൽ കോഴിക്കോട് എത്താൻ നേരത്തെ ഫ്ലൈറ്റിൽ കുഴഞ്ഞുകൂടി മരിച്ചു, കുതുവായിന്ന് മറിഞ്ഞേരും. അപ്പം നമുക്ക് അത് 27 വയസ്സായിട്ടുള്ളൂ. അപ്പം ഇതൊക്കെ നമുക്ക് എപ്പോഴാണ് എന്താ ആരുടെ സഹായം നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം നമ്മളെപ്പോഴും വിദേശത്ത് നിൽക്കുന്നതിനെ കൊണ്ട് ഇപ്പം എനിക്ക് അവിടെ ചൈനയിൽ എനിക്കവിടെ വീടുണ്ട്, ഓഫീസുകളൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് അവിടെ ഒരു അപരിചിതം തോന്നിയിട്ടില്ല. കാരണം എനിക്ക് ഇവിടത്തെക്കാട്ടും കൂടുതൽ എല്ലാ ഏരിയയും കാര്യങ്ങളും എല്ലാം അറിയുന്നത് ചൈനയിലാണ്. അപ്പം ഇവിടെ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ബോസ് ഇന്റർനാഷണലിനെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് മാർഗത്തിലും ഒന്നുമില്ല, എൻ്റെ ഫോൺ നമ്പറിൽ വാട്സപ്പിലുണ്ട് 9895480770. അതിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചൈനയിലുള്ളപ്പോഴും അവിടെ പിന്നെ ഈ വാട്സപ്പ് ഒന്നും ചൈനയിൽ വർക്ക് ചെയ്യില്ല. പക്ഷെ എൻ്റെ അത് വർക്ക് ചെയ്യും. ഞങ്ങൾ VPN ഇട്ടിട്ട് ഞങ്ങളത് വർക്ക് ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ ഏത് സമയത്തും എന്നെ കിട്ടും, അതിൽ മെസ്സേജ് ഇട്ടാൽ മതി. സൽമാൻ സാറിന്റെ കുറച്ച് പ്രോഡക്റ്റുകൾ ഉണ്ടല്ലോ ഇവിടെ, സൽമാൻ സാറെ കൊണ്ടുവന്ന് ട്രേഡ് ചെയ്യുന്ന കുറച്ച് പ്രോഡക്റ്റുകൾ, അതൊക്കെ കുറച്ച് ഇവരെ ഒന്ന് പരിചയപ്പെടുത്തുകയാണെങ്കിൽ ചിലപ്പം ഇവിടെ ഇവർക്ക് ആവശ്യങ്ങളുള്ള പ്രോഡക്റ്റുകളായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ടെസ്റ്റ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാവുന്ന പ്രോഡക്റ്റുകളായിരിക്കാം അല്ലേ. ഇത് ഇവിടെ കുറച്ച് സാധനങ്ങൾ ഞാൻ എക്സിബിഷനൊക്കെ പോകുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സ് പറഞ്ഞിട്ട് കൊണ്ടുവരുന്നതാണ്. കുറെ സാമ്പിൾസ് ഉണ്ട്, കൊണ്ടുവന്നതുണ്ട്. പക്ഷെ അതൊന്നല്ല, ഞാൻ ശരിക്കും തന്നെ എന്നോട് സഹകരിക്കാൻ തയ്യാറുള്ള ആളുകൾ, ഞാൻ അതിൽ സാമ്പത്തികമല്ല ഉദ്ദേശിക്കുന്നത്. ഓരോ ഫീൽഡിൽ കഴിവുള്ള ആളുകൾക്ക് അവരായിട്ട് ജോയിന്റ് ആയിട്ട് ബിസിനസ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്ത് സാധനം മാർക്കറ്റ് ചെയ്യാൻ അവർക്കും ബെനിഫിറ്റ്സ് വേണം, നമുക്കും ബെനിഫിറ്റ്സ് വേണം. ഈക്വലാണ് അതൊക്കെ. അതിൽ നമ്മൾ കൊടുത്ത് വിചാരിച്ചിട്ട് നമ്മൾ അധികം ഉദ്ദേശിക്കുന്നില്ല. അയാളുടെ കഴിവും നമ്മുടെ അറിവും കഴിവും എനിക്കുണ്ടല്ലോ കുറച്ചൊരു കഴിവല്ലേ. അപ്പം പർച്ചേസിങ്ങിനും മനസ്സിലാക്കാനും സോഴ്സ് ചെയ്യാനും ഇപ്പം നമുക്ക് ഏറ്റവും നല്ല വിലക്ക് വാങ്ങാൻ പറ്റും, അങ്ങനെയൊക്കെ ഉള്ളതാണ്. അയാൾ അത് വിൽക്കാനുള്ള കഴിവ് അയാളും. ഇപ്പം അയാൾക്ക് സാമ്പത്തികമായിട്ട് കഴിവ് അത്ര ഇല്ല, കുറച്ച് കഴിവ്, നമ്മൾ അതിനോട് ജോയിൻ ചെയ്യാൻ തയ്യാറാണ്. അത് ആളെ പ്രശ്നമൊന്നുമില്ല. ആരോട് നമ്മൾ നന്നായിട്ട് മാർക്കറ്റ് റിസർച്ച് ചെയ്ത് ആ മാർക്കറ്റിൽ നന്നായിട്ട് മാർക്കറ്റ് റിസർച്ച് ചെയ്ത് ഒരു പ്രോഡക്റ്റ് ഐഡന്റിഫൈ ചെയ്ത് അതിനെ എന്താ പറയുക വിജയിപ്പിക്കാവുന്ന ഒരു കോൺഫിഡൻസിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സൽമാൻ സാറും ഞങ്ങൾ സഹകരിക്കാൻ തയ്യാറാണ്. ഞങ്ങൾ 100% സഹകരിക്കാൻ തയ്യാറാണ്. ഞങ്ങൾ എപ്പോഴും അങ്ങനെ എല്ലാവരോടും ഇപ്പോൾ എൻ്റെ ജോലിക്ക് വരുന്ന ആരോടെ ഞാൻ പറയാം എന്താ വെച്ചാൽ നിങ്ങൾ ജോലിക്ക് കുറച്ചു നേരം നിന്നാൽ മതി, പിന്നെ നിങ്ങൾ സ്വന്തം ബിസിനസ് ചെയ്യാൻ അത്രേ ഉള്ളൂ. കാരണം ഒരു എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്തോളൂ പറയും. അതാണ് ഞങ്ങളുടെ ഈ പോഡ്കാസ്റ്റിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയും, കൂടുതൽ ആളുകളെ ഈ സംരംഭത്തിലേക്ക് കൊണ്ടുവരിക, കൂടുതൽ ആൾക്കാരെ ഈ ഓണ്ടർപ്രണർഷിപ്പിലേക്ക് കൊണ്ടുവന്നിട്ട് എന്താ പറയുക, നമുക്ക് നമ്മുടെ നാട്ടിലൊരു വലിയ മാറ്റങ്ങൾ, ഒരു റെവല്യൂഷൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഓണ്ടർപ്രണർഷിപ്സ് ഇവിടെ വരണം. അന്ന് ഇനിയിപ്പോൾ ഉള്ള കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും എന്താ പറയുക ഈക്വലായിട്ട് ജോലികൾ കൊടുക്കാനോ അല്ലെങ്കിൽ ചെയ്യാനോ പറ്റുന്ന ഒരു സാഹചര്യം ആയിരിക്കില്ല വരുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതിൻ്റെ പൂർണ്ണരൂപത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കുറേ ആളുകൾക്ക് ജോലി ഇല്ലാണ്ടാവും. പക്ഷെ നമ്മുടെ അപ്പോൾ ആ സമയത്ത് നമ്മൾ അഡോപ്റ്റ് ആവും, വേറെ എന്തെങ്കിലും ഒരു രീതിയിലേക്ക് അഡോപ്റ്റ് ആവും. ഈവൻ എന്താ പറയുക AI കംപ്ലീറ്റ്ലി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ നാളെ ജീവിക്കാൻ പോകുന്നത് ഒരു ടെസ്ല മേടിച്ചിട്ട് രാവിലെ ഈ ടെസ്ലയെ പറഞ്ഞങ്ങ് വിടും. കാരണം ഡ്രൈവർലെസ് കാറാണല്ലോ. ഇവൻ രാവിലെ അങ്ങ് പോയി കറങ്ങി തിരിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ ഒരു ഇത്ര എമൗണ്ടുമായിട്ട് തിരിച്ചു വരും. അങ്ങനെ ആ ഒരു കോൺസെപ്റ്റിലായിരിക്കും ഇനി മുമ്പോട്ട് ലോകം പോകാൻ പോകുന്നത്. ഇതൊക്കെ ഒരു ഇമാജിനേഷനാണ്. ഇങ്ങനെയൊക്കെ തന്നെ ആണോന്നറിയില്ല. ഞാൻ അതിനെക്കാട്ടിയും കുറച്ചും കൂടി കൂടുതലായിട്ടാണ് കാണുന്നത്. എൻ്റെ ഒരു കൺസെപ്റ്റിൽ ഒരു 5-10 വർഷത്തിനുള്ളിൽ പാവപ്പെട്ടവന് മാത്രമേ കാർ ഉണ്ടാവുള്ളൂ എന്നാണ് വിചാരിക്കുന്നത്. ബാക്കി എല്ലാവരും
മറ്റേ ഡ്രോണിലായിരിക്കും പോവുക. അപ്പൊ കാരണം ദുബായിൽ ഇപ്പം ഡ്രോണ് ടാക്സി ആയിട്ട് പോകാൻ ഈവൻ നമ്മുടെ ബാംഗ്ലൂരിൽ തുടങ്ങിയല്ലോ നമ്മള് സർല ഏവിയേഷൻ. അതല്ല, അപ്പൊ സ്ഥിരം കുറെ 10-250 ഡ്രോൺ ഇപ്പൊ റെഡി ആയി നിൽക്കുക. അവര് ദുബായിൽ ഇപ്പൊ ഉടനെ വരും. അപ്പം പണക്കാരൊക്കെ ഈ ഡ്രോൺ സ്വന്തമാക്കും. ഇപ്പൊ ഹെലികോപ്റ്റർ വിമാനമൊക്കെ ഉള്ളവരുണ്ട്. അപ്പൊ അത്ര പൈസ വേണ്ടല്ലോ. അപ്പം എല്ലാരും ഈ ഡ്രോണുകൾ വാങ്ങാൻ തുടങ്ങും. നേരത്തെ പണക്കാരനൊക്കെ ഡ്രോണുകൾ വാങ്ങാൻ തുടങ്ങും. അവന്റെ വീട്ടിൽ കൊണ്ടേ നിർത്താൻ. അപ്പൊ അവന് പെട്ടെന്ന് എത്താലോ. അപ്പം മറ്റവൻ കാറും കൊണ്ട് ഇങ്ങനെ നടക്കാനുണ്ടാവുള്ളൂ. അല്ല, ഇന്ത്യയിൽ ടെക്നോളജിയും ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു മാർക്കറ്റാണ് ബാംഗ്ലൂർ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ എന്ത് ടെക്നോളജി ആദ്യമേ, എന്ത് ടെക്നോളജി അല്ല എന്ത് ബിസിനസ്സും, അത് ഞാൻ ബാംഗ്ലൂർ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ അന്ന് കണ്ടിരുന്ന പല കോൺസെപ്റ്റും ഇപ്പോഴാണ് നമ്മുടെ നാട്ടിലേക്ക് അഡോപ്റ്റ് ആവുന്നത്. ഈവൻ ഇത്ര ഈ ഒരു എന്താ പറയുക 500-600 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. പക്ഷെ ബാംഗ്ലൂരിൽ അന്ന് കണ്ടിരുന്ന പല ബിസിനസ് കോൺസെപ്റ്റുകളും ഇപ്പോഴാണ് നമ്മുടെ നാട്ടിലേക്ക് വന്നിരിക്കുന്നത് ഈ 6-7 വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പൊ അത്രയും ഡിഫറൻസ് ഈ ഒരു ഡിസ്റ്റൻസിൽ അത്രയും ഡിഫറൻസ് ഞാൻ കാണുന്നുണ്ട് ഇപ്പം. പക്ഷെ ബാംഗ്ലൂരിൽ ലോകത്തില് ദുബായിലാണ് അവർ അനുവദിക്കുന്നത് പുതിയ ഇംപ്ലിമെന്റ് ചെയ്യാൻ. ഈ ഒരു എയർ ടാക്സി ബാംഗ്ലൂരിൽ വന്നിട്ടുണ്ട് കേട്ടോ. സർല ഏവിയേഷൻസ് എന്ന് പറഞ്ഞ കമ്പനി ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് സ്റ്റാർട്ട് ചെയ്തു, ട്രയൽ റൺ എല്ലാം കഴിഞ്ഞു. ഇപ്പം ആൾക്കാരെ പാസഞ്ചേഴ്സിനെ അതൊന്ന് ആലോചിച്ച് നോക്കൂ. അത് കുറച്ച് കഴിഞ്ഞാല് കുറെ പണക്കാർ വാങ്ങും. ഇപ്പം ഹെലികോപ്റ്റർ വാങ്ങുന്നുണ്ട്, വിമാനം വാങ്ങുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഡ്രോണുകൾ വാങ്ങും. ഡ്രോണുകൾ വാങ്ങുമ്പോൾ എന്താ വെച്ചാൽ അവർ ഇപ്പം എല്ലാ ബിൽഡിങ്ങിന്റെ മുകളിലും മറ്റൊക്കെ ഇത് ഇറങ്ങാനുള്ള സംവിധാനങ്ങൾ കൊണ്ടുപോയി വെച്ച ഇതാക്കിയാലോ. പിന്നെ ഇതൊന്നും വേണ്ടല്ലോ. അപ്പോൾ അങ്ങനെ പണക്കാർ മുഴുവൻ അത് വാങ്ങാൻ തുടങ്ങും. അപ്പം ഇവിടെ 1 കോടി 3 കോടിൻ്റെ ഒക്കെ വണ്ടി വാങ്ങില്ലേ. അപ്പൊ അതിന് അത്ര പൈസ വേണ്ടപ്പോൾ അപ്പം അതിലേക്ക് മാറും. അത് അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതൊക്കെ ശരിയാവും വർഷങ്ങൾ കൊണ്ട്. അല്ല, ഇത് ഭാവിയിൽ വണ്ടികൾ മേടിക്കുന്ന ആൾക്കാർ ഓട്ടോ അതിന് കൺട്രോളൊക്കെ വരും. ഇപ്പൊ നമ്മൾ വിചാരിക്കുന്നത് കൊണ്ടേ തട്ടുമില്ല മുട്ടില്ല. അതല്ല, അത് മോട്ടോ പൈലറ്റ് ഇതൊക്കെ ഇതിൽ വരുമല്ലോ. അപ്പൊ കാറിനൊക്കെ ഒന്നല്ല. അപ്പൊ അതുപോലെ ഇപ്പൊ ആളില്ലാത്ത കാറിന് ഇതിങ്ങനെ പോകുന്ന ഇതൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് പണക്കാരൊക്കെ പെട്ടെന്ന് പോകാനും വരാനൊക്കെ കാത്തിക്കാൻ സമയം ഉണ്ടാവില്ല. വീട്ടിൽ നിന്ന് എടുത്ത് കയറുന്നു വരുന്നൊക്കെ വരുന്നില്ലേ. അങ്ങനെ വരുമ്പോൾ ഇവിടെ സാധാരണക്കാരൻ്റെ അടുത്ത് ഉണ്ടാവുള്ളൂ കാറ്, പണക്കാരുടെ അടുത്ത് ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു 5 yearsന്റെ ഉള്ളിൽ അങ്ങനെ സംഭവിക്കുന്നതാണ്. ഇപ്പൊ ഫോണിന്റെ മാറാൻ പോവുകയാണ്. ഫോണിന്റെ കൺസെപ്റ്റേ മാറാൻ പറയും. ഇപ്പൊ ഓപ്പൺ ഐയുടെ ഒരു പുതിയ പ്രോജക്റ്റ് അവർ കൊണ്ടുവന്നിരിക്കുന്നത് ഫോൺ എന്ന് പറയുന്ന ഒരു ചെറിയ സ്ക്രീനേ ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം വോയിസ് എനേബിൾഡ് കാര്യങ്ങൾ, വോയിസ്, ഗെസ്റ്റർ, ഇങ്ങനത്തെ പരിപാടികൾ മാത്രമേ ഉള്ളൂ. ഫോൺ എന്ന് പറഞ്ഞാൽ ഒരു സ്ക്രീനിന് ഏകദേശം ഈ ഒരു ഫോണിന്റെ ഒരു 5-1 വലിപ്പം ഉണ്ടാവുള്ളൂ. അപ്പൊ ആ ഒരു അതൊക്കെ ഒരു പുതിയ എന്തൊരു ആ കോൺസെപ്റ്റിലേക്ക് AI കണ്ടുപിടിച്ച ആളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് വെച്ചാൽ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ പ്ലംബറെ മാത്രമേ ഇവിടെ ആവശ്യം ഉണ്ടാവുള്ളൂ, ബാക്കി ആരെയും ആവശ്യം ഉണ്ടാവില്ല. അത് ഈവൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇൻഫോസിസ് ആണെങ്കിലും കഴിഞ്ഞ വർഷം ഒരുപാട് വലിയ കോൺട്രവേഴ്സി ഉണ്ടായ ഏരിയ. ഇൻഫോസിസ് ആണെങ്കിലും TCS ആണെങ്കിലും കുറേ എംപ്ലോയീസിനെ ഫയർ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഡിമാൻഡ് ഇല്ല എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് അവർ പറഞ്ഞത്. പക്ഷേ ആക്ച്വലി അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു വരവോട് കൂടിയിട്ട് ഇപ്പം ആ ഒരു 10 പേര് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിൽ ഒരാളെ കൊണ്ടാക്കുക പരിപാടികൾ ചെയ്യാൻ സാധിക്കും. കാരണം ഇപ്പം ഞങ്ങൾ തന്നെയാണെങ്കിലും ഒരു ഏജൻറ്റിക്ക് ഇപ്പോൾ പുറത്തിറക്കാനിരിക്കുക. ഞാനിപ്പോൾ പറയാതിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാവർക്കും പുറത്തിറക്കാൻ പറ്റുന്നൊരു സാധനമായതുകൊണ്ട് നമ്മൾ പുറത്തിറക്കി കുറച്ചാർക്ക്. ചൈനയില് വലിയ മറ്റു ഹോസ്പിറ്റല് ഫുള്ളി റോബോട്ടിക് ഓപ്പൺ ആയല്ലോ. ആദ്യമായിട്ട് വേൾഡിൽ ആദ്യമായിട്ട് ചൈനയിൽ ഓപ്പൺ ആയി. ഇപ്പോൾ ഓപ്പറേഷനൊക്കെ റോബോട്ടാണ്. അതെ, ഇപ്പം ഭാവിയിലെ ഡോക്ടർമാരൊക്കെ എന്താ പറയാ വെറുതെ ഈ റോബോട്ടിനെ അല്ല ഭാവിയിലല്ല ഇപ്പോഴന്നെ. ഇപ്പൊ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാല് നിങ്ങളുടെ സിംറ്റംസ് പറയുമ്പോൾ ഡോക്ടർ എന്ത് ചെയ്യുന്ന വെച്ചാല് ഇതിൽ ടൈപ്പ് ചെയ്യണം. അപ്പൊ തന്നെ AI പറഞ്ഞു കൊടുക്കും ഇന്ന സിംറ്റംസ്, ഇന്ന അസുഖം, ഇന്ന മരുന്ന്. പിന്നെ അതിപ്പോ അപ്പൊ തന്നെ കിട്ടുമല്ലോ. നമ്മുടെ എന്ത് ട്രീറ്റ്മെന്റ് ചെയ്യാനാണ് നിങ്ങൾക്ക് മരുന്ന് കഴിക്കാൻ പുള്ളി പറഞ്ഞു കൊടുക്കല്ലേ. ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രം ചെയ്യേണ്ട പണിയല്ലേ ബാക്കിയൊക്കെ വെറുതെ. അതായത് നമ്മുടെ ഗ്രോക്ക് 4 ഇല്ലേ, ഗ്രോക്ക് യൂസ് ചെയ്തിട്ടുണ്ടോ? ഗ്രോക്ക് ആക്ച്വലി ഇലോൺ മസ്കിന്റെ ഒരു AI പ്ലാറ്റ്ഫോമാണ് ഗ്രോക്ക് എന്ന് പറയുന്നത്. ഗ്രോക്കിനകത്ത് ആസ്ക് എ ഡോക്ടർ എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് ഉണ്ട്. സോ അതിനകത്ത് നമുക്ക് എന്താണ് പ്രശ്നങ്ങൾ, നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞു കൊടുത്ത് ഇന്നതായിരിക്കും നിങ്ങളുടെ രോഗം, നിങ്ങൾ ഇന്ന ആളെ ഇങ്ങനെ ഇന്ന ഇതിന് ഇന്ന വേണ്ട. നിങ്ങളിപ്പോ കൈ ഉണ്ടല്ലോ, ഫോട്ടോ എടുത്ത് ചെയ്ത് നോക്കിണ്ടോ? ഇല്ല, ഫോട്ടോ എടുത്ത് നോക്ക്. ഏലെടുത്ത് അപ്പൊ പറഞ്ഞുതരും നിങ്ങൾ എന്താണെന്ന്.
ഓക്കെ. നിങ്ങളെ കൈരേഖ പറഞ്ഞുതരും. ഇപ്പൊ ഞാൻ എന്റെ ഫോട്ടോ ചോദിച്ചു മുടി എങ്ങനെ മാറ്റേണ്ടതെന്ന്. അപ്പം ഒരു വേറെ ഇതിൽ പറഞ്ഞു. അപ്പൊ ഞാൻ എനിക്ക് അത്ര മുടിയില്ലാന്ന്. അപ്പൊ ഈ സ്റ്റൈൽ തന്നെ നല്ലത്, ഞാൻ മൊട്ടടിച്ചാൽ അതൊക്കെ ഫോട്ടോ ഇട്ടൊന്നുമില്ല. അപ്പൊ എന്റെ കയ്യിൽ ഞാൻ അപ്പൊ ഇത് ഞാൻ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു എന്നെ പറ്റി എന്താണ്, എന്റെ പറ്റി ഫുള്ള് പുള്ളി പറഞ്ഞു. നീ ചൈനയിലും ഇവിടെയായിട്ട് ബിസിനസ് ചെയ്യണം, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതൊക്കെയാണ് എന്റെ സ്വഭാവം എന്താണ് മറ്റാന്നൊക്കെ. അതെന്താ പറയാ, അത് ഇതിനു മുമ്പ് നമ്മള് ഇന്ന കാര്യങ്ങള് ഫീഡ് ചെയ്തില്ല. അല്ല ഫീഡ് ചെയ്തല്ല, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊക്കെ അത് പിടിക്കും. ഈ ഫോണിൽ നമ്മൾ സംസാരിക്കുന്നതൊക്കെ ഇതിൽ ഡേറ്റാസ് ഉണ്ടാവും. അത് പിടിച്ചിട്ട് ഞാൻ ചോദിച്ചു എന്നെ പറ്റി എന്താണ് എന്റെ അത് എനിക്കൊരു ഇത് നോക്കുമ്പോൾ കറക്റ്റ് ഇതെല്ലാം മിസ്യൂസ് ചെയ്യും. കാര്യം ഒരു മാർക്കറ്റിംഗ് പർപ്പസിനെ എന്റെ താല്പര്യങ്ങളൊക്കെ മനസ്സിലാക്കും. മറ്റുള്ളവർ പൈസ കൊടുക്കുമ്പോൾ ആ പരസ്യം അങ്ങനെ. അപ്പൊ അത് നമുക്കിപ്പോ അത്ര ഉപയോഗിക്കാൻ അറിയില്ല. അപ്പൊ ശരിക്കും അറിയുന്നവന് എന്താണ് ഇനിയിപ്പം കണ്ടന്റ് ക്രിയേഷൻ അങ്ങനെയുള്ള കുറെ അപ്പൊ അതും ഡെവലപ്പ് ചെയ്തു. അതിന് റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇതിന്റെ പണി നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അതവിടെ അവസാനിക്കുന്നില്ല. നമ്മൾ കുറെ ഓഫ് ദ ടോപ്പിക് പോയിട്ടുണ്ട്. ചൈനയിലേക്ക് തിരിച്ചു വരാം. അത് ഞാൻ കട്ട് ചെയ്ത കട്ട് ചെയ്യുന്നില്ല. ഇത് ആവശ്യമുള്ള കാര്യങ്ങൾ ഓക്കെ. അപ്പം ഓൾമോസ്റ്റ് അതെ. അപ്പൊ എങ്ങനെയാണ് സൽമാൻ സാറിന് ചൈനയിലേക്ക് പോകാൻ ഗോഞ്ചോയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വരാം. അതല്ലെങ്കിൽ ഹോങ്കോങ്ങിൽ നമുക്ക് ഓണറേബിൾ വിസ ആണ് 14 ഡേയ്സിന്. അപ്പൊ അവിടെ ഇറങ്ങിയിട്ടും വരാം. അപ്പോൾ ഹോങ്കോങ്ങിലെ ടിക്കറ്റ് എടുക്കുമ്പോൾ നമുക്ക് റേറ്റ് കുറവാണ്, ഫ്ലൈറ്റിന് കുറച്ച്. ഗോഞ്ചോയിലേക്ക് കുറച്ച് കൂടുതലാണ്, അത്രേ ഉള്ളൂ. പിന്നെ ഹോങ്കോങ് വേണമെങ്കിൽ കാണാം, അതിലെ പോയിട്ട് മക്കാവ് കാണാം, തിരിച്ച് ചൈനയിലേക്ക് കയറാം, അങ്ങനെയും പോകാം. അല്ല തിരിച്ചു വരുമ്പോൾ അങ്ങനെ കാണാം. അപ്പൊ ഇങ്ങനെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് ഹോങ്കോങ്ങിൽ വന്നിട്ട് അവിടുന്ന് ഓൺ അറൈവൽ വിസ എടുത്തിട്ട് ഹോങ്കോങ്ങിലേക്ക് വരുമ്പോൾ നിങ്ങൾ തീരുമാനിക്കുമ്പോൾ നിങ്ങൾ ഓൺലൈനിൽ ഒരു അപ്ലിക്കേഷൻ ചെയ്യാണ്ട് അപ്പൊ തന്നെ അതിന്റെ റിസൾട്ട് വരും. നിങ്ങളെ ഇത് ചെയ്തിട്ടില്ല അതുണ്ടെങ്കിൽ ഇവിടുന്ന് എയർപോർട്ടിൽ നിന്ന് നിങ്ങളെ വിടുള്ളൂ. അത് വേറെ വിസ അല്ല, അത് നിങ്ങളൊരു നിങ്ങളുടെ ഡാറ്റ കൊടുത്തിട്ട് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത ഒരു പേപ്പർ വരും. ഓക്കെ. അതാണ് നിങ്ങളുടെ ഒരു ചോദിക്കുക. അത് അപ്പൊ അത് ഓക്കെ ആണെങ്കിൽ ഹോങ്കോങ്ങിലേക്ക് വന്നിട്ട് അവിടുന്ന് ബസ് ത്രൂ ആണോ? അങ്ങനെ ബസ് മെട്രോ ട്രെയിൻ എല്ലാം ഉണ്ട്. അരമണിക്കൂർ വേണ്ട. ഇത് ബോർഡറാണ്. അത് ഹോങ്കോങ് ഇത് വ്യത്യാസമുള്ളൂ, വേറെ ഒന്നുമില്ല. അങ്ങനെ ചൈനയിലേക്ക് വന്ന് അങ്ങനെ വരാം, ഇങ്ങനെയും വരാം. അപ്പൊ ഒരു രാജ്യം കൂടി കാണാന്നുള്ള. അപ്പൊ ചൈനയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ചില ആളുകൾക്ക് എന്താ ചൈന വൻമതിൽ കാണണമെന്നാണ്. അത് ബെയ്ജിങ്ങിലാണ്, ക്യാപിറ്റലിലാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ ഗോഞ്ചോയിൽ വരികയാണെങ്കിൽ ബെയ്ജിങ്ങിലേക്ക് പോകണമെങ്കിൽ ഇവിടുന്ന് ഡൽഹിയിലേക്ക് പോകാനുള്ള ദൂരമുണ്ട്. പക്ഷെ 6 മണിക്കൂർ കൊണ്ട് ട്രെയിൻ ഉണ്ട്. അവിടെ എത്തും. ഇപ്പൊ നമുക്ക് ഡൽഹിയിലേക്ക് പോകാനുള്ള ദൂരം 6 മണിക്കൂർ മതി ചൈനയില്. ഇവിടെ ട്രെയിൻസ് ഉണ്ടാവും. ബുള്ളറ്റ് ട്രെയിൻ അവിടെ ലോക്കൽ ട്രെയിൻ ആയി മാറി. അപ്പൊ അവര് വലിയ ട്രെയിനുകൾ ട്രെയിനിൽ ഇറക്കി കൊടുക്കുകയാണ്. 1000 കിലോമീറ്ററിന്റെ വരെ ട്രെയിൻ ഇറക്കേണ്ടി വരും. അതെ. അപ്പൊ ഈ ലോകം എങ്ങനെ മാറുന്നു എന്ന് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചൈന വിസിറ്റ് ചെയ്യുന്നത് നല്ലതാണ്. ലോകത്തിന്റെ മാറ്റം അറിയണമെങ്കിൽ നമുക്ക് പുതിയ പിന്നെ കാര്യങ്ങൾ ഇപ്പൊ നമ്മുടെ ഒരു കമ്പ്യൂട്ടറിനാണെങ്കിൽ നമ്മൾ അതിൽ ഫീഡ് ചെയ്തല്ലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ നമ്മളെ ബുദ്ധിയിൽ തലയിലേക്ക് നമ്മൾ പല കാര്യങ്ങളും വെച്ചിട്ട് നമ്മൾ ബിസിനസ്സിന് സീരിയസ് ആയി കണ്ടിട്ട് അതിന്റെ ഇടയിൽ നമ്മൾ പട്ടയിലോ അവിടെ ഇവിടെ ഇറങ്ങി കഴിഞ്ഞാൽ അതൊക്കെ പോകും. മനസ്സിലല്ലേ? അപ്പൊ നമ്മൾ ബിസിനസ്സായി കണ്ട് ബിസിനസ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ബിസിനസ് ചെയ്യാൻ ഒരുപാട് സാധ്യത ഉണ്ട്. അതിന് യാതൊരു സംശയമില്ല. എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇത് ഒരാളുടെ അതൊന്നുമല്ല. നിങ്ങൾ അതിനോട് സിൻസിയറായിട്ട് ബിസിനസ് നിൽക്കണം എന്നുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലായല്ലേ? അതെ. ഓക്കെ. അപ്പം ഈ കാര്യങ്ങളൊക്കെ വെച്ചോണ്ട് ഇനിയിപ്പം ബോസ് ഇന്റർനാഷണലിനെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇതിപ്പം ഞങ്ങള് തന്നെ വെരിഫൈ ചെയ്ത ഒരു ചൈനയിൽ നിങ്ങളെ സഹായിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്, ഞങ്ങളുമായിട്ട് വളരെ അടുപ്പമുള്ള വ്യക്തിയാണ്. അപ്പം ആ ഒരു ഗ്യാരണ്ടി നമുക്കും പറയാം. സൽമാൻ സാറിനെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചൈനയിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള ബിസിനസ് എന്താണോ, നിങ്ങൾക്ക് വേണ്ട പ്രോഡക്റ്റ് എന്താണോ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് അവിടെ നിന്ന് സോഴ്സ് ചെയ്ത് തരാനും ഒക്കെ സൽമാൻ സാറിന് സാധിക്കും. തീർച്ചയായിട്ടും. ലാസ്റ്റ് വീഡിയോ തന്നെ 1 ലക്ഷത്തിന് പുറത്ത് വ്യൂവേഴ്സ് പോയി. അതെ. അതിലെല്ലാവർക്കും ഇത് വേണം, എല്ലാവർക്കും അറിയേണ്ട കാര്യങ്ങൾ ഇതാ. ഒരു 1000-ന് പുറത്ത് കമന്റ്സ് കാണട്ടെ. താങ്ക് യു. നിങ്ങൾ എന്ത് ആവശ്യം ഉണ്ടെങ്കിൽ ബന്ധപ്പെടുക. എന്ത് ചൈനയില് പിന്നെ ബിസിനസ് ആവശ്യമായിട്ടുള്ള എന്ത് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് എന്നായിട്ട് ബന്ധപ്പെടാം. പിന്നെ ചൈനയില് ഒരു പ്രാവശ്യം നിങ്ങൾ ബിസിനസ്സുകാരൻ ഒരു പ്രാവശ്യം ചൈന സന്ദർശിക്കണം എന്നാണ് എൻ്റെ ഈ എക്സ്പീരിയൻസിൽ ഞാൻ പറയാം. അത് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരം ചെയ്യും. ആ പൈസ ഒരു നഷ്ടമല്ല. പിന്നെ കാശ് കയ്യിലുണ്ടെങ്കിൽ അത്രയും ആ എമൗണ്ട് റിക്കവർ ചെയ്യാനുള്ള പൈസ സാധനം കൊണ്ടുവന്ന് വിറ്റാലും പൈസ കിട്ടും. മനസ്സിലായി? അപ്പൊ നമ്മൾ വരുന്നുണ്ട്. വെൽക്കം.